السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. സൂറത്ത് യാസീൻ സൂറത്ത് മക്കിയ ഹിജ്റക്ക് മുമ്പ് അവതരിതമായതാണ്. അതിൽ ഇല്ല കൗലഹു വൈദാ ഖീല ലഹും അൻഫിഖു എന്ന ആ കൗലൊഴികെ അല്ല ആയത് ഫുള്ള് ആ ആയത് ഹിജ്റക്ക് ശേഷം ബാക്കിയുള്ളതൊക്കെ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതാണ്. ഔ മദനിയ അല്ലെങ്കിൽ മദനി സൂറത്താണെന്ന് വേറൊരു അഭിപ്രായമുണ്ട്. എന്തായാലും വഹിയ സലാസും സമാനൂന ആയ അത് 83 ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു അല്ലേ. ഇപ്പം നമ്മൾ ഓന്നതിൻ്റെ വിസ്മയായിട്ട് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് തബറുക്ക് എടുക്കുന്ന ബറക്കത്ത് എടുക്കുന്നതിനാണ് ഞാൻ ആരംഭിക്കുന്നു. യാസീനെ പല അർത്ഥം കൊടുക്കാറുണ്ട്. ഓ സീനേ എന്നൊക്കെ അർത്ഥം കൊടുത്തിട്ട് ഓ സീനെ പ്രവാചകന്റെ പേരാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട്. എന്തായാലും ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട മുഫ്സർ കൊടുത്തിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ആലമു കൂടുതൽ അറിയുന്നവനാണ്. ബി മുറാദിഹി അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ട്, ബിഹി അതുകൊണ്ടുള്ള. അപ്പം മുറാദിഹി എന്നുള്ളത് അള്ളാഹുലേക്ക് ലമീർ, ബിഹി എന്നുള്ളത് ഇതുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെ പറ്റി കൂടുതൽ അറിയുന്ന ആര് തന്നെയാണ്? അള്ളാഹ് തന്നെയാണ്. വൽ ഖുർആനിൽ ഹക്കീം യുക്തിഭദ്രമായ ഖുർആൻ തന്നെയാണ് സത്യം. ഹക്കീം എന്ന് വെച്ചാൽ മുഹക്കം, ഇസ്മു മഫൂലിന്റെ അർത്ഥത്തിൽ ഫൈൽ വസ്ന് വരുമല്ലോ, അങ്ങനത്തെ മുഹക്കമിന്റെ അർത്ഥത്തിൽ അപ്പൊ ഉറപ്പിക്കപ്പെട്ട ദൃഢീകരിക്കപ്പെട്ട. എന്തുകൊണ്ട്? ബി അജീബിൻ നവമി, അജീബ് എന്ന് വെച്ചാൽ അത്ഭുതകരമായ, നവമെന്ന് വെച്ചാൽ ഘടന. അപ്പം സിഫത്തിനെ മൗസൂഫിലേക്ക് ഇലാഫത്ത് ചെയ്ത ശരിക്ക് നവമുൻ അജീബ് എന്നാണ്. അത്ഭുതകരമായ ഘടന കൊണ്ടും. ഓ ബദീ ഇൽ മആനി, ബദീ എന്ന് വെച്ചാൽ നല്ല അലംഘനീയമായ അലങ്കാരമായ, മആനി എന്ന് വെച്ചാൽ നല്ല അർത്ഥങ്ങൾ അല്ലെ. അപ്പം അലങ്കാരപരമായിട്ടുള്ള അർത്ഥങ്ങൾ കൊണ്ടും നല്ല അത്ഭുതപരമായിട്ടുള്ള അതിൻ്റെ ഒരു ഘടന കൊണ്ടും ഉറപ്പിക്കപ്പെട്ട ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിശ്ചയം താങ്കൾ ലമിനൽ മുർസലീൻ പെട്ടവർ തന്നെയാണ്. അപ്പോൾ അലാ സിറാത്തി മുസ്തഖീം അല്ലേ. ഈ അല എന്നുള്ളത് മുതഅല്ലിഖുൻ, അത് ബന്ധപ്പെട്ടതാണ് എന്തിനോട്? ബിമാ ഖബലഹു അതിൻ്റെ മുമ്പുള്ളതിനോട്. അപ്പൊ ലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞില്ലേ, ഇന്നക്ക പറഞ്ഞില്ലേ. അപ്പൊ ഇന്നക്ക നിശ്ചയം താങ്കൾ താങ്കൾ എന്താണ്? മേലാണ്. എന്തിന്റെ മേലാണ്? സിറാത്തി മുസ്തഖീം ചൊവ്വായ മാർഗത്തിന് മേലാണ്. അപ്പം ഈ അലയുടെ മുത്തഅല്ലിഖ് എങ്ങോട്ടാ? അങ്ങോട്ട് മുമ്പ്, അതിന് മുമ്പുള്ളതിലാണ് അതിൻ്റെ അതായത് ത്വരീഖിൽ അമ്പിയാക്കളുടെ മാർഗത്തിലാണ്. ഖബലക അങ്ങയുടെ മുമ്പുള്ള, അതായത് എന്താണ്? തൗഹീദിന്റെ മാർഗത്തിൽ, വൽഹുദ സന്മാർഗത്തിന്റെ മാർഗത്തിൽ. പിന്നെ ഇവിടെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിൽ ഖസമി സത്യം ചെയ്യൽ വേണ്ട. എവിടെ? ഇന്നക്ക എന്ന് പറഞ്ഞിട്ട് യാസീൻ എന്ന് പറഞ്ഞ് സത്യം ചെയ്തില്ലേ. യാസീൻ കഴിഞ്ഞിട്ട് വൽ ഖുർആനിൽ ഹക്കീം. യാസീൻ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കസമ വന്നിട്ടുണ്ട്, സത്യം ചെയ്യലുണ്ട്. പിന്നെ വൈരിഹി അതല്ലാത്തതെന്ന് വെച്ചാൽ എവിടെ? വാവൽ കസം. അതുപോലെ തന്നെ ഇന്നക്ക കണ്ടില്ലേ, ഇന്ന കൊണ്ട് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ലമിനൽ മുർസലീൻ ലാമ വന്ന് കണ്ടോ. പലതരത്തിൽ ശക്തിപ്പെടുത്തലുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? പലതരത്തിലും ഇവിടെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത് റദ്ദുൻ, അതെന്താണ്? ഈ ശക്തിപ്പെടുത്തലൊക്കെ ഒരു മറുപടിയാണ്. ആർക്കുള്ള? ലി കൗലിൽ കുഫാരി, കാഫിരീങ്ങളുടെ സംസാരത്തിന്. കാഫിരീങ്ങൾ ആരോട് പറഞ്ഞു? ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാഫിരീങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി. സാധാരണ നമ്മളിപ്പോൾ നമ്മളോട് എന്തെങ്കിലും ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ നമുക്ക് മറുപടി കൊടുക്കാൻ നമ്മൾ ഒന്നും കൂടെ ശക്തിപ്പെടുത്തി പറയില്ലേ, നീ ഒരു സാധനം പഠിക്കൂല, ഇല്ല ഞാൻ ശരിക്കും പഠിക്കും, നമ്മൾ ഉറപ്പിച്ചല്ലേ ഇതിനെ തിരിച്ച് മറുപടി കൊടുക്കാൻ. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു നബി തങ്ങളോട്? ലസ്ത മുർസല, നീ എന്തല്ല ദൂതനല്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായി? അള്ളാഹ് മറുപടി കൊടുത്തു. എന്തായാലും താങ്കൾ എന്താണ്? മുർസലീങ്ങളിൽ പെട്ടവരാണ് എന്നിട്ട് സത്യം ചെയ്തു. ഖുർആൻ തന്നെയാണ് സത്യം. അപ്പോൾ ഒരു നല്ല മറുപടി അല്ലേ. പിന്നെ തൻസീലുൽ അസീസി, തൻസീലു എന്ന് പറഞ്ഞാൽ കളയപ്പെട്ട മുബത്തതിന്റെ ഖബറാണ്. തൻസീലു ഒരു ഇറക്കലാണ്. ആരുടെ? അൽ അസീസായ അള്ളാഹു സുബ്ഹാനഹു വ തആല, പ്രതാപിയായ. ഫി മിൽക്കിഹി അവന്റെ മിൽക്കിൽ, അല്ലെങ്കിൽ അവന്റെ മുൽക്കിൽ, അവന്റെ രാജാധികാരത്തിൽ പ്രതാപമുള്ളവനല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അവന്റെ തൻസീലാണ്. എങ്ങനെയുള്ള അസീസുമാണ്? പിന്നെന്താണ്? റഹീമുമായ നല്ല കരുണയുള്ളവനുമായ അള്ളാഹുവിന്റെ. ബി ഖൽഖി ആരോട്? തന്റെ സൃഷ്ടികളോട്. പിന്നെ ഖബർ മുബത്തദിന്റെ ഖബറാണ്. മുഖദ്ദരിൻ സങ്കല്പിക്കായിട്ട് മുബത്തദിന്റെ ഖബറാണ്. അപ്പം മുബത്തദ് എങ്ങനെ സങ്കല്പിക്കുക? അയൽ ഖുർആൻ. അപ്പൊ ഖുർആൻ ആകുന്നത് തൻസീൽ, ഒരു ഇറക്കലാണ്. അതായത് നമ്മൾ സെയ്ദ് നീതിയാണെന്ന് പറഞ്ഞാൽ സെയ്ദ് നീതിയുടെ കട്ടയാണ്. അതുപോലെ തന്നെ ഖുർആൻ എന്താണ്? തൻസീലാണെന്ന് വെച്ചാൽ ഖുർആൻ വല്ലാത്തൊരു ഇറക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വകയുള്ള വല്ലാത്തൊരു ഇറക്കലാണെന്ന് കിട്ടും. പിന്നെ ലി തുൻദിർ, എന്തിനാ ഖുർആൻ ഇറക്കിയത്? ആ ഇറക്കലുമായിട്ട് ബന്ധപ്പെട്ടെ
ലി തുന്തിറ താങ്കൾ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ബിഹി ആ ഖുർആൻ കൊണ്ട് കൗമൻ ഒരു സമൂഹത്തിന്. അപ്പോൾ അത് മുതഅല്ലിഖും ബി തൻസീൽ തൻസീലിനോട് ബന്ധപ്പെട്ടാണ്, ആ ഇറക്കലിനോട്. ഈ ഇറക്കൽ എന്തിനാണ്? ഈ അള്ളാന്റെ ഇറക്കലാന്ന് പറയാം. എന്തിനാണ്? ലി തുന്തിറ ബിഹി താങ്കൾ അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ഒരു സമൂഹത്തിന്. എങ്ങനെയുള്ള സമൂഹമാണ്? മാ ഉൻതിറ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. ആർക്ക്? ആബാവും അവരുടെ പിതാക്കന്മാർക്ക്. അതായത് ലം യുന്തറു അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല ഫീ സമനിൽ ഫത്ര ഫത്രയുടെ കാലഘട്ടത്തിൽ. ഫത്രത്തിന്റെ കാലഘട്ടം എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത, അതായത് ഈസാ നബിക്കും അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ പ്രവാചകന്മാർ വന്നിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് എന്ത് നൽകിയിട്ടില്ല? മുന്നറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവരുടെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള സമൂഹത്തിന് താങ്കൾ ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്കൾ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. ഫഹും അവർ അയൽ കൗമു ഈ സമൂഹം ഉണ്ടല്ലോ, ഗാഫിലൂൻ അവർ അശ്രദ്ധയിലാണ്. എന്തിനെ തൊട്ട്? അനിൽ ഈമാൻ ഈ വിശ്വസിക്കലിനെ തൊട്ടും റുഷ്ദി സന്മാർഗത്തെ തൊട്ടും ഒക്കെ അവർ അശ്രദ്ധയിലാണ്. ലഖദ് സത്യമായിട്ട് ഹക്കൽ കൗലു വാക്ക് എന്തായി സത്യമായിരിക്കുന്നു, വജബ നിർബന്ധമായിരിക്കുന്നു. ആരുടെ മേൽ? അല അക്സരിഹിം അവരുടെ അധികമാരുടെ മേൽ എന്താണ് വാക്ക് നിർബന്ധമായിരിക്കുന്നു വെച്ചാൽ ശിക്ഷയുടെ വാക്ക് എന്തായിട്ടുണ്ട്? അവർക്ക് എന്തായാലും ശിക്ഷ കിട്ടാനുള്ളതാണ്. ഫഹും ലാ യുമിനു അതിന് കാരണം പറയാം. ഫഹും കാരണം അവരെന്താണ്? ലാ യുമിനു അവരെന്താണ്? വിശ്വസിക്കാത്തവരാണ്. അഥവാ അല്ല അക്സർ അതിലധികം ആളുകൾ. ഇന്ന ജാലന നിശ്ചയം നമ്മൾ ആക്കിയിട്ടുണ്ട് ഫി അയനാക്കിയും അവരുടെ കഴുത്തുകളിൽ അകലാല ചങ്ങലകളെ ആക്കിയിട്ടുണ്ട്. കൊല്ലിന്റെ ജമ്മാണ് അകലാല. അതെങ്ങനെ ചങ്ങലകൾ? അത് ബി അൻ തളുമ്മ ഇലൈഹ അവരുടെ കഴുത്തുകളിലേക്ക് ചേരൽ കൊണ്ട്, അവരുടെ കഴുത്തുകളിലേക്ക് ചേർന്ന് അൽ ഐദി കൈകൾ, അവരുടെ കൈകൾ എന്താവും? ഇങ്ങനെ ഈ രൂപത്തിൽ കൈകൾ കഴുത്തുകളിലേക്ക് ചേരൽ കൊണ്ട് അതിന്റെ രൂപം പറഞ്ഞ ലി അന്ന എന്താ? പിന്നെ ഈ അകലാൽ എന്ന് പറഞ്ഞ് ചങ്ങലകൾ എന്ന് പറഞ്ഞാൽ അത് ലി അന്നൽ അകല്ല. കാരണം ചങ്ങല എന്നുള്ളത് യജുമവ് അത് ഒരുമിച്ച് കൂട്ടും. എന്തിനെ? അൽ യദ കയ്യിന്. ഏതിലേക്ക്? ഇലൽ ഉനുക്കി കഴുത്തിലേക്ക്. അപ്പൊ കഴുത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് കെട്ടുന്ന ചങ്ങലയാണ്. അപ്പൊ അവരുടെ കൈകൾ എന്താകും? അത് കാരണത്താൽ അവരുടെ കഴുത്തിലേക്ക് എന്താകും? ചേരും. തളുമ്മു പറഞ്ഞില്ല, ബി അൻ തളുമ്മ ഇലൈഹൽ ഐദി എന്ന് പറഞ്ഞല്ലോ. ഇനി ഫഹിയ അപ്പോൾ അതെന്ന് വെച്ചാൽ ഐൽ ഐദി അവരുടെ കരങ്ങള് അവരുടെ കൈകള് മജ്മുഅത്തൻ അത് തന്നെ എന്തായ നിലയ്ക്ക് അല്ല അത് മജ്മുഅത്തുൻ അതെന്താണ്? ഒരുമിച്ച് കൂട്ടപ്പെട്ടതായിരിക്കും. ഏതിലേക്ക്? ഇലൽ അദ്കാൻ ദിക്നുകളിലേക്ക്. ദിക്ന് എന്ന് വെച്ചാൽ നോക്കിക്കോ, ജംഉ ദിക്ൻ ദിക്കിന്റെ ജമ്മാണ് അദ്കാൻ എന്നുള്ളത്. വഹുവ അത് മുജ്തമിഉൽ ലഹിയൈനി ലിഹിയത്തല്ല, ലിഹിയത്ത് താടിയിലുള്ള മുടിയാണ്. ലഹി എന്ന് വെച്ചാൽ താടിയുടെ എല്ല്. ഇതാ ഈ രണ്ട് സൈഡിലുള്ള എല്ല്, ഈ രണ്ട് സൈഡിലുള്ള എല്ലുകളുടെ ആ മുജ്തമി അത് ഒരുമിച്ച് കൂടുന്ന സ്ഥലമില്ലേ ഈ അറ്റഭാഗം, അതാണ് ആ ദിക്കിന്. അവരുടെ എന്താണ് ദിക്കിനുകളിലേക്കാണ് അവരുടെ കൈ ഇങ്ങനെ ഉണ്ടാവും, ചേർന്നിട്ടെ കൂട്ടപ്പെട്ടതായിട്ടുണ്ടാവും. ഫഹും അത് കാരണത്താൽ അവരെന്താകും? മുക്മഹൂൻ എന്ന് വെച്ചാൽ നോക്കിക്കോ അതിന്റെ അർത്ഥം റാഫിഊന റുഊസഹും അവരുടെ തലകൾ എന്തായിരിക്കും? ഉയർത്തായിരുന്നു. കാരണം ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ വെച്ചാൽ എന്താകും? പിന്നെ തല അങ്ങോട്ട് താത്താൻ കഴിയില്ല, തല മേലോട്ടാകും. ലാ യസ്തതിഊന അവർക്ക് കഴിയൂല ഖഫ്ലഹാ അവരുടെ തലകളെ താഴ്ത്താൻ കഴിയുകയില്ല. നസുൽ ഖാഫിദ് മൻസൂബ് താഴുക എന്നുള്ള ഇതല്ലേ. വഹാദ ഇത്. പക്ഷെ ഇവിടെ ഇപ്പം ജെറ് താന്നിട്ടല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ അള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ സംഗതി ശരിക്കും എന്താണ്? ഒരു തംസീൽ, ഒരു ഉദാഹരണമാണിത്. ഇതെന്താണ്? ശരിക്കും അവരുടെ കയ്യിൽ ഇതുണ്ടോ? ചങ്ങല ഉണ്ടോ? ഇല്ല, ഒരു ഉദാഹരിക്കലാണ്. എന്താ അങ്ങനെ ഉദാഹരിച്ചത്? അത് വൽ മുറാദു ഇവിടെ ഈ ഉദാഹരിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹും നിശ്ചയ അവര് ലാ യഅനൂന അവരെന്താവൂല? കീഴ്പ്പെടൂല. ലിൽ ഈമാനി വിശ്വസിക്കാൻ വേണ്ടി അവർ കീഴ്പ്പെടൂല. പിന്നെ വലാ യഹ്ഫളൂന അവരെന്താവൂല? താഴുകയുമില്ല, താഴ്ത്തുകയുമില്ല. യുഹ്ഫിലൂന അല്ലേ, ഹഫ്ല് അല്ല യഹ്ഫലൂന പറഞ്ഞാൽ മതി. അവർ താഴ്ത്തുകയുമില്ല. റൂസവും അവരുടെ തലകളെ ലഹു ആർക്ക് വേണ്ടി അല്ല എന്തിനു വേണ്ടി? ഈമാൻ വിശ്വസിക്കലിന് വേണ്ടി ഒന്ന് താന്നൊന്നും കൊടുക്കില്ല. അല്ലാത്ത അഹങ്കാരികൾ. അതുകൊണ്ടാണ് അവരുടെ തലകൾ എപ്പോഴും മുക്കുബഹുൻ ഉയർത്തപ്പെട്ടവരാണ് അവരുടെ തലകൾ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു അഹങ്കാരവും ഒക്കെ ആയിട്ട് വജഅൽനാ മിൻ ബൈനി ഐദിഹിം വജഅൽനാ നാം ആക്കി മിൻ ബൈനി ഐദിഹിം അവരുടെ കരങ്ങൾക്കിടയിൽ എന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ ഇടയിൽ എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പാകല്ലേ. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ ആക്കിയിട്ടുണ്ട് സദ്ദ ഒരു മതില്. പിന്നെ ഒമിൻ ഖൽഫിഹിം അവരുടെ പിന്നിൽ നിന്ന് ആക്കിയിട്ടുണ്ട് സദ്ദ ഒരു മതില്. അത് ബി ഫതിഹി സീനി വദമ്മിഹ രണ്ടും പറയാം. സുദ്ദ എന്നും സദ്ദ എന്നും ഫിൽ മൗദീനി രണ്ട് സ്ഥലത്തും. അപ്പോൾ രണ്ട് ഖിറാഅത്തുണ്ട്. ഫ അഗ്ശൈനാഹും നാം അവരെ മൂടി. ഫ അത് കാരണത്താൽ ഹും അവർ ലാ യുബ്സിർ ഒന്നും കാണൂല. ഇത് തംസീൽ, ഇതും ഒരു തംസീൽ ആയത, ഇതും ഒരു ഉദാഹരണം ആണ്. അതുകൊണ്ടാണ് ഇതും ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആയുധം ഇട്ട് കൊടുത്ത. എന്തിനു വേണ്ടി? ലി സദ്ദി തുർക്കിൽ ഈമാനി ഈമാനിന്റെ വഴി അടഞ്ഞു പോയത് കാരണത്താൽ അലിഹിം അവരുടെ മേൽ ഈമാന്റെ വഴി അടഞ്ഞു പോയതാണ്. ഇവിടെയും മതിൽ പുറത്തും പുറകിലും മതിൽ എന്ന് പറഞ്ഞു. അപ്പോൾ സവാവിൻ അലിഹിം ഇതും കൂടെ സമമാണ് അവരുടെ മേൽ. അന്തർത്ഥവും താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകൽ. അപ്പം പല ഖിറാഅത്തുണ്ട് ഇവിടെ. ഒന്ന് ബി തഹ്കീഖിൽ ഹംസത്തേന് രണ്ട് ഹംസേനെ എന്താക്കുക? കറക്റ്റായിട്ട് പറയാം അന്തർത്ഥ ആ രൂപത്തിൽ. പിന്നെ രണ്ടാമത്തെ ഖിറാഅത്ത് ഇബ്ദാലി സാനിയത്തി രണ്ടാമത്തെ ഹംസേനെ എന്താക്കുക? മാറ്റുക, അലിഫായിട്ട് മാറ്റുക. അപ്പം ആന്തർത്ഥവും ആന്തർത്ഥവും
പിന്നെ വേറൊരു ഖിറാഅത്ത് വതസ്ഹീലിഹ, ആ രണ്ടാമത്തിന് എന്ത് ചെയ്യുക, തസ്ഹീലാക്കുക, അതായത് തഹ്കീഖാക്കാതെ ഒന്ന് സോഫ്റ്റ് ആക്കുക, മെല്ലെ ഉള്ള എന്നിട്ട് മാത്രമല്ല തസ്ഹീലാക്കിയിട്ട് വൈദ്ഹാലി അലിഫി ബൈനൽ മുസഹലത്തി വൽ ഉഖ്റ, ആ തസ്ഹീലാക്കപ്പെട്ട ലഘൂകരിക്കപ്പെട്ട ആ ഹംസയുടെ ഇടയിലും വൽ ഉഖ്റ, ആ തഹ്കീഖായിട്ട് പറയുന്ന ഹംസയില്ലേ, ആ ഹംസയുടെ ഇടയിൽ എന്ത് ചെയ്യുക, ഒരു അലിഫിനെ പ്രവേശിപ്പിക്കലോട് കൂടി. അപ്പം എന്ത് വരും, ആ എന്നർത്ഥം, ആ എന്നർത്ഥം. നാലാമത്തെ ഖിറാഅത്ത്. ഇനി തർഗി, അതിനെ ഒഴിവാക്കിയിട്ട് അലിഫിനെ ഒഴിവാക്കുക, എന്നിട്ട് ആദ്യത്തെ തഹ്കീഖ് രണ്ടാമത്തെ തസ്ഹീലായിട്ട് എന്നർത്ഥം, എന്നർത്ഥം. അപ്പം 4 ഖിറാഅത്തുകളുണ്ട്. അല്ല, ആദ്യത്തെ പറഞ്ഞത് 2 തഹ്കീഖ് എന്നർത്ഥവും, രണ്ടാമത്തേന് മാറ്റിയിട്ട് അലിഫാക്കുക എന്നർത്ഥവും, മൂന്നാമത്തെ ഇടയിൽ അലിഫ് കയറ്റിയിട്ട് ഒന്നാമത്തെ തഹ്കീഖ് മറ്റേ തസ്ഹീലാക്കിയിട്ട് എന്നർത്ഥം. പിന്നെ ഈ അലിഫിനെ ഒഴിവാക്കുക, എന്നിട്ട് എന്നർത്ഥം. അങ്ങനെ 4 ഖിറാഅത്തുകൾ. അപ്പം താങ്കൾ അവരെ എന്താണ് മുന്നറിയിപ്പ് നൽകൽ സമമാണ്, അംലം അല്ലെങ്കിൽ തുന്തിരു, അംലം തുന്തിരു, താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കൽ സമമാണ് ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. ഇന്നമാ തുൻദിറു, താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നത് വെച്ചാൽ യംഫു ഇൻദാറുക, താങ്കളുടെ മുന്നറിയിപ്പ് നൽകൽ പ്രയോജനകരമാകുന്നത് ആർക്ക് മാത്രമാണ്? ഇന്നമല്ലേ. മൻ ഇത്തബ, ഒരുത്തരിന് മാത്രമാണ് ഇത്തബ, അവൻ പിൻപറ്റിയിരിക്കുന്നു ദിക്റ, സാരോപദേശം. ആ സാരോപദേശം അതേതാണ്? അൽ ഖുർആൻ. ഖുർആനെ പിൻപറ്റിയാൽ മാത്രമേ ഉള്ളൂ താങ്കളുടെ ഉപകാരം, മുന്നറിയിപ്പ് കൊണ്ട് ഉപകാരം കിട്ടുള്ളൂ, അവന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഖശിയ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്തതിന് മാത്രമേ ഉള്ളൂ. ബിൽ ഗൈബ് കൊണ്ട്, അതായത് അദൃശ്യമായിക്കൊണ്ട്. ഖാഫഹു, അവൻ അള്ളാഹുവിനെ പേടിച്ചു. വലം യറ, ഏതൊരു സ്ഥിതിയിൽ അള്ളാഹുവിനെ അവൻ കണ്ടിട്ടില്ല. ഫബശ്ശിർഹു, അങ്ങനെയുള്ളവന് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. ബിമഗ്ഫിറത്തിൻ, പാപമോചനം കൊണ്ടും, അജ്രിൻ കരീം, മാന്യമായ പ്രതിഫലം കൊണ്ടും, വൽ ജന്ന, അതേതാ മാന്യമായ പ്രതിഫലം, അത് സ്വർഗ്ഗമാണ്. ഇന്നാ നഹ്നു, നിശ്ചയം നമ്മൾ, നുഹിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്നു. മയ്യിത്തിൻ്റെ ജംആണ് മൗത, മരീദിൻ്റെ ജംആണ് മറള, അതുപോലെ. അപ്പം മരിച്ചവരെ നമ്മൾ ജീവിപ്പിക്കുന്നു, ലിൽ ബാസി, പുനർജീവിതത്തിന് വേണ്ടി. വനക്തുബു, നാം എഴുതുന്നു, ഫിൽ ലൗഹിൽ മഹ്ഫൂദിൽ, അതായത് നാം കണക്കാക്കുന്നു. മാ ഖദ്ദമു, അവർ ചെയ്യുന്ന ഒന്നിനെ, മാ ഖദ്ദമ എന്ന് വെച്ചാൽ മുന്തിക്കുക, ചെയ്യുക എന്നൊക്കെയാണ്. മാ ഒന്നിനെ, ഖദ്ദമു, അവർ ചെയ്യുന്ന ഒന്നിനെ, ഫി ഹയാത്തിഹിം, അവരുടെ ജീവിതകാലത്ത് അവരെന്തെല്ലാം ചെയ്യുന്നതെല്ലാം നമ്മളെവിടെ എഴുതിയിട്ടുണ്ട്, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട്. മിൻ ഖൈരിൻ, നന്മയാലും, വശരിൻ, തിന്മയാലും. എന്തിനാ അതൊക്കെ? ലിജാസു, അവർ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി, അവർക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി, അലൈഹി, അതിൻ്റെ മേലെ, അവരുടെ പ്രവർത്തനത്തിൻ്റെ മേലെ. ആസാറഹും, അവരുടെ ആസാറുകളെയും നാം എഴുതി വെച്ചിട്ടുണ്ട്. ആസാർ എന്ന് വെച്ചാൽ മസ്തുന്ന ബിഹി ബാദഹും, മസ്തുന്ന മാ ഒന്ന്, ആസാർ എന്ന് വെച്ചാൽ കാലടിപ്പാട് അല്ലെങ്കിൽ അവരുടെ ചര്യ എന്നൊക്കെയാണ്. ആസാർ, ചര്യ, തിരുശേഷിപ്പ് എന്നൊക്കെയാണ് അർത്ഥം. അവരുടെ ചര്യകൾ എന്ന് വെച്ചാൽ മാ ഒന്ന്, ഉസ്തുന്ന ബിഹി, അതുകൊണ്ട് എന്താണ്, ഒരു ചര്യയാക്കപ്പെടുന്നു. ബാദഹും, അവരുടെ ശേഷം, അതായത് അവരുടെ ശേഷം അവരെന്തെങ്കിലും നല്ല ചെയ്യുന്ന കണ്ട് ശേഷമുള്ളവർ ചെയ്യും, അല്ലെങ്കിൽ അവർ തിന്മ ചെയ്യുന്നതുകൊണ്ട് ശേഷമുള്ള ചെയ്യും. അതൊക്കെ എന്താണ്? ആസാറാണ്. അപ്പോൾ അതും നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. വകുല്ല ഷൈൻ, എല്ലാം നസ്ബുഹു, അതിന് നസ്ബ് ചെയ്യപ്പെട്ടിട്ടാണ് ഖിറാത്തുള്ളത്. ബിഫീലും യുഫസിറു, ബിഫീൽ ഒരു ഫീലും ഉണ്ട്, അപ്പോൾ ഒരു കളയപ്പെട്ട ഫീൽ ഉണ്ടാവും. വഅഹ്സൈന കുല്ല ഷൈൻ ഉണ്ടാവും. വഅഹ്സൈന എന്നാൽ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്, കൃത്യമാക്കി ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട് കുല്ല ഷൈൻ, എല്ലാ കാര്യത്തെയും. അപ്പോൾ ഒരു കളയപ്പെട്ട ഫീൽ ആകൊണ്ടാണ് അതിന് നസ്ബ് കിട്ടിയത്. പക്ഷേ ആ ഫീലിനെ യുഫസിറുഹു, അതിനെ വ്യാഖ്യാനിച്ച് തരുന്നുണ്ട്. ഏത്? അഹ്സൈനാഹു എന്ന ബാക്കിയുള്ളത്. അപ്പോൾ അഹ്സൈനാഹു നാം അതിനെന്താക്കി? ഇസ്തിഖാൽ ബാബാണ്. നാം അതിനെന്താക്കി? ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. ലബത്തിനാഹു, അതിനെ ലബത്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായൊരു ഇമാം എന്ന് വെച്ചാൽ കിതാബിൽ, വ്യക്തമായൊരു കിതാബ്, ഗ്രന്ഥത്തിൽ. ബയ്യിൻ, വ്യക്തമായ. ഹുവ ലൗഹുൽ മഹ്ഫൂദ്, അത് ലൗഹുൽ മഹ്ഫൂദാണ്. അതിൻ്റെ വാക്കർത്ത ലൗഹ് എന്ന് വെച്ചാൽ ഏട്, അൽ മഹ്ഫൂദ് എന്ന് വെച്ചാൽ സൂക്ഷിക്കപ്പെട്ട, അതായത് എല്ലാ സംഗതികളും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഒദരിബ് എന്ന് വെച്ചാൽ പല അർത്ഥം ഉണ്ടല്ലേ ലറബക്ക്. ഇവിടെ ഇപ്പം ലറബല്ലാഹു മസല, അള്ളാഹ് ഉദാഹരണം ഉദാഹരിക്കുന്നില്ല, അതുപോലത്തെ അർത്ഥമാണ് ഇവിടെ. ഒദരിബ് അതിമെന്ന് വെച്ചാൽ ഇജ് അല്ലഹും, അവർക്ക് നീ ആക്ക്, അവർക്ക് അങ്ങ് ആക്ക്, മസല ഒരു ഉദാഹരണത്തെ. മഫ്ഊലാവൂല, ഒന്നാം മഫ്ഊലാണ് മസല എന്നുള്ളത്. അസ്ആബ അത് രണ്ടാം മഫ്ഊൽ, മഫ്ഊലുൻ സാനി.
അസാബൽ കറിയ അവർക്ക് ഒരു ഉദാഹരണം ഉദാഹരിച്ച് ഈ ആരെ ഉദാഹരിക്ക് ഈ അഹ്സാബൽ കറിയ ഗ്രാമവാസികളെ. ഗ്രാമവാസി എന്ന് വെച്ചാൽ ഏത് ഗ്രാമമാണ്? ഇന്താക്കിയ പട്ടണം എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ഇന്താക്കിയ എന്ന സ്ഥലത്തുള്ള ആളുകളെ, അവിടുത്തെ ആളുകളെ താങ്കൾ ഉദാഹരിച്ച്. അപ്പോൾ ഇത് അവർക്ക് വന്നപ്പോൾ, ഇല ആഹിരിഹി അവർക്ക് വന്നപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ അവസാനത്തെ ആളിലേക്ക് ബദൽ ഇഷ്തിമാലാണ്. അല്ല ഇങ്ങനെയാണ്. അങ്ങ് അവർക്കൊരു ഉദാഹരണം ഉദാഹരിച്ചേ. ഇത് ജാഹ അഥവാ അത് ബദൽ ഇസ്തിമാൽ. ഇത് ജാഹ ഇല ആഖിരിഹി എന്ന് വെച്ചാൽ അവരുടെ അവസാനമല്ല. ഇത് ജാഹ ഇല ആഖിരി അതിൻ്റെ അവസാനം വരെ, അതിൻ്റെ അവസാനം വരെയുള്ളത് എന്താണ്? ബദൽ ഇസ്തിമാലാണ്. അതായത് ഇത് ജാഹൽ മുർസലൂൻ എന്ന് പറഞ്ഞല്ലോ, അത് മസലിന്നോ മറ്റെന്താണ് ബദൽ ഇസ്തിമാലായിട്ട് വെക്കാം. അപ്പോൾ അവർക്ക് എന്താണ് അസാബൽ കറിയക്ക് ഒരു ഉദാഹരണം ഉദാഹരിച്ച് അവരെ സംബന്ധിച്ചൊന്ന് ഉദാഹരിച്ചേ. അഥവാ ഇത് ജാഅൽ മുർസലൂൻ അവരിലേക്ക് അവരുടെ ദൂതന്മാർ ചെന്നപ്പോൾ എന്നർത്ഥം വരും. അത് അസാബുൽ കറിയ അസാബുൽ കറിയിൽ നിന്നാണ് ബദലാക്കേണ്ടത്. അസാബുൽ കറിയിൽ നിന്നും ബദൽ ഇസ്തിമാലാണ്. അപ്പം അതിന് പകരം താങ്കൾ ഉദാഹരിച്ചേ അസല ഒരു ഉദാഹരണം ആരെ ഉദാഹരിക്കുക? അസാബുൽ കറിയക്ക് ഇത് ജാഅൽ മുർസലൂൻ അഥവാ അവർക്ക് മുർസലീങ്ങൾ വന്ന വേള അതൊന്ന് ഉദാഹരിക്ക് പറഞ്ഞു കൊടുക്ക് എന്നൊക്കെ. മുർസലു എന്ന് വെച്ചാൽ അതായത് റുസുലു ഈസ അലൈഹി ഇസ്ലാമിൻ്റെ ദൂതന്മാരാണ്. ഈസ അലൈഹി സ്വലാം കുറച്ച് ദൂതന്മാരെ അങ്ങോട്ട് വിട്ടായിരുന്നു. ആ സന്ദർഭം ഒന്ന് പറയാനാണ്. ഇത് അർസൽനാ ഇലൈഹിം നാം അയച്ചപ്പോൾ ഇലയും അവരിലേക്ക് ഇസ്നൈൻ രണ്ടാൾ, അതായത് ഈസ അലൈഹി സ്വലാം മുഖേനാണ് അയച്ചത്. ഈസ അലൈഹി സ്വലാം പറഞ്ഞു, അതൊക്കെ അള്ളാൻ്റെ തീരുമാനമാണല്ലോ. രണ്ടാളുകൾ അയച്ച് ഫഖദബൂഹും അങ്ങനെ ഇന്താക്കിയ എന്ന സ്ഥലത്തുള്ള ആളുകൾ ആ രണ്ടാളുകളെയും കളവാക്കിയോ നിങ്ങൾ പറയുന്ന കളവാണെന്ന് പറഞ്ഞു. ഇല ആഖിരിഹി അതിൻ്റെ അവസാനം വരെ, അതായത് ഇസ്നൈനി ഫഖദബൂഹുമ ഫഅദദ്നാ ബിസാലിസിൻ ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ എന്ന് പറഞ്ഞില്ലേ, അതുവരെയുള്ളത് ബദലും ഇത് എന്നതിൽ നിന്നും ബദലാണ്. ഇത് അർസല്ല എന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ ഇത് എന്നതിൽ നിന്നും ബദലായിട്ടുള്ളതാണ് ഈ ഫഖദബൂഹുമ തൊട്ട് ഇങ്ങനെ അവസാനം വരെ. അല്ല ഇതിൽ ഒന്നാമത്തെ ഇതാണ് ഈ അസ്ഹാബൽ ഖറിയത്തി ഇത് ജാഅൽ മുർസലും പറഞ്ഞില്ലേ, അവിടുത്തെ ഇത് എന്നതിൽ നിന്ന് ബദലാണ് ഏത്? ഇത് അർസൽനാ ഇലൈഹി മുസ്ലിം ഫഖദബൂഹുമാ ഫഅസസ്നാ ബിസാലിസിൻ ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ എന്ന് പറഞ്ഞ ആ ടോട്ടൽ അതിൻ്റെ അവസാനം വരെ ആ ടോട്ടല് ആദ്യത്തെ ഇതില്ലേ, അതായത് ഇത് ജാഅൽ മുർസലൂൻ എന്നതിലുള്ള ഇതിൽ നിന്ന് ബദലാണ്. അതായത് ഇങ്ങനെ അർത്ഥം വരും, ഇത് ജാഅൽ മുർസലൂൻ അവർക്ക് മുർസലീങ്ങൾ വന്ന സമയം, അഥവാ ഏത് സമയം? മുർസലീങ്ങൾ വന്ന സമയം എന്ന് വെച്ചാൽ ഏത് സമയം? ഇത് എന്ന് വെച്ചാൽ സമയമാണല്ലോ. അപ്പോൾ ഇതിൽ നിന്നുള്ള ബദലാണ് ഈ രണ്ടാമത്തെ ആയത്ത്. ഫഅസസ്ന നാം അങ്ങനെ ശക്തിപ്പെടുത്തി ബിത്തഖ്ഫീഫി വതശ്ദീദി. ഫഅസസ്ന എന്നുണ്ട് ഫഅസസ്ന എന്നുണ്ട്. ഖവ്വൈനൽ ഇസ്നൈൻ ഈ രണ്ടാളുകൾക്ക് ശക്തി പകർന്നു. ബിസാലിസിൻ മൂന്നാമത് ഒരാളെയും കൊണ്ട് മൂന്നാമത് വേറൊരാളെയും കൂടെ അയച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് പറഞ്ഞു ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു ഇന്നാ ഇലൈക്കും മുർസലൂൻ നിശ്ചയം നമ്മൾ നിങ്ങളിലേക്കുള്ള അയക്കപ്പെട്ട ആളുകളാണ്. ഖാലു അവർ പറഞ്ഞ് ജനങ്ങൾ പറഞ്ഞ് മാ അന്തും നിങ്ങളല്ല ഇല്ലാ ബശറും മിസ്ലും നമ്മളെ പോലെയുള്ള ആളുകളല്ലാതെ അല്ല, മനുഷ്യന്മാരല്ലാതെ അല്ല. ഓമാ അൻസല റഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടില്ല, മനുഷ്യയിൽ ഒന്നും ഇറക്കിയിട്ടില്ല. ഇൻ അന്തും ഇല്ലാത്ത നിങ്ങൾ കളവ് പറയുന്നവരല്ലാതെ അല്ല, നിങ്ങൾ കളവ് പറയുക മാത്രമാണ് ചെയ്യുന്നത്. കാലു അപ്പോൾ ഈ മുർസലീങ്ങളായ മൂന്നാളുകൾ പറഞ്ഞ് റബ്ബുന ഞങ്ങളുടെ റബ്ബാകുന്നത് യഅലമു അറിയും. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജാരിൻ മജറൽ കസമി, ജാരിൻ അത് നടക്കുന്നതാണ് മജറൽ കസമി നടക്കുന്ന സ്ഥാനത്ത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞ കസമിൻ്റെ അർത്ഥത്തിൽ അതായത് കാട് ഞങ്ങളുടെ റബ്ബ് അറിയുന്ന വെച്ചാൽ വല്ലാഹി സത്യം ഇതാണെന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഒരു കസമിൻ്റെ സ്ഥാനത്ത് നടക്കുന്നുണ്ട്. വസീദ വർദ്ധിപ്പിക്കപ്പെട്ടു. എന്ത് വസീദ തഅ്കീദ് വർദ്ധിപ്പിക്കപ്പെട്ടു ബിഹി അതിനോടുകൂടി, അതിൻ്റെ കൂടെ തഅ്കീദും കൂടി ഉണ്ട്. എവിടെ? അബുനാലും ഇന്നാ ഇലൈക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, ബില്ലാമി തഅ്കീദ് വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ തഅ്കീദ് വന്നിട്ടുണ്ട്. ബിഹി എന്ന് വെച്ചാൽ വസീദ തഅ്കീദ് വർദ്ധിപ്പിക്കപ്പെട്ടു ബിഹി
ഏതുകൊണ്ട്? ഈ കസമ് കൊണ്ട്. കസമിൻ്റെ അതിലേതിൽ നടക്കാന്ന് പറഞ്ഞില്ല, റബ്ബുന ഞങ്ങളുടെ റബ്ബാണ് സത്യം, അവൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊരു തൗക്കീദ് വർദ്ധിപ്പിക്കപ്പെട്ടു. പിന്നെ അബിൽ ലാമി, ലാമ് കൊണ്ടു. ലാമ എവിടെയാന്ന്? അലാമ കബലഹു, അതിൻ്റെ മുമ്പുള്ളതിൻ്റെ മേലെ, അതിൻ്റെ മുമ്പുള്ളതിനേക്കാൾ വർദ്ധിപ്പിക്കപ്പെട്ടു. അപ്പം ഇതുകൊണ്ടും ലാമ് കൊണ്ടും തഅ്കീദ് വർദ്ധിപ്പിക്കപ്പെട്ടു. വസീദ തഅ്കീദു, തഅ്കീദ് വർദ്ധിപ്പിക്കപ്പെട്ടു. ബിഹി, ഈ കസമിൻ്റെ സ്ഥാനത്ത് നടക്കുന്ന ഇതുകൊണ്ടും. പിന്നെ ഒബിൽ ലാമ്, ലാമ് കൊണ്ട്. ലാമ് എവിടെയാണ്? ഇന്ന ഇലൈക്കും ലമുർസലും അല്ലേ? ആ ലാമ് കൊണ്ടും തഅ്കീദ് വർദ്ധിപ്പിക്കപ്പെട്ടു. എന്തിനേക്കാൾ? അലാമ കബല, ഇതിൻ്റെ മുമ്പുള്ളതിനേക്കാൾ. അവിടെ എന്താ പറഞ്ഞു? ഇന്ന ഇലൈക്കും മുർസലു എന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ റബ്ബുനായ ആലമൊന്നും ഇല്ല, മുർസലൊന്നും ഇല്ല. അപ്പോൾ അവിടെ ഉള്ള തഅ്കീദെല്ലാം എവിടെ ഉണ്ട്? അതിൻ്റെ പുറമെ രണ്ട് തഅ്കീദും കൂടെ എവിടെ എന്തായിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. ഒന്ന് കസമിൻ്റെ ആ സ്ഥാനത്ത് നടന്നുകൊണ്ടും പിന്നെ ബില്ലാമി, ലാമ കൊണ്ടും. അതിന് അങ്ങനെ ആക്കിയത് അതിൽ ജിയാത്തിൽ ഇൻകാറിൻ്റെ വർധനവ് കാരണത്താലാണ്. ആദ്യം ഇവരെന്ത് പറഞ്ഞു? ഇവർ അംഗീകരിച്ചില്ല. രണ്ടാമതെന്ത് പറഞ്ഞ്? നിങ്ങൾ കളവാ പറയുന്നെന്ന് പറഞ്ഞു ഈ ജനങ്ങൾ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പം ഇവർ അംഗീകരിക്കാത്തത് ഒന്നും കൂടെ ശക്തിപ്പെടുത്തി പറഞ്ഞു, ഇന്ന ഇലൈക്കും ലമുർസൽ. എന്നിട്ട് അതുപോലെ റബ്ബുന യാലും അങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്തി. അപ്പം അങ്ങനെയാണല്ലോ, നിഷേധം കൂടുന്നതനുസരിച്ച് സംസാരത്തിലും ഊന്നലും കൂട്ടണം, തഅ്കീദ് കൂട്ടണം. പിന്നെ ഒമ അലൈന, ഇന്ന നിശ്ചയം ഞങ്ങൾ ഇലൈക്കും നിങ്ങളിലേക്ക് ലമുർസലും അയക്കപ്പെട്ടവർ തന്നെയാണ്. ഒമ അലൈന, നമ്മുടെ മേലില്ല, ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനം മാത്രമല്ലാതെ, പ്രബോധനം അല്ലാതെ ഇല്ല, അത് മാത്രമാണ് ബലാഗ് എന്ന് വെച്ചാൽ തബ്ലീഗ്, പ്രബോധനം. ആ തബ്ലീഗ് കണ്ടോ? അൽ ബയ്യിന, വ്യക്തമായ, അല്ലാഹു പ്രകടമായ, ബിൽ അദില്ലത്തിൽ വാദിഹ, വ്യക്തമായ തെളിവുകൾ കൊണ്ടുള്ള, വഹിയ അതേതാണ് വ്യക്തമായ തെളിവുകൾ? ഇബ്രാഹിൽ അക്മഹി, ഈ വെള്ളപ്പാണ്ടുകാരൻ അല്ലേ? അല്ല, അക്മഹ് എന്ന് വെച്ചാൽ കുഷ്ഠരോഗി, അബ്രസ്. അപ്പോൾ അതെന്തിനാണ്? വഹി, അത് ഇബ്രാവുൽ അക്മഹി, അക്മഹ് എന്ന് വെച്ചാൽ അന്ധനെ സുഖപ്പെടുത്തി കൊടുക്കുക. വല്ല അബ്രസി, വെള്ളപ്പാണ്ടുകാരനും സുഖപ്പെടുത്തി കൊടുക്കുക. വൽ മരീദ്, രോഗം സുഖപ്പെടുത്തി കൊടുക്കുക. വൈഹാൽ മയ്യത്ത്, മരിച്ച ആളെ ജീവിപ്പിക്കുക. അതൊക്കെ എന്താണ്? വലിയ വലിയ ദൃഷ്ടാന്തങ്ങളല്ലേ? അതൊക്കെ തെളിവുകളല്ലേ? ആ തെളിവുകൾ മുഖേനയുള്ള വ്യക്തമായ പ്രബോധനമാണിത്. കാലു, അവർ പറഞ്ഞു ഇന്നാ തത്തയ്യർന, ഈ ജനങ്ങൾ പറഞ്ഞു, ഈ വന്ന മുസ്ലിങ്ങൾ പറഞ്ഞു ഇന്നാ തത്തയ്യർന, ഞങ്ങൾ ഒരു അശുഭ ലക്ഷണം കാണുന്നുണ്ട്, മോശം ലക്ഷണം കാണുന്നുണ്ട്. തശാമുന, ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തശാംന, ഞങ്ങൾ ഒരു മോശം ലക്ഷണം കാണുന്നുണ്ട്. മാതിയാണ് തശാ അമ്ന എന്നുള്ളത്. ബിക്കും, നിങ്ങളെ കൊണ്ട്. അതായത് നിങ്ങളിൽ എന്തോ ഒരു ദുർലക്ഷണം നമ്മൾ കാണുന്നുണ്ട്. ലിങ്കിത്ത ഇൽ മത്തരി, മഴ മുറിഞ്ഞു പോയത് കാരണത്താൽ. എന്നാ ഞങ്ങളെ തൊട്ട് ബിസാബിക്ക്, നിങ്ങളുടെ കാരണത്താൽ. ലൈൻ, ലാമു കസമാണ്. ലൈൻ എന്നുള്ളതിൽ ലാമു കസമാണ്, സത്യമായിട്ട്. അപ്പോൾ വല്ലാഹി ലൈൻ ലം യന്തഹു, നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല, തന്തഹു, നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ, വല്ലാഹി നിങ്ങളെങ്ങാനും നിർത്തുന്നില്ലെങ്കിൽ, ലനർജുമന്നക്കും, നമ്മൾ നിങ്ങളെ എറിയുക തന്നെ ചെയ്യും, ബിൽഹിജാറത്തി, കല്ലുകൊണ്ട്. വല യമസ്സന്നക്കും, നിങ്ങൾക്ക് ബാധിക്കുക തന്നെ ചെയ്യും. പിന്നെ ഞങ്ങളിൽ നിന്നും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ. മുഅ്ലമുൻ, ശിക്ഷയ്ക്ക് തന്നെ വേദന ഉണ്ടാവും, അത്രയും വലിയ ശിക്ഷ ഉണ്ടാവുന്നു. കാലു, അവർ പറഞ്ഞ്, ഈ മുർസലീങ്ങൾ ഇവരോട് തിരിച്ചു പറയാണ്, താഇറുക്കും ഷുമുക്കും, നിങ്ങളുടെ ആ പക്ഷി ലക്ഷണം ഉണ്ടല്ലോ, നിങ്ങളുടെ ആ രണ്ടർത്ഥം ഉണ്ട്, അശുഭ ലക്ഷണം, പക്ഷി ലക്ഷണം, അത് മാക്കും നിങ്ങളോടൊപ്പം തന്നെയാണുള്ളത്. എന്ന് വെച്ചാൽ ഹംസത്തുൽ ഇസ്തിഫാം, ഒന്നാമത്തെ ഹംസ ചോദ്യത്തിനുള്ള ഇസ്തിഫാമിൻ്റെ ഹംസയാണ്, ചോദ്യത്തിൻ്റെ ഹംസയാണ്. ദഖലത്ത്, പ്രവേശിച്ചു, അല ഇനി ഷർത്തിയത്തായിട്ടുള്ള ഇന്നിൻ്റെ മേലെ പ്രവേശിച്ചു. അപ്പം ഇൻ ദുഃഖിരുത്തുന്നാണ്, നിങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നില്ലേ? ഉപദേശം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്നാണ്. ഉപദേശം നിങ്ങളെങ്ങാനും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ജവാബ് കളയപ്പെട്ടതാണ്. അപ്പം വഫി ഹംസത്തിഹ, അപ്പോൾ ഈ ഇന്നിലുള്ള ഹംസയില്ലേ, അതിൽ ഹക്കീക്കും ഉണ്ട്, തസ്ഹീലും ഉണ്ട്. പിന്നെ അങ്ങനെ അപ്പം എന്തുണ്ടാവും? ഇൻ എന്നുണ്ടാവും ഖിറാഅത്ത്, ഇൻ എന്നുണ്ടാവും. പിന്നെ വൈദ്ഹാലി അലിഫി ബൈനഹ, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? അലിഫിനെ പ്രവേശിപ്പിച്ചിട്ട് ഖിറാഅത്ത് ഉണ്ട്. ഈ വജിഹ, അതിൻ്റെ ഏതെങ്കിലും ഒരു രൂപത്തിലൂടെ. അപ്പോൾ ബൈന ലുഹറ, മറ്റേതിൻ്റെ ഇടയിൽ, മറ്റേന്ന് വെച്ചാൽ ആദ്യത്തെ പിന്നെ രണ്ടാമത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഒന്നും കൂടെ വൈദ്ഹാലി അലിഫി ബൈനഹ, ഒരു അലിഫിനെ പ്രവേശിപ്പിക്കുക, ബൈനഹ അതിൻ്റെ ഇടയിൽ, ഏതിൻ്റെ? ഈ രണ്ടാമത്തെ ഹംസയുടെ ഇടയിൽ. ഈ വജിഹ, അതിൻ്റെ രണ്ടാമതൊരു രൂപത്തോട് ഒന്നും കൂടെ തഹ്ഖീഖ് അല്ലെങ്കിൽ തസ്ഹീൽ. പിന്നെ ഒബൈന ലുഹറ, മറ്റേൻ്റെ ഇസ്തിഫാമിൻ്റെ ഹംസയുടെ ഇടയിൽ. അപ്പോൾ അവിടെ 2 ഖിറാഅത്ത്. അപ്പം ടോട്ടൽ 4 ഖിറാഅത്ത് വരും. ഒന്ന്
അ ഇൻ, രണ്ടാമത്തത് ഐൻ, മൂന്നാമത്തത് ആ ഇൻ, നാലാമത്തത് ആ ഇൻ. അങ്ങനെ 4 ഖിറാഅത്ത്. എന്തായാലും ഐൻ ദുഃഖിരുത്തും എന്ന് വെച്ചാൽ നിങ്ങൾ ഉപദേശം നിങ്ങൾക്കെന്ന് എന്താണ് ഉപദേശം സ്വീകരിച്ചാൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുന്നത്. ഉപദേശം സ്വീകരിച്ചാൽ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ും നിങ്ങൾ വാല് സ്വീകരിച്ചാൽ, ഹുവിഫ്തും നിങ്ങൾ പേടിപ്പിക്കപ്പെട്ടാൽ, ജവാബ് ഷർത്തി, ഷർത്തിൻ്റെ ജവാബ് മഹദൂഫും കളയപ്പെട്ടതാണ്. അതായത് തതയ്യർത്തും കഫർത്തും, ഇങ്ങനെയാണ്. നിങ്ങൾ ഉപദേശം സ്വീകരിക്കാൻ എന്താണ് നിങ്ങൾ ഇതാകുകയാണോ, നിഷേധിക്കുകയാണോ? അല്ല, നിങ്ങളെ ഉപദേശം സ്വീകരിച്ചാൽ എന്നല്ല, നിങ്ങളെ ഉപദേശിക്കപ്പെട്ടാൽ. ദുഃഖിർത്ത് വെച്ചാൽ നിങ്ങളെ ഉപദേശിക്കപ്പെട്ടാൽ, നിങ്ങൾ ഉപദേശിക്കപ്പെട്ടാൽ, ഹൂയിഫ്തും നിങ്ങളെ പേടിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണോ എന്ന്, തതയ്യർത്തും നിങ്ങൾ എന്നിട്ട് അവലക്ഷണം ഉണ്ട് എന്ന് പറയുകയാണോ എന്ന്, വക്കഫർത്ത് നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണോ എന്ന്. അപ്പോൾ ഒരു പേടിപ്പിക്കൽ ജവാബ് കളഞ്ഞാണ്. അയിൻ ദുഃഖിർത്തും നിങ്ങളോടെങ്ങാനും ഉപദേശം നൽകപ്പെട്ടാൽ നിങ്ങൾ സത്യനിഷേധം വെച്ച് പുലർത്തുകയാണോ? ഇസ്തിഫാമിൻ്റെ ഹംസയല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ അശുഭലക്ഷണം പശുലക്ഷണം നോക്കുകയാണോ? അങ്ങനെ പശുലക്ഷണം ഉണ്ടെന്ന് പറയുകയാണോ? ബഹുവ അത് മഹലുൽ ഇസ്തിഫാമിൻ്റെ മഹലാണ്. പക്ഷേ വൽ മുറാദ് ബിഹി അതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്ന തൗബീഹ്, പേടിപ്പിക്കലാണ്. അങ്ങനെ ആക്കാണോ എന്ന് ചോദിക്കുകയാണ്. ബൽ അല്ലല്ല, അന്തും നിങ്ങൾ ഖൗമും മുസ്ലിമും, നിങ്ങളെന്താണ് മുസ്ലിമീങ്ങളായ പരിധി വിട്ട സമൂഹമാണ്. മുതജാവിസൂന ഹദ്ദ, പരിധിയെ വിട്ടവരാണ്. ബിശിർക്കും നിങ്ങൾ ശിർക്ക് ചെയ്യലുകൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. وجاء من أقصى المدينة رجل يسعى. വജാഅ വന്നു, മിൻ അഖ്സൽ മദീനത്തി പട്ടണത്തിൻ്റെ അങ്ങേ തലയിൽ നിന്ന്, റജുലുൻ ഒരാൾ, ഹുവ അതാരാണ്, ഹബീബുൻ നജ്ജാർ എന്ന മഹാനാണ്. കാന അദ്ദേഹം ആയിരുന്നു, ഖദ് ആമന വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, ബിറുസുലി മുർസലീങ്ങളെ കൊണ്ട്. മൻസിലുഹു അദ്ദേഹത്തിൻ്റെ വീടോ ബി അഖ്സൽ ബലദി നാടിൻ്റെ അങ്ങേയറ്റത്തായിരുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ വജാഅ മിൻ അഖ്സൽ മദീന എന്ന് പറഞ്ഞു. അദ്ദേഹം ഏത് നിലയ്ക്കാണ് വന്നത്? നല്ല യത്നിക്കുന്നവനായിട്ട് പരിശ്രമിക്കുന്നവരായിട്ടാണ് വന്നത്. യഷ്തദ്ദു അദ്വ എന്ന് ചില ഹിർസ താല്പര്യത്താൽ ശക്തമായവരായിട്ടാണ് വന്നത്. എപ്പോൾ ലമ്മ സമിഅ അദ്ദേഹം കേട്ടപ്പോൾ, ബിതക്വീബിൽ ഖൗമി തൻ്റെ സമൂഹം കളവാക്കുന്നത് കേട്ടപ്പോൾ, അറുസുല മുർസലീങ്ങളൊക്കെ കള്ളന്മാരാന്ന് ഇവർ പറയുന്നത്. അപ്പം അത് കേട്ടപ്പോൾ വല്ലാത്ത ഇതായി. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, യാക്കവും എൻ്റെ സമൂഹമേ, ഇത്തബിയോ നിങ്ങൾ പിൻപറ്റിക്കൂ, അൽ മുർസലീങ്ങളെ അയക്കപ്പെട്ട ദൂതന്മാരെ. ഇത്തബിയോ നിങ്ങൾ പിൻപറ്റ്, തഅക്കീദാണ്. ഒന്നും കൂടെ പറഞ്ഞിട്ട് തഅക്കീദിൽ അവല് ഒന്നാമത്തെ ഇത്തബിക്ക് തഅക്കീദായിട്ട് വന്നതാണ്. ഇത്തബി നിങ്ങൾ പിൻപറ്റ്, ഒരുത്തരെ ലാ യസ്അലുക്കും അവർ നിങ്ങളോട് ചോദിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരുത്തരെ, ചോദിക്കാത്തവരെ, അജ്റൻ ഒരു പ്രതിഫലവും, അലാ റിസാലത്തിഹി അവരുടെ ദൗത്യ നിർവഹണത്തിൻ്റെ അവരുടെ ഈ സന്ദേശം എത്തിച്ചേരലിൻ്റെ മേലെ ഒരു പ്രതിഫലം അവർ ചോദിക്കുന്നില്ലല്ലോ, അങ്ങനെയുള്ള നിങ്ങൾ പിൻപറ്റിക്കോ. വഹും മുഹ്തദുൻ അവർ സന്മാർഗം സിദ്ധിച്ചവരാണ്. ഫഖീല ലഹു അങ്ങനെ അദ്ദേഹത്തോട് പറയപ്പെട്ടു, അന്ത അലാ ദീനിഹിം നീ അവരുടെ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട അന്ത അലാ ദീനിഹിം നീ അവരുടെ ദീനിലാണുള്ളത്. ഫഖാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വമാലി എനിക്കെന്താ ഉള്ളത്, എനിക്കെന്തേ പ്രശ്നം, ലാ അഅ്ബുദു ഞാൻ ആരാധിക്കാതിരിക്കാൻ, അല്ലദീ ഫത്തർനി എന്നെ സൃഷ്ടിച്ച യാതൊരുവനെ, ഖലഖനി എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കുക, എനിക്കെന്താ കുഴപ്പം, എനിക്കെന്തേ തടസ്സമുള്ളത്? അതായത് എനിക്കെന്താ തടസ്സമുള്ളതെന്ന് വെച്ചാൽ, ലാ മാനി അലി എനിക്കൊരു തടസ്സവുമില്ല, മിൻ ഇബാദത്തിഹി അവന് ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട്. എങ്ങനെയുള്ള ഇബാദത്താണ്? അൽ മൗജൂദി ഉണ്ട്, മുഖ്തലിഹ ആ ഇബാദത്തിനെ തേടുന്ന ഒരു ഘടകമുണ്ട്. അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി തേടുന്ന ഒരു ഘടകം എന്താണ്? അള്ളാഹുവിനെ ഇദ്ദേഹത്തെ സൃഷ്ടിച്ചു എന്നതാണ്. അപ്പം അങ്ങനെ ഒരു സംഗതി ഉള്ളതോടുകൂടി എനിക്കെന്താ ഒരു തടസ്സമുള്ളത്? വാന്തും നിങ്ങളും കഥാലിക്ക് എന്നെ പോലെ തന്നെയാണ്. നിങ്ങളെ സൃഷ്ടിച്ച് വേറെ ആയിരുന്നല്ല, അള്ളയാണ് സൃഷ്ടിച്ച് അവൻ ആരാധിക്കാനാണ് പറഞ്ഞത്. വൈലേഹി തുറച്ചവൻ അവനിലേക്ക് മാത്രമാണ് നിങ്ങൾ മടക്കപ്പെടുക. ബാദൽ മൗത്തി മരണശേഷം ഈ ജാസിക്കും അങ്ങനെ അവൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഈ കുഫ്രിക്കും നിങ്ങളുടെ കുഫറിന് സത്യനിഷേധത്തിന് പകരമായിട്ട്. അത്തഹിദു ഞാൻ സ്വീകരിക്കുകയോ, ഞാൻ സ്വീകരിക്കുകയോ, ഫിൽ ഹംസത്തൈനി രണ്ട് ഹംസയില്ല അത്തഹിദിലൂടെ, മിൻഹു അതിൽ നിന്നുള്ള അത്തഹിദ് എന്നുള്ള ലഫിൽ നിന്നുള്ള അത് ആ രണ്ട് ഹംസയിലും ഉണ്ട്. ഒരു കാര്യം തഖദ്ദമ മുമ്പ് കഴിഞ്ഞ്, ഫി അന്തർത്തഹും അന്തർത്തഹമുള്ള രണ്ട് ഹംസയിൽ കഴിഞ്ഞ ഒരു കാര്യം ഇവിടെ ഉണ്ട്. അതായത് അവിടെ 4 ഖിറാഅത്തുണ്ട് എന്ന് പറഞ്ഞു, ഇവിടെ എന്തുണ്ട് 4 ഖിറാഅത്തുണ്ട്. സംഗതി അവിടെ ശരിക്കും 5 ഖിറാഅത്തുണ്ട്. മറപ്പെട്ട ഇമാം നമ്മുടെ മുഫസ്സിർ 4 പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും 5 ഉണ്ട് എന്നുള്ള അഭിപ്രായം. ഇവിടെ എന്തുണ്ട് വരുന്നുണ്ട് 5 ഉണ്ട്.
വഹുവ അത് ഇസ്തിഫാം ഏത് ഈ അത്തഹദ് എന്നുള്ളത് എന്താണ് സംഗതി ഇസ്തിഫാം ആണെങ്കിൽ വിമാന നഫിയുടെ അർത്ഥത്തിലാണ് ഞാൻ സ്വീകരിക്കുക എന്ന് വെച്ചാൽ ഞാൻ സ്വീകരിക്കൂല എന്ന് മിൻ ദൂനിഹി അള്ളാഹുവിനെ കൂടാതായി ഗൈറ അള്ളാഹുവിനെ അല്ലാതെ ഇലാഹ ആലിഹത്തൻ ഒരു ഇലാഹിനി ഒരു ആരാധ്യന്മാരെയും അസ്നാം ഒരു വിഗ്രഹങ്ങളെയും ഈ യുരുദിനി റഹ്മാനു ഈ യുരുദിനി റഹ്മാനു എൻ്റെ റഹ്മാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ എങ്ങാനും യുരുദിനി അല്ലേ എന്നെ ഉദ്ദേശിച്ചാൽ എനിക്ക് ഉദ്ദേശിച്ചാൽ ബിളുരിൻ എന്തെങ്കിലും ഒരു ലുറ് ഉപദ്രവം കൊണ്ട് യുരുദിനി എന്ന് വെച്ചാൽ എനിക്ക് ഉദ്ദേശിച്ചാൽ ആ റഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ബിളുരി എന്തെങ്കിലും ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ ലാ തുഗ്നി അന്നി എന്നെ തൊട്ട് എന്താവില്ല ഐശ്വര്യമാക്കുകയില്ല ഷഫാഅത്തുഹും അവരുടെ ശുപാർശ എനിക്ക് യാതൊരു തരത്തിലും പര്യാപ്തമാവുകയില്ല അല്ലത്തി എങ്ങനെയുള്ള ശുപാർശയാണ് സംഗതി അങ്ങനെയൊന്നും ഇല്ല സഅംതുമൂഹ നിങ്ങൾ അതിനെന്താക്കുന്നുണ്ട് വാദിക്കുന്നുണ്ട് നമ്മുടെ വാദത്തിന് വേണ്ടി അങ്ങനെ നമ്മൾ സമ്മതിച്ചാൽ തന്നെയും ആ ശുപാർശ ഉണ്ടാവില്ല എനിക്ക് ഉപകരിക്കില്ല നമ്മുടെ വാദത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവൂലേ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം ഒരു തസ്ലീമാക്കിയിട്ട് ഷെയ്ൻ ഒരു നിലക്കും എനിക്ക് പര്യാപ്തമാവുകയില്ല എന്നെ സംരക്ഷിക്കുകയില്ല രക്ഷപ്പെടുത്തുകയുമില്ല അത് സിഫത്തു ആലിഹത്തിൻ്റെ സിഫത്താണ് ഇത് പറഞ്ഞതൊക്കെ ഇനി നിശ്ചയം ഞാൻ അപ്പോഴേക്കെന്ന് വെച്ചാൽ അതായത് ഇതൻ എന്നുള്ളത് തഅവീലിൻ്റെ ഇവതിൻ്റെ തൻവീനാണ് ഇങ്ങനെ അർത്ഥം വരും ഈ ഇൻ അബത്തു ഞാൻ ആരാധിച്ചാൽ ഗൈറല്ലാഹ് അള്ളാഹനല്ലാതെ അതായത് ഇത് അബത്തു ഗൈറല്ലാഹ് അള്ളാഹനെ അല്ലാതെ ഞാൻ ആരാധിക്കുമ്പോൾ ഞാൻ എവിടെയായിരിക്കും ലഫീ ളലാലി മുബീൻ വ്യക്തമായ വഴികേട് തന്നെയായിരിക്കും ബയ്യിൻ വ്യക്തമായ ഇനി നിശ്ചയം ഞാൻ ആമന്തു വിശ്വസിച്ചിരിക്കുന്നു ബിറബ്ബിക്കും നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് ഫസ്മഊൻ അതുകൊണ്ട് നിങ്ങൾ എന്നെ കേട്ടോ ഇനി നിശ്ചയം ഞാൻ ആമന്ത് വിറപ്പിക്കും നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു വസ്മാവുന്നു അതുകൊണ്ട് എന്നെ നിങ്ങൾ കേൾക്കുക എന്നെ ശ്രവിക്കുക ഇസ്മാഉ കൗലി എൻ്റെ ശബ്ദത്തെ നിങ്ങൾ കേൾക്കുക എൻ്റെ പറച്ചിലിന് ജമൂഹ് അങ്ങനെ അവർ അദ്ദേഹത്തെ എന്ത് ചെയ്തു എറിഞ്ഞു കൊന്നു ഫമാത്ത അങ്ങനെ എറിഞ്ഞു ഫമാത്ത അങ്ങനെ അദ്ദേഹം മരിച്ചു ബഹുമാനപ്പെട്ട ആരാണ് ബഹുമാനപ്പെട്ടവരുടെ പേര് ഹബീബുൻ നജ്ജാർ ഖീലലഹു അദ്ദേഹത്തോട് പറയപ്പെട്ടു ഇന്ത മൗതി അദ്ദേഹം മരിക്കുന്ന വേളയിൽ ഉദ്ഖുലുൽ ജന്ന താങ്കൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോ വഖീല ഒരഭിപ്രായമുണ്ട് ദഖലഹ അദ്ദേഹം സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു ഹയ്യ ജീവിച്ചവനായിരിക്കും തന്നെ പ്രവേശിച്ചു എന്നൊരു അഭിപ്രായമുണ്ട് ഖീല യാ അല്ല കാല അദ്ദേഹം പറഞ്ഞു യാ യാന്ന് വെച്ചാൽ ഹർഫ് തമ്പീഹിൻ്റെ ഹർഫാണ് ഒന്ന് ഓർത്തം എന്നൊരർത്ഥം ലൈത്ത കൗമി എൻ്റെ സമൂഹം ഞാൻ ആയിരുന്നെങ്കിൽ എന്നർത്ഥം വരും യാലൂൻ അറിഞ്ഞിരുന്നെങ്കിൽ ബിമാ ഗഫറ പുറത്തു വന്നതിനെ സംബന്ധിച്ച് പുറത്തു വന്നതിനെ പറ്റി ലി എനിക്ക് എൻ്റെ റബ്ബ് ബി ഖുർആനി അള്ളാഹുവിൻ്റെ ആ ഒരു പൊറുക്കൽ കൊണ്ട് അജാലിനി എന്നെ അവൻ ഉൾപ്പെടുത്തിയതിനെ പറ്റിയോ ആരറിഞ്ഞിരുന്നെങ്കിൽ മിനൽ മുക്രമീൻ ആദരണീയരുടെ കൂട്ടത്തിൽ ഒമാ നാഫിത്തായതാണ് ഒമാ അൻസൽന നാം ഇറക്കിയിട്ടില്ല അലാ കോമി ഹബീബുൻ നജ്ജാർ ഹബീബ് നജ്ജാറിൻ്റെ സമൂഹത്തിന് മേലെ ഇറക്കിയിട്ടില്ല മിൻബാദി അദ്ദേഹത്തിന് ശേഷം ബാദമോത്തി അദ്ദേഹത്തിന് മരണശേഷം മിൻ ജുന്ദ് ഒരു സൈന്യത്തെയും ഇറക്കിയില്ല മിനസമായ ആകാശത്തു നിന്നും അതായത് മലായിക്കത്തി മലക്കുകളെ ഇറക്കിയില്ല ലീഹിലാക്കിയും ആരെ നശിപ്പിക്കാൻ വേണ്ടി ലീഹിലാക്കി ആരെ നശിപ്പിക്കാൻ വേണ്ടി ഒമാ കുഞ്ഞാ മുൻസിലി നമ്മൾ ഇറക്കുന്നവരുമല്ല മലക്കുകളെ ലീഹിലാക്കി അഹരി ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഇന്നുവെച്ചാൽ മാ കാനത്ത് കൂബത്തുഹും അവരെ ശിക്ഷിക്കൽ അല്ല എന്തല്ലാതെ ഇല്ലാ സിഹത്തം വാഹിദ ഒരു ശക്തമായ അട്ടഹാസമല്ലാതെ അല്ല സാഹബിയും അവരെയും കൊണ്ട് അട്ടഹസിച്ചു ജിബ്രീൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെയാണ് നശിപ്പിച്ചവർ അപ്പോൾ ഇതാഹും അപ്പോഴേക്കും അവർ ഹാമിദൂൻ ശിക്ഷ എന്താണ് സാക്കിനൂൻ അനക്കമടങ്ങിയവരായി തീർന്നു അതായത് അനങ്ങാത്ത മയ്യത്തൂൻ ചത്തൊടുങ്ങിയ അനങ്ങാത്തവളായി തീർന്നു അവർ യാ ഹസ്രത്തൻ ഓ കഷ്ടമേ എന്നൊക്കെ അർത്ഥം അല്ലെങ്കിൽ ഇബാദ് അടിമകളുടെ മേലുള്ള കഷ്ടമേ ഉലായി ഏതടിമകൾ ഈ അടിമകളുടെ മേലുള്ള കഷ്ടമേ ഇത് മലക്കുകളെല്ലാം പറയുന്ന ആവാമല്ലോ വനഹബിയും ഇതുപോലുള്ളവരുടെ മേലുള്ള കഷ്ടമേ മിമ്മൻ കഥബു ഇതുപോലുള്ളവരായിരുന്നാൽ മിമ്മൻ ഒരുത്തരാൽ കഥബു റുസുല അവർ മുർസലീങ്ങളെ കളവാക്കി ഫൗഹുലിക അങ്ങനെ അക്കാരണത്താൽ അവർ നശിപ്പിക്കപ്പെട്ടു വഹിയ അത് ഷിദ്ദത്ത് തഅല്ലും വേദനയുടെ കാഠിന്യമാണ് വനിദാവുഹ ഇനി വേദന അല്ലെങ്കിൽ ഹസ്രത്തിന് അല്ലേ ഖേദം കഷ്ടത്തെ വിളിക്കൽ നിദായി ഇതില്ലേ യാ ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ നിദായി ചെയ്തല്ലോ അത് മജാസിയായ ആലങ്കാരിക പ്രയോഗമാണ് അതായത് ഹാദ കഷ്ടമേ ഹാദ ഇത്
അവൻ നിൻ്റെ സമയമാണ്, ഫഹ്ദരി അതുകൊണ്ട് നീ എന്താവുക, ഫഹ്ദരി നീ എന്താവുക, ഹാജരാവുക എന്നാണ്. ആ ഒരു രൂപത്തിൽ അങ്ങനെ പറയുന്നതാണ്. മായത്തീഹിം റസൂൽ, മായത്തീഹിം അവർക്ക് വന്നിട്ടില്ല, മിർ റസൂൽ ഒരു റസൂലും വന്നിട്ടില്ല, ഇല്ലാ കാനു ബിഹി അവർ ആ റസൂലിനെയും കൊണ്ടായിട്ടല്ലാതെ, യസ്തഹ്സിഊൻ പരിഹസിക്കുന്നവരായിട്ടല്ലാതെ. ഓരോ റസൂല് ഓരോ സമൂഹത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും അവരെ പരിഹസിക്കുകയാണ് ഈ റസൂലിനെ. മസൂഖുൻ ഈ ഒരു സംസാരം കൊണ്ടുവരപ്പെട്ടത് ലി ബയാനി സൗബിഹ അതിൻ്റെ കാരണത്തെ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ഏതിൻ്റെ കാരണത്തെ? ഈ ഖേദത്തിൻ്റെ, ഈ കഷ്ടത്തിൻ്റെ, ഹസ്രത്തിൻ്റെ കാരണത്തെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇതിനെ കൊണ്ടുവരപ്പെട്ടത്. എന്ത് കാരണം? ലിസ്റ്റിമാലിഹി ഈ കൊണ്ടുവരപ്പെട്ട സംഗതി, ഈ കൊണ്ടുവരപ്പെട്ടത് ഉൾക്കൊള്ളുന്ന കാരണത്താൽ അലസ്തിഹ്സാഇഹിം അവരെ പരിഹസിച്ചു എന്നതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. അവരുടെ പരിഹാസത്തെ. എങ്ങനെയുള്ള പരിഹാസമാണ്? അൽ മുഅദ്ദി അത് ചേർക്കും, അത് നയിക്കും, ഇലാ ഇഹ്ലാഖിഹിം അവരെ നശിപ്പിക്കുന്നതിലേക്ക്. എങ്ങനെയുള്ള നശിപ്പിക്കലാണ്? അൽ മുസബ്ബബി അൻഹു അതിനെ തൊട്ട് ഉണ്ടായിത്തീരുന്നു. അതായത് ഇഹ്ലാക്ക് നാശം എന്നുള്ളത് എന്താണ്? സബബാണ്. പിന്നെ അൽ മുസബ്ബബി അതിനെ തൊട്ട് ഉണ്ടായിത്തീരുന്ന എന്താണ്? അൽ ഹസ്രത്തു കഷ്ടമാണ്, കഷ്ടത്തരം അല്ലെങ്കിൽ നഷ്ടമാണ്. അപ്പം എന്താണ് അവരുടെ ഇസ്തിഹ്സാഇനെ ഏത് ഉൾക്കൊള്ളുന്നുണ്ട്? ഈ മസൂഖ് ഈ കൊണ്ടുവരപ്പെട്ട ഭാഗം ഈ ആയത്തിൻ്റെ ശകലം എന്താവുന്നുണ്ട്? ഉൾക്കൊള്ളുന്നുണ്ട്. അവർ പരിഹസിച്ചു എന്ന സംഗതി. എങ്ങനെയുള്ള പരിഹാസമാണ്? അൽ മുഅദ്ദി അത് ചേർക്കും, നയിക്കും, ഇലാ ഇഹ്ലാഖി ആരെ നശിപ്പിക്കുന്നതിലേക്ക്. എങ്ങനെയുള്ള നശിപ്പിക്കലാണ്? അൽ മുസബ്ബബി അതിനെ തൊട്ട് കാരണമായിട്ടുണ്ടാകും അൽ ഹസ്രത്തു ഖേദം. കാരണം ആദ്യം ഇസ്തിഹ്സാ ഉണ്ടാകുന്നു ഇവരുടെ ഭാഗത്തു നിന്നും, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുന്നു, അങ്ങനെ അതോടുകൂടി ഖേദം അല്ലെങ്കിൽ കഷ്ടത്തരം ഉണ്ടായിത്തീരുന്നു, ഹസ്രത്ത് ഉണ്ടായിത്തീരുന്നു. അലം യറവും അവർ കണ്ടില്ലേ? ഏതായത് അഹ്ലു മക്ക നിവാസികൾ കണ്ടില്ലേ? അൽ ഖായിലൂന പറയുന്നവർ ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലസ്ത മുർസല താങ്കൾ ഒരു ദൂതനല്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ കണ്ടില്ലേ? ഒരു ഇസ്തിഫാം എടുത്ത് ഇസ്തിഫാമിൽ തക്രീറിന് വേണ്ടിയാണ്, അതായത് കണ്ടു എന്ന്. അതായത് അലിമും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത്? കം അത് ഖബരിയത്താണ്, എത്രയാണെന്ന്. കം ഖബരിയ ആണ്, അല്ലാതെ ഇസ്തിഫാമി അല്ല. ചോദ്യം ചോദിക്കുന്നതല്ല, പറയലാണ്, മറുപടി സംഗതി പറയലാണ്, വർത്താനം അറിയിക്കലാണ്. ബിമാന കസീർ വർത്തമാനം അറിയിക്കൽ എന്നല്ല, എത്രയാണ് എന്നുള്ള ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ ബിമാന കസീറ എന്ന അർത്ഥത്തിൽ, കസീറ എന്ന അർത്ഥമാണ് വരിക. കസീറ എന്ന് വരുമ്പോൾ എന്താണ്? എന്തിൻ്റെ ഒരു മഫ്ഊലാണ് എന്നുള്ളതിൽ വരുന്നില്ല. നോക്കാം, അത് മഅമൂലത്തുൻ ലിമാ ബഅദഹ അല്ലെങ്കിൽ മഅമൂലത്തൻ ലിമാ ബഅദഹ അതിന് ശേഷമുള്ള ഒന്നിൻ്റെ മഅമൂലായ നിലക്കാണ് കമ്മുള്ളത്. മഅമൂലത്തൻ ഒരു മഅമൂലത്തായിട്ടാണ്, ലിമാ ബഅദഹ അതിന് ശേഷമുള്ളതിന്, അതായത് അഹ്ലക്ന എന്നതിനാണ്. അപ്പോൾ അഹ്ലക്ന കന്നാണ് സംഗതി വരുന്നത്. അഹ്ലക്ന നാം നശിപ്പിച്ച കം എത്ര എണ്ണത്തിനെയാണ് നാം നശിപ്പിച്ചതെന്ന്. അപ്പോൾ അഹ്ലക്നയുടെ ഒരു മഅമൂലാണത്. അതേസമയം എന്താണ്? മുതഅല്ലിഖത അത് തന്നെ ബന്ധപ്പെടുന്ന നിലക്ക് ലിമാ ഖബല അതിൻ്റെ മുമ്പുള്ളതിനോട്. അപ്പോൾ അതിൻ്റെ താല്ലുക്ക് മുമ്പുള്ളതിനോടാണ്. അതിൽ അമലിനെ തൊട്ട് അമലുപരമായിട്ടുള്ള ബന്ധം മുമ്പിലുള്ളതാണ്. എങ്ങനെയാണ്? അലം യറവു എത്ര എണ്ണത്തിന് അല്ല അവർ കണ്ടില്ലേ എത്ര എണ്ണത്തിനെയാണ് നശിപ്പിച്ചതെന്ന്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? യറവിനോടാണ് ബന്ധം. എന്തിന്? കമ്മിന്. അവർ കണ്ടില്ലേ എത്ര എണ്ണത്തിന് നശിപ്പിച്ചു. പിന്നെ അഹ്ലക്ന എന്ന് നോക്കുമ്പോൾ എന്താണ്? അഹ്ലക്നയുടെ മാമൂലതാണ് കമ്മാണ്. അപ്പം മാമൂലത്ത് എന്തിൻ്റെയാണ്? ശേഷമുള്ളതിനാണ് മുഅല്ലിഖത്ത് മുത്തല്ലിഖത്ത് അല്ല, മുഅല്ലിഖത്ത് എന്തിനാണ്? ബന്ധിപ്പിക്കുന്ന എന്തിനാണ്? ആ മുമ്പുള്ള അലം യറവ് എന്നതിനാണ്. അപ്പോൾ വൽമാന ഇവിടുത്തെ അർത്ഥം എന്താണ്? അന്ന അഹ്ലക്ന ഖബലഹും കസീറാൻ. അന്ന നിശ്ചയം നമ്മൾ അഹ്ലക്ന നശിപ്പിച്ചിട്ടുണ്ട് ഖബലഹും അവർക്ക് മുമ്പ് കസീർ ഒരുപാട് ആളുകൾ, മിനൽ ഖുറൂൻ ഒരുപാട് എണ്ണത്തിന്, ഒരുപാട് എണ്ണം എന്തിനാ? മിനൽ ഖുറൂനിൽ അൽ ഉമമി അല്ലെ സമൂഹങ്ങൾ, ഒരുപാട് സമൂഹങ്ങൾ. അന്നഹും അവർ, അതായത് അയിൽ മുഹലക്കീന ആ നശിപ്പിക്കപ്പെട്ടവർ, ഇലൈഹിം അയിൽ മുക്കദ്ദീബീന ഇപ്പം നിലവിൽ കളവാക്കുന്ന ആളുകളില്ലേ, അതായത് പണ്ട് നശിപ്പിക്കപ്പെട്ട ആളുകൾ ഇപ്പം നബിയെ കളവാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിലേക്ക് എന്താവൂല? ലായർജുന അവർ മടങ്ങൂല. അഫല യഅ്തബിറൂന നബിഹിം നിങ്ങൾ അവരെയും കൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നില്ല? അവർക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരുമെന്നുള്ളതിൽ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? വന്നഹും അവരിങ്ങനെയൊക്കെ ആയിരുന്നു എന്നതുകൊണ്ട് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ല. എന്ന് വെച്ചാൽ ഇലാഹിരിഹി അവരിങ്ങനെയൊക്കെ ആയിരുന്നു എന്നതുകൊണ്ട് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? അത് ബദലുൻ മിമ്മാ ഖബലഹു അത് ബദലാണ് മിമ്മാ ഖബലഹു അതിൻ്റെ മുമ്പുള്ള ഒന്നിൽ നിന്നുള്ള. ബിരി ആയത്തിൽ മാനൽ മദ്കൂരി അപ്പം ബദൽ അങ്ങനെ ആക്കുന്നതെന്ന്. ബിഹി എന്ന് പറഞ്ഞിട്ട് വാന്നവും ഇങ്ങനെ എന്ന് പറയുന്നത് അത് ബിരി ആയത്തിൽ മാനിൽ മസ്കൂരെ പറയപ്പെട്ട അർത്ഥത്തെ പരിഗണിച്ചുകൊണ്ടാണ്. വൈൻ ഇവിടുത്തെ ഇന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. وإن كل لما جميع لدينا محضرون. വൈൻ നാഫിയത്താണ് ഔ മുഖഫത്ത് അല്ലെങ്കിൽ മുഖഫത്താണ്. നാഫിയത്ത് എന്ന് പറയുമ്പം അല്ല എന്നർത്ഥം കിട്ടും, മായുടെ അർത്ഥം. മുഖഫത്താകുമ്പോൾ ഇന്നയുടെ അർത്ഥമാണ് തീർച്ചയായും ഉണ്ടാകും. പക്ഷേ അതിനെ തഖ്ഫീഫാക്കി
ഇങ്ങനെ ബൈത്തുണ്ടല്ലോ, എന്ന് പറഞ്ഞിട്ട്. അതായത് ഇന്ന് തഖ്ഫീഫ് ആക്കപ്പെട്ടാൽ അതിൻ്റെ അമല് കുറയൽ ഫഖല്ലൽ അമൽ ചെയ്യലെന്താണ് കുറവാണ്. അതാണ് വൈൻ കുല്ലുൻ എന്നിട്ട് ലമ്മ ജമീഉല്ലദൈന എന്ന് വരും. വൈൻ കുല്ലുൽ ലമ എന്നായിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് തഖ്ഫീഫ് ആക്കപ്പെട്ട ഇൻ ആണ് ഉള്ളതെങ്കിൽ, അതായത് ഇന്നയിൽ നിന്നും രൂപാന്തരപ്പെട്ടിട്ട് ഇൻ ആയി തീരുന്നതാണെങ്കിൽ അവിടെ അമല് ചെയ്യൽ എന്താണ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുല്ലൻ എന്ന് വായിക്കാതെ കുല്ലുൻ എന്നാണ് ഖിറാഅത്തുള്ളത്. എന്നിട്ട് ലമ എന്നാണ് അവിടെ ഉണ്ടാവുക. ലമ അവിടുത്തെ ലാമ് എന്തായിരിക്കും? ഫാരിക്കത്തായ ലാമെന്നും മായനെ പറ്റി സായിൽത്തായ മാ എന്നും പറയും. അപ്പോൾ അതിന് അർത്ഥം ഉണ്ടാവില്ല. ലായ്ക്ക് അർത്ഥം ഉണ്ടാവില്ല, മായന് അർത്ഥം ഉണ്ടാവില്ല. ഫാരിക്കത്തായ മാന്ന് വെച്ചാൽ ലാമെന്ന് വെച്ചാൽ അത് തഖ്ഫീഫ് ആക്കപ്പെട്ട ഇന്നാണ്, അല്ലാതെ എന്തല്ല നാഫിത്തായ ഇന്നല്ല. അപ്പം നാഫിത്തായ ഇന്നെ തൊട്ട് ഇതിനെ വേർതിരിക്കുന്ന ഈ മുഖഫത്തായ ഇന്നെ വേർതിരിക്കുന്ന സാധനമാണ് ലാം. പിന്നെ അതിൻ്റെ കൂടെയുള്ള മാ എന്തായിരിക്കും? സായിദ് ആയിരിക്കും. പിന്നെ ആ മാ എന്താണ്? മുശദ്ദത്തും ആയിരിക്കില്ല, അതും തഖ്ഫീഫ് ആക്കപ്പെട്ടായിരിക്കും. ഈ തീർച്ചയായും എന്ന അർത്ഥത്തിലാണുള്ളതെങ്കിൽ. ഇനി വൈൻ നാഫിയത്താണെങ്കിലോ, അങ്ങനെയെങ്കിൽ ലമ്മ എന്നായിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ കുല്ലിന് പിന്നെ എന്തായാലും നസ്ബ ഉണ്ടാവില്ല, ആ ചർച്ചയില്ല. പിന്നെ അവിടെ ലമ്മ ആയിരിക്കും. നാഫിയത്തായ ഇന്നാണെങ്കിൽ അവിടെ ലമ്മ എന്നാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ലമ്മയുടെ അർത്ഥം ഇല്ല എന്നായിരിക്കും അർത്ഥം ഉണ്ടാവുക. അപ്പോൾ അല്ലാതെ അല്ല എന്ന് വെച്ചാൽ തീർച്ചയായും ആണ്. അപ്പോൾ ഏത് ഖിറാഅത്തിലാണെങ്കിലും അർത്ഥം ഒന്ന് തന്നെ വരും. നോക്കാം. അപ്പോൾ ഇൻ ഒന്നുകിൽ നാഫിയത്താണ് അല്ലെങ്കിൽ മുഖഫത്താണ്. കുല്ലുൻ എല്ലാം, അല്ലേ? എല്ലാം എന്ന് വെച്ചാൽ ഐ കുല്ലുൽ ഖലായിക് സൃഷ്ടികൾ മുഴുവനും മുബത്തദാണ്. അത് മുബത്തദാണ് ഇനി നാഫിയത്താണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഇന്നിൻ്റെ ഇസ്മായിരിക്കും മുഖഫത്താണെങ്കിൽ. ലമ്മ ബി തഷ്ദീദ് കൊണ്ട് ബിമാന ഇല്ല എന്നർത്ഥത്തിൽ, ഇല്ല അല്ലാതെ അല്ല എന്ന് വരൂലേ. വബി തഖ്ഫീഫ് ആക്കിയിട്ടുണ്ടാവും. തഖ്ഫീഫ് ആയിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ ലമ എന്നായിരിക്കും ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ അങ്ങനെയാകുമ്പോൾ അല്ലാമു, അവിടുത്തെ ആ ലമാലുള്ള ലാമ് ഫാരിക്കത്തായിരിക്കും. മറ്റേ ഇന്നല്ല എന്ന്, നാഫിയത്തായ ഇന്നല്ല, മറിച്ച് മുഖഫത്തായ ഇന്നാണെന്ന് അറിയിക്കുന്ന സാധനമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ മായോ അത് മസീദായിരിക്കും, വർദ്ധിപ്പിക്കപ്പെട്ടതായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ലമ്മ എന്നായിരിക്കും. ലമ്മ എന്നാണെങ്കിൽ അവിടെ നാഫിയത്തായ ഇന്നാണ്. എങ്ങനെയാണ് കുഴപ്പമില്ല. എന്തായാലും ജമീ. അപ്പം നാഫിയത്തായ ഇന്നാണ്, ഇങ്ങനെയാണ് അർത്ഥം വരിക. എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരല്ലാതെ അല്ല എന്നർത്ഥം വരും. ഇനി മുഖഫത്തായ ഇന്നാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് എന്നർത്ഥം വരും. അത് ഖബറിൽ മുബത്തദിൻ്റെ ഖബറാണ്. ജമീ എന്നാണ് പറഞ്ഞെങ്കിലും ഐ മജ്മൂ എന്ന അർത്ഥമാണ് ഉള്ളത്. ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് എല്ലാവരും. ലദൈന നമ്മളുടെ അടുക്കൽ, ഇന്ധന നമ്മുടെ അടുക്കൽ, ഫിൽ മൗഖിഫി ഒരു നിർത്തുന്ന സ്ഥലത്തിൽ, ബഅദ ബാസിഹിം അവരുടെ പുനർജന്മത്തിന് ശേഷം, മുഹ്ളറൂൻ ഹാജരാക്കപ്പെട്ടവരായിരിക്കും, ലിൽ ഹിസാബി വിചാരണയ്ക്ക് വേണ്ടി. ഖബറുൻ സാനി, ഈ മുഹ്ളറു എന്ന് പറഞ്ഞതാണ് രണ്ടാം ഖബറാണ്. ഹാജരാക്കപ്പെടുന്നവരുമാണ് അവർ. അഖ്ബറു ബിസ്നൈനി ഔ ബി അക്സറ അം വാഹിദിൻ കഹും സലാത്തുൻ ഷഹറ. ഒരു മുബത്തുണ്ടെങ്കിൽ രണ്ടോ അതിലേറെ ഖബർ വരുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. പിന്നെ വആയത്തുല്ലഹും അവർക്കുള്ള ദൃഷ്ടാന്തമാണ്, അലൽ ബഅസി പുനർജീവിതത്തിൻ്റെ മേൽ, പുനർജന്മത്തിൻ്റെ മേൽ. ഖബറും മുഖദ്ദം, അത് മുഖദ്ദമായ ഖബറാണ്, മുന്തിക്കപ്പെട്ട ഖബറാണ്. അപ്പോൾ അതിൻ്റെ മുബത്തദ ഏതായിരിക്കും? അൽ അർലു എന്നുള്ളതായിരിക്കും. അപ്പോൾ അൽ അർലുൽ മൈതത്തു, അല്ലെ മരിച്ച ഭൂമി, മരുഭൂമി, നിർജീവമായ ഭൂമി. ബി തഖ്ഫീഫ് വ തശ്ദീദ് രണ്ട് രൂപത്തിലുണ്ട്. അർലുൽ മൈതത്തു എന്നുണ്ട്, മയ്യിത്തത്തു എന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ്? നിർജീവമായ ആ മരുഭൂമി, അതും അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. അഹ്യൈന എങ്ങനെയുള്ളതാണ്? നാം അതിനെ പുനരുജ്ജീവിപ്പിച്ചു, അതിന് ജീവൻ നൽകി. ബിൽമാ ഈ വെള്ളം കൊണ്ട്. മുബത്തദൗൻ അത് മുബത്തദാണ്. ഏത്? ആ അർലു എന്നുള്ളത് കേട്ടോ. അഖ്റജ്ന മിൻഹ അതിൽ നിന്നും നാം പുറപ്പെടുവിച്ചു ആ മരുഭൂമി, അതിനെ നിർജീവമായതിനെന്തായി? സജീവമാക്കി, അല്ലേ? അഹ്യനാന്ന് വെച്ചാൽ അതിന് പുനരുജ്ജീവനം നൽകി. അതിനുശേഷം എന്താക്കി? ആ ഭൂമിയിൽ നിന്ന് ഹബ്ബ ധാന്യത്തെ പുറപ്പെടുവിച്ചു. കൽ ഹിന്തത്തി ഗോതമ്പ് പോലെയുള്ള. ഫമിൻഹു എന്നിട്ട് അതിൽ നിന്നുമാണ് യഅ്കുലൂൻ അവർ കഴിക്കുന്നത് ജനങ്ങളൊക്കെ. വജഅൽനാ ഫീഹ എന്നിട്ട് ആ മരിച്ച ഭൂമി, ഇപ്പം ജീവനുള്ള ആ ഭൂമി ഉണ്ടല്ലോ, അതിൽ നാം ആക്കി ജന്നാത്തിൻ തോട്ടങ്ങളെ, ബസാത്തീന ബുസ്താനുകളെ ആക്കി. ബസാത്തീന ഗൈറു മുൻസരിഫാണ്. എന്താ മിൻ നഖീലിൻ, അല്ലാതെ ഈ മറ്റേ ഇതാണെന്ന് വിചാരിക്കരുത്, ജമ്മു മുദക്കർ സാലിമിൻ്റെ മുൽഹഖാണെന്ന് വിചാരിക്കരുത്. അത് ഗൈറു മുൻസരിഫാണ്. ബുസ്താൻ്റെ ജമാണല്ലോ ബസാത്തിൻ, മഫായിൽ വസിൻ. മിൻ നഖീൽ തോട്ടം, എന്തിനാൽ? ഈന്തപ്പനയാൽ, ആനാബിൻ മുന്തിരികളാൽ, മുന്തിരിവള്ളികളാൽ,
ഉള്ള തോട്ടങ്ങൾ അവിടെ ആക്കി സ്ഥാപിച്ചു. വജ്ജർനാ ഫീഹ, അതിൽ നാം ഒഴുക്കി, മിനൽ ഒയൂനുകളിൽ നിന്നും ചിലതിനെ ഒഴുക്കി, ഐ ബഅളഹ, അതിൽ ചിലതിനെ ഒഴുക്കി എന്നാണ്. അപ്പോൾ മിന്നെന്താണ്, തബീലാണെന്ന് മനസ്സിലായി. എല്ലാ നദികളല്ല, നദികളിൽ ചിലതിനൊക്കെ എന്താണ് അവിടെ ഒഴുക്കിയെന്ന്. ലിയഅ്കുലൂ മിൻ സമരിഹി, ലിയഅ്കുലൂ അവർ കഴിക്കാൻ വേണ്ടി, മിൻ സമരിഹി അതിൻ്റെ കായ്കനിയിൽ നിന്നും, ബിൽ ഫതഹതൈൻ ബി ഫതഹതൈനി, അപ്പോൾ സമരിഹി എന്നുണ്ടാവും, വബിൽ ലമ്മതൈനി രണ്ട് ലമ്മുണ്ട്, അപ്പോൾ സുമുരിഹി എന്നുണ്ടാവും. രണ്ട് കിറാത്താണ്. അതായത് സമരിൽ മധുക്കൂരി പറയപ്പെട്ടതിൻ്റെ കായ്കനി, അല്ലെ പറയപ്പെട്ടതിൻ്റെ ഫലം, മുന്തിരിയെങ്കിൽ മുന്തിരി, ഈന്തപ്പനയെങ്കിൽ ഈന്തപ്പഴം. അതെന്തിനാൽ, മിനൻ മഹീലി പനയാൽ വൈരി, അതല്ലാതെ അതിൻ്റെയൊക്കെ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുന്നല്ലേ, നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴുക്കി തന്നത്. വമാ അമിലത്തു ഐദീഹിം, വമാ അമിലത്തു അതിനെ ചെയ്തിട്ടില്ല, ഐദീഹിം അവരുടെ കരങ്ങളല്ല അതിനൊന്നും ചെയ്തത്. അതായത് ലം തഅമൽ അവരുടെ കരങ്ങൾ ചെയ്തിട്ടില്ല, അമൽ ചെയ്തിട്ടില്ല, പണിയെടുത്തിട്ടില്ല. സമർമ അതായത് സംഗതി ഉദ്ദേശിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളിവിടെ കൃഷി ചെയ്തു എന്നേ ഉള്ളൂ. സംഗതി മുളപ്പിച്ചേക്കാരാണ്. നിങ്ങൾ ഫ്രൂട്ട്സിനാണ് പണിയെടുത്തതല്ല, നിങ്ങൾ ചെടിക്കാണ് പണിയെടുത്തത്. അപ്പോൾ ചെടി ആദ്യം നിന്നും ഫ്രൂട്ട്സിനൊക്കെ മുളപ്പിച്ച് നല്ല ഉണ്ടാക്കി തന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ ഇതെന്താ മനസ്സിലായി? ഇവിടുത്തെ മാ എന്നുള്ളത് അത് നാഫിയത്തായ മായാണെന്ന് മനസ്സിലായി. ഇനി വേറെ ചില തഫ്സീറിലുണ്ട് വമാ അമിലത്തു ഐദിഹിം എന്നുള്ളത് മാ എന്താണ്, മൗസൂലാണ്. അപ്പം അമിലത്തു ഐദിഹിം അവരുടെ കരങ്ങൾ, നിങ്ങളുടെ നല്ലേ അവരുടെ കരങ്ങൾ അമൽ ചെയ്ത ഒന്നും, അതായത് കൈകൊണ്ട് സമ്പാദിച്ചതും ഉണ്ടാവുമല്ലോ, ഇത് അള്ള മുളപ്പിച്ചത്. ഇനി അവർ കൈകൊണ്ട് കൃഷി ചെയ്തുണ്ടാക്കി ഉണ്ടാവുമല്ലോ, അതും എന്താണ് അവർ തിന്നാൻ വേണ്ടി, അതിൽ നിന്നും അവർ തിന്നാൻ വേണ്ടി. അപ്പം മേലതിനെ അത്ഫ് ചെയ്തിട്ട് അങ്ങനെ തഫ്സീറുണ്ട്. എന്തായാലും അഫലാ യഷ്കുറൂൻ അവർ നന്ദി കാണിക്കുന്നില്ലേ, അൻഅമഹു തആല അലൈഹിം അവരുടെ മേലുള്ള അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് അവർ നന്ദി ചെയ്യുന്നില്ലേ. അൻഅമഹു ജമ്മല്ലേ. സുബ്ഹാനല്ലദീ ഒരുവൻ പരിശുദ്ധനാണ്, ഖലഖാഹു സൃഷ്ടിച്ചു, അൽ അസ്വാജ ഇണകളെ, അൽ അസ്നാഫ ഇനങ്ങളെ, കുല്ലഹവകളെ മുഴുവനും, മിമ്മ ഒന്നിൽ നിന്നും, തുമ്പിത്തു അതിനെ മുളപ്പിക്കുന്നു, അല്ലർദ് ഭൂമി, അതെന്തിനാൽ, മിനൽ ഹുബൂബി ധാന്യങ്ങളാൽ, വഗൈരി അതല്ലാത്തതിനാൽ, അതൊക്കെ അല്ലേ അതിനൊക്കെ പടച്ച അള്ള പരിശുദ്ധനാണ്. ആമിൻ അംഫുസിഹിം പിന്നെ അപ്പോൾ അതിൽ നിന്നും ഇണകളെ പടച്ചു, അതായത് പല ഇനങ്ങളെ പടച്ചു. പിന്നെ വമിൻ അംഫുസിഹിം നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നും ഇണകളെ പഠിച്ചു. പിന്നെ ദുക്കൂരി വൽ ഇനാസി ആണാലും പെണ്ണാലും ഒക്കെ, ആണുങ്ങളാലും പെണ്ണുങ്ങളാലും. വമിമ്മ ലാ യഅലമൂൻ നിങ്ങൾക്കറിയാത്ത ഒന്നിൽ നിന്നും അവൻ എന്തിനു ചെയ്തിട്ടുണ്ട്, ഇണകളെ അല്ലെങ്കിൽ അസ്വാജ് സൗജുകളെ പടച്ചിട്ടുണ്ട്. മിനൽ മഖ്ലൂഖാത്തിൽ ഗരീബത്തി അപൂർവമായ ജീവികൾ, അൽ അജീബത്തി അത്ഭുതകരമായിട്ട് നമ്മൾക്കറിയാത്ത പല ജീവികളുണ്ട്. അതിലുണ്ട് ആണും പെണ്ണും ഒക്കെ ഉണ്ടാവും, അങ്ങനെ നപുംസകം ഉണ്ടാവും. ആയത്തുല്ലഹും അവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അവർക്ക് ദൃഷ്ടാന്തമാണ്. ഹബൽ മുഖദ്ദമ അലൽ ഖുദറത്തിൽ അലീം അള്ളാഹുവിൻ്റെ വലിയ ശക്തിയുടെ മേൽ, അപാരമായ ശക്തിയുടെ മേലുള്ള ദൃഷ്ടാന്തമാണ് അവർക്ക്. എന്ത് അല്ലൈലു രാത്രി, നസ്ലഹു നാം ഊരുന്നു, നസ്ലു മിൻഹു നാം ആ രാത്രിയിൽ നിന്നും വേർപെടുത്തുന്നു, അന്നഹാറ പകലിന്, ഫൈദാഹും അപ്പോൾ രാത്രിയിൽ നിന്നും പകലിനെ വേർതിരിച്ചാൽ പിന്നെ വെളിച്ചം ഉണ്ടാവില്ല. അപ്പോൾ ഫൈദാഹും മുള്ളിമൂൻ അപ്പോൾ അവർ ഇരുട്ടുകളിൽ പ്രവേശിക്കുന്നവരാകും. അദ്ലമാന്ന് വെച്ചാൽ രണ്ടർത്ഥം ഉണ്ടാവുമല്ലോ. അദ്ലമാന്ന് വെച്ചാൽ വെറും എന്താണ് കാനയുടെ അർത്ഥമുണ്ട്, അതായത് ആയി എന്നുള്ള അർത്ഥം, അല്ലാതെ അത് നാക്കിസായതാണ്. വമാ സിവാഹു നാക്കിസുൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ താമായ അകലമുണ്ട്, അതായത് ഇരുട്ടിൽ പ്രവേശിച്ചു എന്നർത്ഥം. അസ്ബഹ എന്ന് വെച്ചാൽ പ്രഭാതത്തിൽ പ്രവേശിച്ചു, അല്ലാതെ പ്രഭാതത്തിൽ ആയി എന്നർത്ഥമില്ല. അതുപോലെ അകലമ ഇരുട്ടിൽ പ്രവേശിച്ചു എന്ന്, അതാണ് പറഞ്ഞത്. ദാഖിലൂന ഫിൽ അലാമി ഇരുട്ടിൽ പ്രവേശിക്കാനാവും, അതായത് രാത്രി നിന്നും പകലിന് അങ്ങോട്ട് ഫുള്ള് വലിച്ചൂരി, പകൽ ഫുള്ളൂരി കളഞ്ഞിട്ട് അപ്പോൾ രാത്രി സമ്പൂർണ്ണമാവും. അപ്പോഴേക്ക് ഇരുട്ടിലായിരിക്കും ആളുകളൊക്കെ പ്രവേശിക്കുക. പിന്നെ വശംസ് തജിരി ശംസാകുന്നത് സൂര്യനാകുന്നത്, തജിരി അതൊഴുകും, ഇലഹ് അതിൻ്റെ അവസാനം വരാം. അത് എന്താണ്, മിൻ ജുംലത്തിൽ ആയത്ത് ഈ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. നമ്മൾ ആയത്തുൽ ലഹും എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഇതും പെട്ടതാണ്. ആയത്തുൽ ലഹും എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ ആയത്തു നുഹ്റ ആ കൂട്ടത്തിൽപ്പെട്ട, അല്ലെങ്കിൽ വേറൊരു ദൃഷ്ടാന്തമാണ് ഈ സൂര്യൻ അതിങ്ങനെ ഒഴുകുന്നു, അത് സഞ്ചരിക്കുന്നു എന്നുള്ളത്. വൽ ഖമറു കദാലിക അപ്രകാരം തന്നെ ചന്ദ്രനും, അപ്രകാരം എന്ന് വെച്ചാൽ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകുന്നുണ്ട്, അതും സഞ്ചരിക്കുന്നുണ്ട്. ലി മുസ്തഖറില്ലഹ അതിനുള്ള ആ സൂര്യനുള്ള മുസ്തഖറിലേക്ക്, സൂര്യനുള്ള മുസ്തഖർ അതായത് സ്ഥിരമായിട്ട് സൂര്യൻ ഉറച്ചു നിൽക്കേണ്ട ഒരു സ്ഥലത്തിലേക്ക്.
അതായത് ഇലൈഹി ആ ലി മുസ്തഖരിൻ്റെ ഹാലുള്ള ആ ലി മുസ്തഖരിൻ്റെ അവിടുത്തെ ലാമുണ്ടല്ലോ അത് ഇല എന്ന അർത്ഥത്തിലാണ്. ഇലൈഹി അതിൻ്റെ ആ ഒരു സൂര്യനാണെങ്കിൽ സൂര്യനെ മുസ്തഖർ വരെ, ചന്ദ്രനാണെങ്കിൽ ചന്ദ്രനെ മുസ്തഖർ വരെ, ലാ യതജാവസു ആ സൂര്യൻ അതിനെ വിട്ടു കിടക്കില്ല, അതുപോലെ തന്നെ ചന്ദ്രനും അതിനെ വിട്ടു കിടക്കില്ല. അതായത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഗമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രനും. അതിന് അവസാനം ഒരു എൻഡിങ് പോയിന്റ് ഉണ്ട്, കിയാമത്തെ നാളാകുമ്പോൾ അവിടെ നിൽക്കുകയാണ് ചെയ്യുക. അതിനെ വിട്ടു കിടക്കില്ല, അതും അത്ഭുതമാണ്. ഗാലിക്ക ജെറിയുക ആ സൂര്യൻ്റെ ആ ഒരു സഞ്ചാരമുണ്ടല്ലോ അത് തഖദീർ അത് കണക്കാക്കലാണ്. അല്ല അസീസി അസീസായ പ്രതാപിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കാക്കലാണ്. അതൊക്കെ ഫി മുൽക്കി അവൻ്റെ രാജാധികാരത്തിൽ പ്രതാപിയായ അൽ അലീമി ബി ഖൽഖിഹി തൻ്റെ സൃഷ്ടികളെ പറ്റി നല്ലപോലെ അറിയുന്ന അവൻ്റെ തഖ്ദീറാണ് ഇതൊക്കെയും. വൽ ഖമറു ചന്ദ്രനാകുന്നത് ബിറഫി റഫ് കൊണ്ട് ഖിറാഅത്തുണ്ട്, വൻ നസ്ബി നസ്ബ് കൊണ്ടാണ്. നമ്മുടെ വൽ ഖമറ ഖദ്ദർനാഹു എന്നല്ലേ നമ്മുടെ നസ്ബ് കൊണ്ടാണ്. അപ്പം നസ്ബ് ആകുമ്പോഴോ വഹുവ അത് മൻസൂബ് നസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും ബി ഫീലിൻ ഒരു ഫീല് കൊണ്ട്. എങ്ങനെയുള്ള ഫീൽ അത് കളയപ്പെട്ടതാണ്. എന്തായാലും യുഫസിറു അതിനെ വ്യക്തമാക്കി വ്യാഖ്യാനിച്ചു തരും മാ ഒരു ഫീല് ബാദ് അതിന് ശേഷമുള്ള. അപ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഖദ്ദർനാഹു എന്നല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം വ ഖദ്ദർനൽ ഖമറ ഖദ്ദർനാഹു എന്നുണ്ടാവും. നമ്മൾ അൽഫിയ ഇസ്തിഖാൽ ബാബിൻ്റെ അവിടെ ഓതി ആ ഇസ്തിഖാൽ ബാബ് തന്നെ. അപ്പോൾ ഇസ്തിഖാൽ ബാബിൽ ഈ ഒരു സന്ദർഭത്തിൽ റഫും പറ്റും നസ്ബും പറ്റും എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ. പിന്നെ അതിൽ കൂടുതൽ എന്താണ് റഫാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പോട്ടെ. ഖുറാനിൽ അതിൻ്റെ തിലാവത്തിനനുസരിച്ചാണല്ലോ പോവുക. വൽ ഖമറ ഖദ്ദർനാഹു എന്നാണെങ്കിൽ എന്തായിരിക്കും ഖദ്ദർനൽ ഖമറ നാം ചന്ദ്രനെ കണക്കാക്കി, ഖദ്ദർനാഹു നാം അതിനെ കണക്കാക്കി, അല്ലെങ്കിൽ ഖമർ മുബത്തതായിട്ടും വരാം. അങ്ങനെയാണ് റഫിനസ് വരുന്നത്. എങ്ങനെ കണക്കാക്കൽ അത് മീൻ ഹൈസ് സയ്യറഹു അള്ളാഹു അതിനെ സഞ്ചരിപ്പിക്കുന്നുണ്ട് എന്ന ഹൈസ്യത്തിലൂടെ. അള്ളാഹ് സഞ്ചരിപ്പിക്കുമ്പോൾ അള്ളാഹുടെ കണക്കാക്കലാണല്ലോ. ഇപ്പോൾ ഒരു ട്രെയിന് അല്ലെങ്കിൽ ഒരു ബസ്സിനെ ഒരാൾ സഞ്ചരിപ്പിക്കുകയാണ് ഓടിക്കുകയാണെങ്കിൽ അയാളുടെ ആ ഒരു കണക്കാക്കലിലൂടെയല്ലേ ബസ് പോകുന്നത്. അതുപോലെ എന്തായാലും അതിനെ കണക്കാക്കി മനാസില പല മനസ്സിലകളായിട്ട് പല പ്ലാറ്റ്ഫോമുകളായിട്ട്, അതായത് പല മനസ്സിലുകൾ ഉണ്ടാവൂലേ ഓരോ ദിവസം ഓരോരോ ആ വലിപ്പങ്ങൾ. സമാനിയത്തം ഇശിരീന 28 മനസ്സിലകളായിട്ട് മനസ്സിലുകളാൽ 28 മനസ്സിലകൾ അതിന് കണക്കാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് 28 കോലങ്ങളിലുണ്ടാവും ചന്ദ്രൻ ഇങ്ങനെ ഇങ്ങനെ മാറി 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 ചെറുതായി തുടങ്ങി പൂർണ്ണ ചന്ദ്രനായി 14-ാം ദിവസം പിന്നെ വീണ്ടും അത് ആ പഴയ ചെറുപ്പത്തിലേക്ക് പോകുന്നു. അങ്ങനെ 28 രാവുകളാണ്. ഇശിരീന മൻസില ഫി സമാനിൻ വ ഇശിരീന ലൈല എത്ര 28 രാത്രികളിൽ മിൻ കുല്ലി ഷഹർ ഓരോ മാസം അങ്ങനെയല്ല വരുന്നത്. വയസ്തതിറു എന്നിട്ട് ഈ ചന്ദ്രൻ മറയുകയും ചെയ്യുന്നുണ്ട്. ലൈലത്തൈരി 2 രാത്രിയിൽ ഇൻകാന ഷഹറു സലാസീന ആ മാസം 30 ഉണ്ടെങ്കിൽ യൗമാ ദിവസത്താൽ വ ലൈലത്തൻ അല്ല പകലിനാൽ വ ലൈലത്തൻ രാത്രിയാലും പിന്നെ കാന തിസ്അതൻ വലൈലത്തൻ ഇൻകാന ഇൻകാന ഷഹ്റു സലാസീന മാസം 30 ഉണ്ടെങ്കിൽ അങ്ങനെയാണ് 30 ഉണ്ടെങ്കിൽ ഇനി യൗമം വലയില ഒരു രാവും ഒരു പകലും മാത്രം എന്ത് ചെയ്യും ചന്ദ്രൻ മറിയും. ആദ്യം പറഞ്ഞ് 2 രാവും 2 പകലും എന്ത് ചെയ്യും ചന്ദ്രൻ മറിയും. അതെപ്പോഴാണ്? അത് മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ. ഇനി യൗമം വലയില ഒരു രാവും ഒരു പകലും മാത്രം എന്താണ് അത് ചന്ദ്രൻ മറയും. അത് ഇൻകാന മാസമായാൽ തിസ്അതൻ വൈശിനി 29 ദിവസമാണെങ്കിൽ നമുക്കറിയാലോ പറഞ്ഞനുസരിച്ചാണ്. 30 ദിവസമുള്ള മാസമാണെങ്കിൽ 2 ദിവസം നമ്മൾ ചന്ദ്രനെ കാണുകയില്ല. 29 ദിവസമുള്ള മാസമാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ചന്ദ്രനെ കാണുകയില്ല. അങ്ങനെ ഈ ചന്ദ്രൻ മടങ്ങി, അതായത് മടങ്ങും ഫി ആഖിരി മനാസിലി അതിന്റെ അവസാനത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചത് അത് മടങ്ങും. ഫി റഈൽ ഐനി കൺകാഴ്ചയിൽ ഏതുപോലെ ആയ നിലയ്ക്ക് കൽ ഉറുജൂൻ ഒരു പനങ്കുല പോലെ ആയ നിലയ്ക്ക് അല്ല കഥ പഴകി ഒരു പനങ്കുല ആയതുപോലെ നിലയ്ക്ക് അതായത് കഊദ് ഒരു കൊള്ളിക്കഷണം അശമാരിഹ് പനങ്കുലയുടെ കൊള്ളിക്കഷണം ഉണ്ടാവില്ല അറ്റ ഭാഗത്തുള്ള എപ്പോൾ ഇത് അതെന്തായാൽ അത് പഴകിയാൽ ഫൈനഹു കാരണം എന്താ അങ്ങനെ പറഞ്ഞത് ചന്ദ്രൻ അങ്ങനെയാവുമെന്ന് പറഞ്ഞത്? ഫൈനഹു കാരണം ഈ ചന്ദ്രൻ ഉണ്ടല്ലോ അത് എതുക്കും അത് നേർത്തതാകും. യതഖവ്വസു അത് വളയും. യസ്വർ അതെന്താകും മഞ്ഞ നിറമുള്ളതും ആയിരിക്കും. ഫൈനഹു എന്നുള്ളത് പനങ്കൊലനെ പറയാം അല്ലേ. പനങ്കൊല അങ്ങനെ ആയിരിക്കണ്ട. പനങ്കൊല ഒരു മഞ്ഞ കളറാവുമല്ലോ. അത് നേർത്ത് മെലിഞ്ഞിട്ട് പിന്നെ അത് വളഞ്ഞിട്ട് അങ്ങനെ ആ പനങ്കൊലയുടെ ആറ്റഭാഗം അങ്ങനെയാണല്ലോ. അപ്പോൾ അതുപോലെ ചന്ദ്രനാവുമെന്നാണ് പറയുന്നത്. ലശംസു സൂര്യനല്ല, എമ്പകി അനിവാര്യമല്ല, സൂര്യന് പറ്റിയതല്ലാണ്. ലശംസി എമ്പകി എന്ന് വെച്ചാൽ സൂര്യന് പറ്റൂല എന്നാണ്.
ലായംബകി സൂര്യന് പറ്റൂല. അതായത് യസ്സുൽ സൂര്യന് എളുപ്പമല്ല, വയസിഹുലഹ അതിന് ശരിയാവുകയുമില്ല, തുതിരിക്കാതെ പ്രാപിക്കൽ അൽ കമറ ചന്ദ്രനെ പ്രാപിക്കൽ, അതായത് ചന്ദ്രൻ്റെ അടുത്തത് എത്തൽ അത് ശരിയല്ല എന്ന്. ഫതജിത്തമിഉ അങ്ങനെ ഈ സൂര്യൻ ഒരുമിച്ച് കൂടൽ മാഹു ചന്ദ്രനോടൊപ്പം ഫില്ലൈലി രാത്രികളിൽ സൂര്യൻ അങ്ങനെ വരുമോ? പകൽ ചിലപ്പം വരും, പകലെന്താവും ഒരുമിച്ച് കൂടും. അങ്ങനെയല്ല, സൂര്യന് ചന്ദ്രൻ്റെ ഒപ്പം വരല പറഞ്ഞല്ലേ, സൂര്യൻ ചന്ദ്രൻ്റെ ഒപ്പം വരൽ എന്താണ്, അത് ഒരിക്കലും ശരിയാവൂല. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ രാത്രി സൂര്യനെ കാണും, പക്ഷെ പകൽ ചിലപ്പം ചന്ദ്രനെ കാണും. അപ്പോൾ സൂര്യൻ്റെ ഒപ്പം ചന്ദ്രൻ വരുന്നതാണ്. ഇതല്ല, ചന്ദ്രൻ്റെ ഒപ്പം സൂര്യനെ കാണില്ല, അതാ പറഞ്ഞ ഫില്ലയിൽ രാത്രി. വലൽ ലൈലു സാബിക്കുന്നഹാർ രാത്രി എന്തുമല്ല, സാബിക്കുന്നഹാർ പകലിനെ മുൻകടക്കുന്നതുമല്ല. അപ്പോൾ ഈ രാവ് വരികയില്ല. കബലൻ കിലാഇഹി പകൽ തീരുന്നതിന് മുമ്പായിട്ട് രാവ് വരുമോ? ഇല്ല. അപ്പോൾ കുല്ലും എല്ലാം എന്ന് പറഞ്ഞാൽ തൻവീനും അതിലുള്ള തൻവീന് ഇവതും അത് പകരത്തിൻ്റെ തൻവീനാണ്. എന്തിനെ തൊട്ടുള്ള? അനിൽ മുലാഫിലിനെ തൊട്ടുള്ള. അപ്പം കുല്ലു ഹാ എന്ന് വല്ലം വെക്കണം. മുലാഫിലി എന്തിനാൽ? ഷംസിനാൽ, സൂര്യനാൽ, വല്ല കമരി ചന്ദ്രനാൽ, വന്നുജൂം നക്ഷത്രങ്ങളാണ്. നക്ഷത്രത്തിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും അത് ഉൾക്കൊള്ളുന്നുണ്ട്, ഇവിടെ ലഫ്ദിൽ പറഞ്ഞിട്ടില്ലെങ്കിലും. അപ്പോൾ സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ അതൊക്കെയും ഫി ഫലക്കിൻ ഒരു പ്രത്യേക ഫലക്കിലാണ്. ഫലക്കെന്ന് വെച്ചാൽ നമ്മൾ പറയും ഓർബിറ്റ്, അതിൻ്റെ ഭ്രമണപഥം മുസ്തദീർ കറങ്ങുന്ന ആ ഒരു ഭ്രമണപഥയിൽ, ദാറാന്ന് വെച്ചാൽ കറങ്ങിന്ന്, ഇസ്തദാറാന്ന് വെച്ചാൽ മുസ്തദീർ കറങ്ങാൻ വേണ്ടിയുള്ള സ്ഥലം, ഭ്രമണപഥം ഓർബിറ്റ്, അതിലായിരിക്കും ഉണ്ടാവുക. അതിൽ എന്തായിരിക്കും? യസ്ബഹൂൻ അതിങ്ങനെ ഒഴുകുന്നുണ്ടാകും, നീന്തി തുടിക്കുന്നുണ്ടാകും, യസീറൂന സഞ്ചരിക്കുന്നുണ്ടാകും, നുസിലു ഇവകളെയൊക്കെ ഇറക്കപ്പെട്ടു അല്ലേ. മുനസ്സലത്തിൽ ഉക്കലായിൻ്റെ സ്ഥാനത്ത് ഇറക്കപ്പെട്ടു. ഉക്കലായിനല്ലേ ഇങ്ങനെ രൂപത്തിൽ പറയും എഫ് അലൂന ഫുസിന് ഉപയോഗിക്കുക. അപ്പം ബുദ്ധിയുള്ളവരുടെ ഇതിൽ അങ്ങനെ ഇറക്കപ്പെട്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. وآية لهم أنا حملنا ذريتهم في الفلك المشحون. വായത്തുലഹും അവർക്കുള്ള ദൃഷ്ടാന്തമാണ്, അലാ ഖുദ്റത്തിന നമ്മളുടെ ശക്തിയുടെ മേലുള്ള അവർക്കുള്ള ദൃഷ്ടാന്തമാണ്, അന്ന ഹമൽന നാം ചുമന്നു എന്നത്. ദുര്യത്തഹും അവരുടെ ചുമന്നു എന്നാൽ കയറ്റി എന്നതാണ് ഉദ്ദേശം. ദുര്യത്തഹും അവരുടെ ദുര്യത്തിനെ സന്താന പരമ്പരകളെ. വഫീ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്തിലുണ്ട് ദുര്യാത്തിഹിം എന്നുണ്ട്. അപ്പോൾ അതിന് ജം ആണ്. എന്തായാലും ഇവിടെ സന്താന പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാണ് ആബാ അഹുമുൽ ഉസൂല അസലുകളായിട്ടുള്ള അടിസ്ഥാനങ്ങളായിട്ടുള്ള അവരുടെ പിതാക്കന്മാരാണ്. കാരണം നമ്മളൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെ മുതുകിലായിരുന്നു, നമ്മുടെ പിതാക്കന്മാർ അവരുടെ പിതാക്കന്മാരുടെ മുതുകിലായിരുന്നു. അന്ന് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അവരൊക്കെ നമ്മുടെ പിതാക്കന്മാരാണ്. അന്ന് ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ട ആളുകൾ മാത്രമാണ്. അപ്പം അവരിൽ നമ്മുടെ ദുര്യത്തുണ്ട്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ആ പിതാക്കന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കയറ്റി ഫിൽ ഫുൽക്കി കപ്പലിൽ ഐ സഫീനത്തി നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പൽ. എങ്ങനെയുള്ള കപ്പലാണ്? അൽ മഷ്ഹൂൻ എന്ന് വെച്ചാൽ മംലു നിറയ്ക്കപ്പെട്ട. വ ഖലഖനാ നാം സൃഷ്ടിച്ചു ലഹും അവർക്ക് വേണ്ടി മിമിസ്ലിഹി അതുപോലെയുള്ളതിൽ നിന്നും, അതായത് അതുപോലുള്ളതിനെ സൃഷ്ടിച്ചു എന്നാണ്. മിന്ന് സായിദ വക്കാല, അതായത് മിസ്ല ഫുൽക്കി നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പൽ പോലെയുള്ളതിനെ സൃഷ്ടിച്ചു. വഹുവ അത് മാ അമലുഹു അവർ ഉണ്ടാക്കിയ ഒന്നാണ്. അലാ ശക്ലി അതിൻ്റെ കോലത്തിൽ, മിനസുഫിനി കപ്പലുകളാൽ, അസ്സിഗാരി ചെറിയവകളായിട്ടുള്ള, അവൽ കിബാരി വലിയവകളായിട്ടുള്ള കപ്പലുകളൊക്കെ. എങ്ങനെയാണ് അതിനെ അള്ളാഹ് സൃഷ്ടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞത്? അത് ബി തഅലീമില്ലാഹി തആല അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കലുമുണ്ട്. ഒന്നിനെ ഇർക്കബൂൻ അവർ കയറുന്ന ഒന്നിനെ, ഫീഹി അതിൽ അവർ കയറുന്ന ഇത്തരത്തിലുള്ള ചില വാഹനങ്ങൾ, അതിൻ്റെ ചെറുതും വലുതുമൊക്കെ ആയിട്ട് പല പതിപ്പുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കാൻ പഠിപ്പിച്ച്. അപ്പോൾ അള്ളാഹുടെ സൃഷ്ടിപ്പാണുള്ളതൊക്കെ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നുഗരിഖുഹും നാം അവരെ മുക്കിയനെ ഈജാദി സുഫുനി കപ്പലുള്ളതോടുകൂടി തന്നെ അവരെ നാം മുക്കിയനെ. ഫലാ സരീഹ അപ്പോൾ ഒരു സരീഹ ഉണ്ടാവില്ല, അഥവാ ഒരു മുഗീസും ഒരു സഹായം ഉണ്ടാവില്ല ലഹും അവർക്ക്. വലാഹും യുഞ്ചൗന അവർ രക്ഷപ്പെടുന്നവരുമല്ല. എന്തല്ലാതെ ഒരു സഹായം ഉണ്ടാവില്ല? ഇല്ലാ റഹ്മത്തം മിന്ന നമ്മുടെ അടുക്കൽ നിന്നുള്ള കരുണയല്ലാതെ ഒരു സഹായം അവർക്ക് ഉണ്ടാവില്ല. ഒമറ്റാൻ ഒരു സുഖവാസം അല്ലെ, ഇലാഹീൻ ഒരു നിശ്ചിത സമയം വരെയുള്ള ഒരു സുഖവുമല്ലാതെ.
അതായത് ലാ യുൻജിയും അവരെ രക്ഷപ്പെടുത്തുകയില്ല ഇല്ലാ റഹ്മത്ത് മിന്ന നമ്മിൽ നിന്നുള്ള കരുണയല്ലാതെ ഉന നമ്മുടെ സുഖം നൽകലുമല്ലാതെ ഈയാഹും അവർക്ക് നമ്മൾ സുഖം പ്രദാനം ചെയ്യുന്നുണ്ട് ബിലദ്ദാത്തിയും അവരുടെ ലദ്ദത്തുകൾ രസങ്ങൾ കൊണ്ട് ഇലൻഖിലാഇ ആജാലിഹിം അവരുടെ അവധികൾ അവസാനിക്കുന്നവിടം വരെ അല്ലയോ മരണം വരെ വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കണേ മാ ബൈന ഐദീക്കും നിങ്ങളുടെ മുമ്പുള്ള ഒന്ന് നിങ്ങളുടെ മുമ്പിലുള്ള ഒന്ന് അതേതാണ് മിൻ അദാബി ദുനിയാവിലുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടിയില്ലേ കയിരിക്കും നിങ്ങളല്ലാത്തവരെ പോലെ അവർക്ക് ദുനിയാവിലല്ലാതെ തന്നെ ദുനിയാവ് വെച്ച് തന്നെ ശിക്ഷ കിട്ടില്ല അത്തരം നിങ്ങളുടെ മുമ്പിലുള്ളതിനെ നിങ്ങൾ സൂക്ഷിക്കണം ഓമാ ഖൽഫുക നിങ്ങളുടെ അപ്പുറമുള്ളതിനെ സൂക്ഷിക്കണം അതേതാണ് അതേതിനാൽ മിൻ അദാബിൽ ആഖിറത്തിലെ ശിക്ഷയാൽ ലഅല്ലക്കും തുർഹമൂൻ നിങ്ങൾ കരുണ ചെയ്യപ്പെടാൻ വേണ്ടി ആയിരുന്നു നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു ഈ ശിക്ഷയെ തൊട്ടൊക്കെ അല്ല സോറി അറളു അങ്ങനെ അവരോട് പറയപ്പെട്ടപ്പോൾ അറളു അവർ തിരിഞ്ഞു കളഞ്ഞു എന്നാണ് ഇതാണ് ജവാബ് ഒമാതീഹിം അവർക്ക് വന്നിട്ടില്ല മിൻ ആയത്തിൻ ഒരു ആയത്തും വന്നിട്ടില്ല മിൻ ആയാത്തി റബ്ബിയും തങ്ങളുടെ റബ്ബിൻ്റെ ആയത്തുകളിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല ഇല്ലാ കാനു അവരായിട്ടല്ലാതെ അൻഹാ മുഅ്രിദീൻ ആ ആയത്തിന് തൊട്ടൊക്കെ തിരിഞ്ഞു കളയുന്നവരായിട്ടല്ലാതെ ഏതായത്ത് വന്നാലും അവർ തിരിഞ്ഞു കളയും വൈദാ ഖീല പറയപ്പെട്ടാൽ അതായത് കാല ഫുഖറാഉ സഹാബത്തി സഹാബത്തിലുള്ള പാവങ്ങൾ ഫക്കീർമാർ പറഞ്ഞാൽ ലഹും അവരോട് കാഫിരീങ്ങളോട് അൻഫിക്കൂ നിങ്ങൾ ചെലവഴിക്കുക അലൈന ഞങ്ങളുടെ മേലെ മിമ്മ ഒന്നിൽ നിന്ന് റസഖക്കുമുല്ലാഹ് ഒന്നിനെ അല്ലാഹ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും എന്തിനാൻ മിനൽ അംവാൽ ജനങ്ങളാൽ അത് ഞങ്ങളുടെ മേലെ ചെലവഴിക്കാൻ പറഞ്ഞാൽ ഖാലല്ലദീന കഫറു ഈ കാഫിരീങ്ങളായ ആളുകൾ പറയും ഇല്ലദീന ആമൻ ഈ ചോദിച്ചു വന്ന വിശ്വാസികളോട് പറയും ഇസ്തിഹ്സാ ബിഹി അവരെയും പരിഹസിച്ചുകൊണ്ട് പറയും അനുതിഇമു ഞങ്ങൾ അനുതിഇമു അല്ലേ ഞങ്ങൾ ഭക്ഷിപ്പിക്കുകയോ മൻ ഒരുത്തനെ ലൗ യശാഉല്ലാഹു അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചാൽ അത്തമോ അവനെ ഭക്ഷിപ്പിക്കുമല്ലോ അങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾ ഭക്ഷിപ്പിക്കുകയോ കളിയാക്കി ചോദിക്കുക നിങ്ങളുടെ അള്ളല്ലേ എല്ലാവരും ഭക്ഷിപ്പിക്കുന്നത് പിന്നെ നമ്മളെന്തിനാ ഭക്ഷിപ്പിക്കാൻ നിൽക്കുന്നതെന്ന് അപ്പോൾ ഫി മുഅ്തഖിദിക്കും നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ ഈ ഹാദാന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു വിശ്വാസത്തിൽ അള്ളയാണല്ലോ അവരെയൊക്കെ ഭക്ഷിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ ഞങ്ങളെന്തിനാ ഭക്ഷിപ്പിക്കുന്നത് ഇൻ എന്ന് വെച്ചാൽ മാ നാഫിയത്തായി ഇന്നാണ് ഇൻ അന്തും നിങ്ങളല്ല ഫി കൗലിക്കും ലന ഞങ്ങളോടുള്ള പറച്ചിലിൽ ദാലിക്ക ഞങ്ങളോടുള്ള ആ പറച്ചിലുണ്ടല്ലോ ഞങ്ങളുടെ മേലെ ചെലവഴിച്ചോ എന്ന് നിങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ ആ ഒരു പറച്ചിലിൽ നിങ്ങൾ അല്ല മുഅ്തഖിദിക്കും നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ഹാദാ നിങ്ങളുടെ ഈ ഒരു വിശ്വാസത്തോടൊപ്പം നിങ്ങളുടെ ആ കൗലിൽ നിങ്ങൾ അല്ല ഇല്ലാ ഫി ളലാലിൻ മുബീൻ വ്യക്തമായ വഴികേടിലല്ലാതെ അല്ല ബയ്യിൻ വ്യക്തമായ വഫി തസ്രീഹി ബി കുഫ്രിയും അവരുടെ കുഫ്റ് കൊണ്ട് വ്യക്തമായിട്ട് പറയുന്നതിലുണ്ട് കണ്ടോ കാലല്ലദീന കഫറു എന്നാ പറഞ്ഞ അല്ല എന്ത് പറഞ്ഞില്ല കാലു എന്ന് പറഞ്ഞില്ല അവരോട് പറഞ്ഞാൽ അല്ലെങ്കിൽ പറയപ്പെട്ടാൽ കാലു അവർ പറയുന്നല്ലാതെ പറഞ്ഞു അല്ല വ്യക്തമായിട്ട് പറഞ്ഞു കാലല്ലദീന കഫറു കാഫിരീങ്ങളായ ആളുകൾ പറയുന്നു പറഞ്ഞു അപ്പോൾ അവർ കാഫിരീങ്ങളാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നതിലുണ്ട് മൗഖിഉൻ അളീം വലിയൊരു സ്വാധീനമുണ്ട് ഉണ്ടെന്ന് വെച്ചാൽ ഒരു നല്ലൊരു പേടിപ്പിക്കൽ അല്ലെ വളരെ ഒരു മോശാക്കലൊക്കെ ഉണ്ട് യഖൂലൂന അവർ ചോദിക്കും മത എപ്പോഴാണ് ഹാദൽ വഅദു ഈ വാഗ്ദാനം ബിൽ ബാസി പുനർജീവിതം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ വാഗ്ദാനം എപ്പോഴാണ് ഇൻകുന്തു സാദിഖീൻ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഈ ആ വിഷയത്തിൽ ഖാല തആല അല്ലാഹു തആല പറഞ്ഞു വയഖൂലൂന അവർ ചോദിക്കും മത എപ്പോഴാണ് ഹാദൽ വഅദു ബിൽ ബാസി പുനർജന്മം കൊണ്ടുള്ള ഈ ഒരു വാഗ്ദാനം ഉണ്ടല്ലോ അതെപ്പോഴാണ് ഇൻകുന്തു സാദിഖീൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഈ ആ വിഷയത്തിൽ ഖാല തആല അല്ലാഹു തആല പറഞ്ഞു മായൻദുറൂന അവർ കാത്തു നിൽക്കുന്നില്ല അവർ കാത്തു നിൽക്കുന്നില്ല ഇല്ലാ സൈഹത്തൻ വാഹിദ ഒരൊറ്റ അട്ടഹാസത്തെ അല്ലാതെ വഹിയ അത് നഫ്ഖത്തു ഇസ്രാഫീൽ അൽ ഊല ഇസ്രാഫീൽ അലൈഹി സ്വലാമിന്റെ ഒന്നാമത്തെ കാഹളമൂത്താണത് തഅഖുദുഹും എങ്ങനെയുള്ള ഒരൊറ്റ ശബ്ദമാണ് ഒരൊറ്റ അട്ടഹാസമാണ് തഅഖുദുഹും അത് അവരെ പിടികൂടും വഹും യഹ്സിമൂൻ അവർ തന്നെ തർക്കിക്കുന്നവരായ നിലക്ക് ബി തഷ്ദീദി ശബ്ദോടുകൂടി അതിൻ്റെ അസലി യഖ്തസിമൂൻ എന്നുള്ളതാണ് ഇഫ്താല വസനാണ് നുഖിലത്ത് ഹറക്കത്തു തായി ആ യഖ്തസിമൂനുള്ള താ ഉണ്ടല്ലോ ആ യഖ്ത ഫതഹ് ആ തായിൻ്റെ ഹർക്കത്ത് നീക്കപ്പെട്ടു ഇലൽ ഹായിലേക്ക് അപ്പം യഹ എന്നാകും എന്നിട്ട് ഉദ്ഗമത്ത് ഈ താ ഉണ്ടല്ലോ ഹർക്കത്ത് നിലവിലില്ലാത്ത താ ഫിസാദ് സാദിൽ ലയിപ്പിക്കപ്പെട്ടു അങ്ങനെ ഈ എന്തായി യഹസ്സിമൂൻ എന്നാണ് വരിക അല്ലേ തഅഖുദുഹും വഹും യഹസ്സിമൂൻ അല്ല യഹസ്സിമൂൻ എന്നാണ് ഈ ഖിറാഅത്ത് പ്രകാരം
നമ്മുടെ യഹ്സിമു അല്ലേ. പിന്നെ വഹും അവർ ഫി ഗഫലത്തിൻ അൻഹാ, ഈ സൈഹത്തും വാഹിദത്തിനെ തൊട്ട് ഒരൊറ്റ അട്ടഹാസത്തെ തൊട്ട് അവർ തന്നെ എന്തായ നിലയ്ക്ക് ഗഫലത്തിലായിരിക്കും, അശ്രദ്ധയിലായിരിക്കും. എന്ത് കാരണത്താൽ? എന്താണ് തഹാസുമ കൊണ്ട്, പരസ്പരമുള്ള തർക്കം കൊണ്ട്, തബായുൻ പരസ്പരമുള്ള ഇടപാടുകൾ കൊണ്ട്, അഖിലിൻ തീറ്റ കൊണ്ട്, ഷുർബിൻ കുടി കൊണ്ട്, വകരുതാലിക്ക് അതല്ലാതെ വേണം മറ്റു കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിരിക്കും അവർ. ഈ ഒരു അശ്രദ്ധ ഇതിനെ തൊട്ട് സയ്യിദ്മാരെ പറ്റി അവർക്ക് യാതൊരു ചിന്തയില്ലാതിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു വലിയൊരു ഒരു അട്ടഹാസം വന്ന് പിടികൂടുന്നത്. അപ്പോൾ ഈ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്തിലുണ്ട് എന്ത് യഖ്സിമൂൻ എന്നുണ്ട്, കയദരിബൂൻ പോലെ. അതായത് യഖ്സിമു ബഅദുഹും ചിലർ ചിലരോട് തർക്കിക്കുന്നവരായിരിക്കും. ഫല യസ്തതിഊന, അതുകൊണ്ട് അവർക്ക് കഴിയുകയില്ല തൗസിയ, ഒരു ഉപദേശം നൽകാൻ കഴിയുകയില്ല. അയ്യതായത് അയ്യൂസു, അവർ ഉപദേശം നൽകലുകൊണ്ട് വസീത്ത് ചെയ്യലുകൊണ്ട് അവർക്ക് കഴിയില്ല. വല ഇല അഹ്ലിഹിം, അവരവരുടെ കുടുംബങ്ങളിലേക്ക് യർജിഊൻ മടങ്ങുകയുമില്ല. മിൻ അസ്വാഖിഹിം, അവരുടെ ചന്തകൾ, അവർ പോയ ചന്തകളിൽ നിന്നും കുടുംബങ്ങളിലേക്ക് അവർ മടങ്ങുകയില്ല. വ അശ്ഗാലിഹിം, അവരുടെ ജോലികളിൽ നിന്നും അവർ കുടുംബങ്ങളിലേക്ക് മടങ്ങുകയില്ല. ബൽ മറിച്ച് യമൂത്തൂൻ, അവർ മരിക്കും. ഫിഹ, അവിടെ തന്നെ മരിക്കും, ചന്തകളിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ജോലികളിലായിട്ട് തന്നെ മരിക്കും. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. അത് കാരണം നഫഹത്തി സാനിയ, രണ്ടാമത്തെ ഊതലിന്റെ കാഹളമാണ്. ലിൽ ബാദി, പുനർജന്മത്തിന് വേണ്ടിയുള്ള, അതാണ് രണ്ടാമത്തെ. ആദ്യം ഒറ്റ ഊത് എല്ലാം കെട്ടടങ്ങും, പിന്നെ രണ്ടാമത് പുനർജീവത്തിന് വേണ്ടി. വബൈന നഫഹത്തൈനി, ആദ്യത്തെയും രണ്ടാമത്തെയും ഊതലുകൾക്കിടയിലുണ്ട് നഫഹത്തൈനി, രണ്ട് നഫഹത്തുകൾക്കിടയിലുണ്ട് 40 സന, 40 കൊല്ലുണ്ട്. ഫഇദാഹും, അപ്പോൾ അവർ എന്ന് വെച്ചാലാണ് അൽ മക്ബൂറൂന, ഖബറുകൾ അടക്കം ചെയ്യപ്പെട്ടവർ, മിനൽ അജിദാസ്, അവരുടെ അജിദാസ് എന്താണ് അൽ ഖുബൂർ, ഖബറുകളിൽ നിന്നും അല്ലെ, അജിദാസ് അവരുടെ ഖബറുകളിൽ നിന്നും അവരെന്തായിരിക്കും ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് യൻസിലൂൻ, വേഗത്തിൽ പോകുന്നവരായിരിക്കും. യഖ്റുജൂന ബിസുറ, വേഗത്തിൽ പുറപ്പെടുന്നവരായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കാഹളത്തിന്റെ വേളയിൽ കാലം അവർ പറയും, അതിൽ കുഫാർ മിൻഹു, അവരിൽ നിന്നുള്ള കാഫിര്യങ്ങൾ പറയും, യാ ലി തംബിഹ്, തംബീനാണ്, വൈലന, നമ്മുടെ നാശമേ, ഹലാക്കന, നമ്മുടെ ഹലാക്കെ, നാശമേ. ബഹുവ, ഈ വൈല് എന്നുള്ളത് മസ്തറാണ്, മസ്തർ ലാ ഫീൽ, എങ്ങനെയുള്ള മസ്തറാണ്? അതിനൊരു ഫീലും ഇല്ല, ഫീലില്ലാത്ത മസ്തറാണ് വൈല. അപ്പം നമ്മുടെ നാശമേ മിൻ ലഫ്ദി, അതിൻ്റെ ലഫ്ദിൻ്റെ ഭാഗത്തിലൂടെ ഫീലില്ല. അപ്പം ഹലക്ക യഹ്ലിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, മൈനയുടെ ഭാഗത്തിലൂടെ ഇതുണ്ട്, അതിന് മുഫ്രദ് ഉണ്ട് എന്നല്ലാതെ, അല്ല ഫീൽ ഉണ്ട് എന്നല്ലാതെ ലഫ്ദിൻ്റെ ഭാഗത്തിലൂടെ ആ വൈല് എന്ന ആ ഒരു ഭാഗത്തിലൂടെ എന്തില്ല, ഫീലില്ല. കാലിയാവല്ല, നമ്മുടെ നാശമേ, അവർ പറയും നമ്മുടെ നാശമേ. മം ബാസന, ആരാണ് ഉണർത്തിയത്? മിം മറക്കതിന, നമ്മളുടെ ഉറക്കത്തിൽ നിന്നും. ലിയന്നവും, കാരണം അവരായിരുന്നു ബൈന നഫഹത്തൈനി, ഈ രണ്ട് ഊതലുകൾക്കിടയിലായിരുന്നു, നാഇമീന, ഉറങ്ങുന്നവരായിരുന്നു. ലം യുഅദബു, അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ആ സമയത്ത്. അപ്പോൾ അവർക്ക് നല്ല കുഴപ്പമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ ആരാ എണീറ്റത്, ആരാ നമ്മളെ എണീപ്പിച്ചതെന്ന് ചോദിക്കും. ഹാദാ അയിൽ ബഅസു, ഇതെന്ന് വെച്ചാൽ അഥവാ ഈ പുനർജന്മം എന്നുള്ളത് മാ ഐ അല്ലദീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ ആയത്തിൻ്റെ ഒരു അല്പം ബാക്കി ഉണ്ടായിരുന്നു അല്ലേ, എന്താ കോള് വന്നിട്ട് കട്ടായിപ്പോയതാണ്. ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഹാദാ, ഇത്, ഐ അഥവാ അൽ ബഅസു, ഈ പുനർജീവിതം ഉണ്ടല്ലോ, പുനർജന്മം. എന്ന് വെച്ചാൽ ഐ അഥവാ ഐല്ലതി, യാതൊന്നാണ്, വഅദ ബിഹി, ആ ഒന്നുകൊണ്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അർ-റഹ്മാൻ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ ഈ പുനർജീവിതം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് വാഗ്ദാനം ചെയ്ത സംഗതിയാണ്. വസദഖ ഫീഹി, അതിന്റെ വിഷയത്തിൽ സത്യസന്ധത പുലർത്തിയിട്ടുമുണ്ട്. അൽ മുർസലൂൻ, മുർസലീങ്ങൾ. അഖറു, അവരെ അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഖാലു യാ വൈലന മൻ ബഅസന മിൻ മർഖദിന. അഖറു, അവരപ്പോൾ എന്ത് ചെയ്യും, അംഗീകരിച്ചിട്ടുണ്ടാവും. എന്ത്, ഈ ഹദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ എന്ന് പറയുമ്പോൾ അഖറു, അവർ സമ്മതിച്ചിട്ടുണ്ടാകും. ഹീന ലാ യൻഫഉഹുൽ ഇഖ്റാർ, എപ്പോൾ, ഹീന ഒരു വേളയിൽ, ലാ യൻഫഉഹും അവർക്ക് ഉപകാരം ചെയ്യാത്ത വേളയിൽ, അൽ ഇഖ്റാറു ഈ സമ്മതിക്കൽ. അപ്പൊ ഇവർ തന്നെയാണ് പറയുന്നത് എന്ത്, മൻ ബഅസന മിൻ മർഖദിന ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ടോട്ടലായിട്ട് ഈ ആളുകൾ പറയുന്നതാണ്, ഈ അവിശ്വാസികളായ ആളുകൾ. അത് പറയും എന്താണ്,
ആരാണ് നമ്മളെ ഈ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയത്? എന്നിട്ട് ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, ഇതെന്താണ്? റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത പുനർജീവിതമാണല്ലോ. വസദഖൽ മുർസലീൻ, അതിന്റെ വിഷയത്തിൽ മുർസലീങ്ങളൊക്കെ സത്യസന്ധത പുലർത്തിയിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരെന്താണ്? ഇതിനെ സമ്മതിച്ചിട്ടുണ്ടല്ലേ? അഖറു, അവർ സമ്മതിച്ചിട്ടുണ്ടാകും. അതായത് ഈ ഒരു സംഗതിനെ, ബഅസിനെ. ഹീനലായ ഫൗമുൽ ഇഖ്റാർ, ഈ സമ്മതിക്കൽ അവർക്ക് ഉപകാരം ചെയ്യപ്പെടാത്ത വേളയിൽ. അപ്പൊ അങ്ങനെയാണ്. ഇനി വക്കീല മറ്റൊരു അഭിപ്രായമുണ്ട്, യുഖാലു ലഹും ദാലിക, അത് അവരോട് പറയപ്പെടുന്ന സംഗതിയാണെന്ന്. ഏത്? മംബഅസനാ മിൻ മർഖദിനാ എന്നുള്ളത് അവർ തന്നെ പറയും. ഖബറുകളിൽ നിന്നും അവർ പുനർജീവിക്കപ്പെടുമ്പോൾ, ഉയർത്തപ്പെടുമ്പോൾ അവർ തന്നെ പറയും. പക്ഷേ ഈ മാ വഅദ റഹ്മാൻ വസദഖ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ എന്നുള്ളത് അവരോട് പറയപ്പെടുന്ന കാര്യമാണ്, അല്ലാതെ അവര് പറയുന്നതല്ല. അപ്പൊ അവര് പറയുന്നതല്ല എന്ന് പറയുമ്പോൾ അവർ ഇക്റാർ ചെയ്തിട്ടൊന്നുമില്ല. ഇനി അവർ തന്നെയാണ് പറയുന്നത് വെക്കുമ്പോഴോ അപ്പോൾ അവർ ഇക്റാറാണ്. അല്ലെങ്കിൽ എന്താ? അവരോട് പറയപ്പെടുന്ന കാര്യമാണ് ഇത് കേട്ടോ, ഇതന്ന് അള്ളാഹ് വാഗ്ദാനം ചെയ്ത മുർസലീങ്ങളൊക്കെ ഇതിനെപ്പറ്റിയാണ് സത്യം പറഞ്ഞതെന്ന് പറഞ്ഞ ആ സംഗതിയാണെന്ന് അവരോട് പറയപ്പെടുന്നത്. രണ്ടാമത്തെ അഭിപ്രായമാണ്, കീലയാണ്. ഇനി إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. إن നാഫിയതായ ഇന്നാണ്, അതുകൊണ്ടാണ് മാ കൊണ്ട് തഫ്സീർ എടുത്തിരിക്കുന്നത്. ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹ, അതല്ല ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ അട്ടഹാസമല്ലാതെ അല്ല. അത് ഒരൊറ്റ അട്ടഹാസമല്ലാതെ അല്ല. ഈ പുനർജീവിതമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോഴേക്ക് ഈ സൂറ നഫ്ഹത്ത്, ആ ഒരു നഫ്ഹത്തിനെ പറ്റിയാണ്. നഫ്ഹത്ത് എന്ന് ഒരൊറ്റ അട്ടഹാസമായിരിക്കും. നമുക്ക് അങ്ങനെ ആയിരിക്കും അനുഭവപ്പെടുക. ഫഇദാഹും, അപ്പോഴേക്കും ഈ അട്ടാസം ഉണ്ടാകുമ്പോഴേക്കും അവരൊക്കെയും ജമീൻ, അവർ മുഴുവനും ലദൈന, നമ്മളുടെ അടുക്കൽ, എന്താണ് നമ്മളുടെ അടുക്കൽ, മുഹ്ദറൂൻ, ഹാജരാക്കപ്പെട്ടവരായിരിക്കും. ഫല്യൗമ, അന്നേ ദിവസം, ലാ തുദ്ലമു നഫ്സുൻ, ഒരു നഫ്സും അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല, ഷൈഅൻ, ഒരൽപ്പവും പോലും ഒരു നിലയ്ക്കും, വലാ തുജ്സൗന, ഒരു നഫ്സിനും നൽകപ്പെടുകയില്ല, ഇല്ലാ ജസാഅ മാ, ഒന്നിന്റെ പ്രതിഫലമല്ലാതെ നൽകപ്പെടുകയില്ല, കുന്തും, നിങ്ങളായിരുന്നു, തഅമലൂന, എന്നാൽ തഅമലൂനഹു, ആ ഒന്നിനെ ചെയ്യുന്നവരായിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് തിന്മയാണ് ചെയ്ത് അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകുള്ളൂ, അല്ലാതെ അതേറെ പ്രതിഫലം, അതായത് തിന്മയേക്കാൾ വലിയൊരു തിന്മയുടെ പ്രതിഫലത്തെക്കാൾ, അതായത് തിന്മയുടെ ശിക്ഷയേക്കാൾ വലിയൊരു ശിക്ഷ നൽകപ്പെടുകയില്ല. നന്മയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ചിലപ്പോൾ നൽകിയെന്നും വരും. ഇന്ന അസ്ഹാബൽ ജന്ന, നിശ്ചയം സ്വർഗത്തിന്റെ ആളുകൾ, അൽയൗമ, അന്നേ ദിവസം, ഫീ ശുഗുലിൻ, ഇരുട്ടിൽ, ബിസുക്കൂനിൽ ഗൈനി വളമിയ, രണ്ട് ഖിറാഅത്ത്, നമ്മുടെ ഖിറാഅത്ത് ശുഗൽ എന്നാണ്, അല്ലാതെ ഖിറാഅത്ത് ശുഗൽ രണ്ടുണ്ട്. എന്തായാലും അന്നേ ദിവസം സ്വർഗത്തിന്റെ ആളുകൾ ഫീ ശുഗൽ, പണിയിലായിരിക്കും, വ്യാപൃതമാവുന്ന പണിയിലായിരിക്കും. എന്തിനെ തൊട്ട്? അമ്മ, ഒന്നിനെ തൊട്ട്, ഫീഹി, ആ ഒന്നിലാണുള്ളത്, അഹ്ലുന്നാരി, നരകക്കാരുള്ളത്. അപ്പൊ നരകക്കാരുള്ള എന്താണോ അതൊന്നും അവർ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. അവർ അതിനെ തൊട്ട് വ്യാപൃതരായിരിക്കും, അതിനെയും വിട്ട് വ്യാപൃതരായിരിക്കും. ആ വ്യാപൃതരാവുന്ന കാര്യം എന്തിനാൽ? മിമ്മ, ഒന്നിനാൽ, യതലദ്ദൂന, അവർ രസിക്കും, ബിഹി, ആ ഒന്നുകൊണ്ട്. അവർ ഏതൊന്നുകൊണ്ടാണ് രസിക്കുക? അവർ അതിലിങ്ങനെ ശുഗലായിക്കൊണ്ടിരിക്കും, അതിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കും. ആ മറ്റേ നരകക്കാരെന്തിലാണെന്ന് അവർ അശ്രദ്ധയായിരിക്കും, അതിനെപ്പറ്റിയൊന്നും അവർ ശ്രദ്ധിക്കൂല. അപ്പൊ അവർ സുഖിക്കുന്നതിന് ഉദാഹരണം കഫ്തിലാലിൽ അബ്കാർ, ബിക്കറുകളായിട്ടുള്ള സ്ത്രീകൾ, അവരുടെ ഇഫ്തിലാൽ എന്ന് വെച്ചാൽ സീൽ പൊട്ടിക്കുക, അവരുടെ ദുലയിലുള്ള സീലിനെ പൊട്ടിക്കുക. അത് വളരെ രസമുള്ള സംഗതിയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ആ സമയത്ത് യാതൊരു മ്ലേച്ഛതയോ അല്ലെങ്കിൽ വേദന ഒന്നും അനുഭവിക്കില്ല എന്നൊക്കെ പറയാം. അതൊക്കെ സ്വർഗീയമായ ആനന്ദങ്ങളാണ്. ലാ ശുഗല അബൂന ഫീഹി, തഇബ യതഅബു, അതായത് എന്താണ്? മടുക്കുക അല്ലെങ്കിൽ ക്ഷീണിക്കുക. ലാ ശുഗല, ഒരു പണി ഉണ്ടാവില്ല. എങ്ങനെയുള്ള യതഅബൂന, ക്ഷീണിക്കുന്ന ഒരു പണി ഉണ്ടാവില്ല, ഫീഹി, സ്വർഗത്തിൽ. ലിഅന്നൽ ജന്നത, കാരണം സ്വർഗം എന്നുള്ളത് ലാ നസ്ബ ഫീ, അതിൽ യാതൊരു ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു നൃത്തവും അവിടെ ഉണ്ടാവുകയില്ല. ഫാക്കിഹൂൻ, അവർ എന്താണ് പറഞ്ഞ? ഫീ ശുഗുലിൻ, അല്ലെ, അവർ വ്യാപൃതമാവുന്ന പണിയിലായിരിക്കും ഉണ്ടാവുക. വ്യാപൃതമാവുന്ന പണി എന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടല്ല, അവർ സ്വർഗ്ഗക്കാരൊന്നും നോക്കാൻ തന്നെ അവർക്ക് സമയം ഉണ്ടാവില്ല. അവർ വല്ലാതെ രസിച്ചിങ്ങനെ ഇരിക്കുകയായിരിക്കും, രസത്തിൽ മുഴുകിയിരിക്കുക എന്നായിരിക്കും, അല്ലെ. അപ്പം രസത്തിൽ അല്ലെങ്കിൽ മുഴുകുന്നതിൽ എന്തായിരിക്കും അവർ? ഫാക്കിഹൂൻ, അവർ ഫാക്കിഹീങ്ങളായിരിക്കും. ഫാക്കിഹ് എന്ന് വെച്ചാൽ ഫാക്കിഹത്തിൽ നിന്ന് വന്നതല്ല, ഫക്കാഹത്ത്, രസിക്കുക എന്ന അർത്ഥത്തിലുള്ള ഫക്കാഹത്തിൽ നിന്ന് വന്നതാണ്. അതായത് നായിമുൻ, അവർ സുഖം അനുഭവിക്കുന്നവരായിരിക്കും, രസം അനുഭവിക്കുന്നവരായിരിക്കും. ഖബറും സാനി, രണ്ടാമത്തെ ഖബറാണ് ഇന്ന അസ്ഹാബൽ ജന്ന എന്ന് പറഞ്ഞില്ല, ആ ഇന്നയുടെ രണ്ടാം ഖബറാണ്. അപ്പോൾ ഒന്നാം ഖബർ അത് ഫീ ശുഗൽ എന്നുള്ളതാണ്. അപ്പം ഇന്നയുടെ ഇസ്മ അസ്ഹാബൽ ജന്ന എന്നുള്ള അസ്ഹാബ്, പിന്നെ
അല്യോമ അന്നത്തെ ദിവസം ലർഫാണ്. പിന്നെ ഫീ ഷുഗൽ എന്നുള്ളത് ഒന്നാം ഖബറും ഫാക്കിഹു എന്നുള്ളത് രണ്ടാം ഖബറുമാണ്. ഹും അത് മുബത്തദാണ്. ഹും അവൻ അവരാകുന്നത്, അസ്വാജും അവരുടെ ഭാര്യമാരുമാകുന്നത്, ഫീ ളിലാലിൻ തണലുകളിൽ, ജംഉ ലുല്ലത്ത് അല്ലെങ്കിൽ ഔളിൽ എന്തായാലും ഇരുട്ട് എന്നാണ്. ഇരുട്ടുകളിൽ എന്ന് വെച്ചാൽ നെയിലുകളിൽ അവരും അവരുടെ ഭാര്യമാരും. ഖബറുൻ അത് ഖബറാണ് ഈ ഫീ ളിലാൽ എന്നുള്ളത്. അതായത് ലാ തുസീബഹും അവരെ ബാധിക്കുകയില്ല, അവർക്ക് എത്തുകയില്ല ശംസു സൂര്യൻ്റെ ആ ഒരു വല്ലാത്തൊരു ചൂടുള്ള വെളിച്ചം ഉണ്ടല്ലോ, അത് അവർക്ക് ബാധിക്കില്ല. സ്വർഗം അത്രയും രസകരമായിരിക്കുന്നു, ആ സൂര്യൻ്റെ താപമൊന്നും അവിടെ ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. അതാണ് അവർ ലിലാലിലായിരിക്കും എന്ന് പറഞ്ഞത്. അല്ലൽ അറായിക്കുകളുടെ മേലെ, അതായത് ചാരു കസേരകൾ അല്ലെങ്കിൽ കട്ടിലുകൾ. ജമ്മു അരീക്കത്തിൻ്റെ ജമ്മാണ്. വഹു അത് സരീറാണ്, കട്ടിലാണ്. ഫിൽ ഹൗജില അതായത് വധുഗൃഹത്തിലുള്ള അല്ലെങ്കിൽ മണിയറയിലുള്ള സരീർ കട്ടിലാണ്. ഔൽ ഫർഷി ഫീഹ അല്ലെങ്കിൽ ഫുർഷായിരിക്കും അല്ലെ, ഫുർഷല്ല ഫർഷായിരിക്കും, നോക്കണം. ഫിഹ ഈ മണിയറയിലുള്ള വിരിപ്പാണ് അരീക്കത്ത്. എന്തായാലും അതിൻ്റെ ജം ആണ് അറായിക്ക്. ആ അറായിക്കുകളുടെ മേലെയായിരിക്കും അവരും അവരുടെ സൗജന്മാരും. മുത്തഖിഊൻ എന്ന് വെച്ചാൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ഖബറുൻ സാനി രണ്ടാം ഖബറാണ്. മുത്തഅല്ലിഖുൻ അലയോട് ബന്ധപ്പെട്ടതാണ്. അലൽ അറായിക്കുകളുടെ മേൽ മുത്തഖിഊൻ ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും അവർക്കുണ്ട് ഫീഹ അവിടെ സ്വർഗീയാരാമങ്ങളിൽ ഫാക്കിഹത്തുൻ പഴവർഗ്ഗങ്ങളുടെ പഴമുണ്ട്. വലഹും ഫീഹ അവർക്ക് അവിടെയുണ്ട് മാ യദ്ദഊൻ അവരാഗ്രഹിക്കുന്നതൊക്കെയും, യതമന്നഊൻ അവർ തമന്ന അല്ലേ അവരിങ്ങനെ ആശ വെക്കുന്നതൊക്കെയും അവർക്ക് അവിടെ ഉണ്ടാകും. ഫീഹ സലാമുൻ മുബത്തതാണ്. സലാമുൻ എന്നതാകുന്നത് കൗലിനാലുള്ള സലാം, അതായത് സലാം എന്നുള്ള പറച്ചിലിനാലുള്ള സലാം എന്നുള്ള സംഗതി. അതായത് ബിൽ കൗല് കൊണ്ടുള്ള അത് തമീസായിട്ട് പറഞ്ഞാണ്. അതായത് പറച്ചിൽ കൊണ്ടുള്ള സലാം എന്നുള്ള ആ ഒരു പറച്ചിൽ, അത് അതിൻ്റെ ഖബറുഹു അമ്പത്തിൻ്റെ ഖബർ ഏതാണ്? അത് മിർ റബ്ബിൻ റഹീമിൻ ബിഹിം അല്ലെ, അവരോട് കരുണയുള്ള റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതായത് സലാം എന്ന പറച്ചിൽ അവരോട് കരുണയുള്ള റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് വെച്ചാൽ, അതായത് യഖൂലു ലഹും റബ്ബു സുബ്ഹാനഹു തആല റഹീമായ റബ്ബ് അവരോട് പറയും സലാമുൻ അലൈക്കും നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയും. അതുകൊണ്ടാണ് എന്താണ് സ്വർഗത്തിന് ദാറുസ്സലാം എന്ന് കൂടി പേരുള്ളത്. സൂറത്ത് യൂനുസിലുള്ളതുപോലെ വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം എന്നുള്ളത്. യഖൂലു അല്ലാഹു സുബ്ഹാനഹു വതആല പറയും ഇംതാസു നിങ്ങൾ വേർതിരിഞ്ഞു നിൽക്കുക, അയ്യൗമ ഇന്നേ ദിവസം, അയ്യുഹൽ മുജ്രിമൂൻ അല്ലയോ കുറ്റവാളികളെ, അതായത് ഇൻഫറദു നിങ്ങൾ ഒറ്റപ്പെട്ടു നിന്നു, അനിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളെ തൊട്ട്, അവർ ഈ മുജ്രിമീങ്ങളായ കുറ്റവാളികളായ ആളുകൾ കലരുന്ന വേളയിൽ ബിഹി മുഅ്മിനീങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ അള്ളാഹു പറയാ ഇന്ന് നിങ്ങൾ ഇവരുടെ അടുത്തേക്കാണ്, നിങ്ങൾ മാറി നിന്നു, കുറച്ചങ്ങോട്ട് മാറി നിന്നു, അകലം പാലിച്ചോ. അലം അഹദിയിലേക്കും ആമുറുക്കും അല്ലെ, അഹദ് എന്ന് വെച്ചാൽ ആമുറുക്കും ഞാൻ നിങ്ങളിലേക്ക്, അതായത് നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലായിരുന്നോ യാ ബനി ആദം അല്ലയോ ആദം സന്തതികളെ, അലാ ലിസാനി റുസുലി എൻ്റെ മുർസലീങ്ങളുടെ നാവുകളുടെ മേൽ എന്ന് വെച്ചാൽ മുർസലീങ്ങൾ മുഖേന ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ലേ, അല്ലാ തഅബുദു ശൈത്വാൻ നിങ്ങളെ പിശാചിനെ ആരാധിക്കരുത്, അഥവാ അല്ലാ തുതിഉ നിങ്ങൾ പിശാചിനെ വഴിപ്പെടരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ, ഇന്നഹു നിശ്ചയമാവൻ ലക്കും നിങ്ങൾക്ക് അദുവ്വും മുബീൻ വ്യക്തമായ ശത്രുതയാണ്, ബയ്യിനുൽ അദാവ വ്യക്തമായ ശത്രുത വ്യക്തമായ, അനിഅബ്ദൂനി എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയും കൽപ്പിച്ചില്ലായിരുന്നു, വഹിദൂനി എന്നെ ഏകദൈവമായിട്ട് കാണാനും, വഅതീഊനി എനിക്ക് വഴിപ്പെടാനും, ഹാദാ സിറാത്തുൻ ത്വരീഖുൻ മുസ്തഖീം ഇതാണ് ചൊവ്വായ വഴി എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ. വലഖദ് അളല്ല മിൻകും തീർച്ചയായും നിങ്ങളിൽ നിന്നും പിഴപ്പിച്ചിട്ടുണ്ടവൻ, ജിബില്ല ഒരു സൃഷ്ടി സമൂഹത്തെ. അവിടെ നേരത്തെ ഹജലത്ത് എന്നാണ് വധുഗൃഹം അല്ലെങ്കിൽ മണിയറ എന്നൊക്കെ അർത്ഥം. പിന്നെ നസ്ബ് എന്ന് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ, അന്നൽ ജന്നത്ത ലാ നസ്ബ ഫി അവിടെ വേദന ഇല്ലാന്ന്. പിന്നെ ഫർഷ് എന്നാണ് പറയുന്നത്, ഫർഷ് എന്നർത്ഥമുണ്ട് വിരിപ്പിന്. പിന്നെ വലഖദ് സത്യമായിട്ടും അവൻ പിഴപ്പിച്ചു, അവൻ എന്ന് വെച്ചാൽ ഷെയ്ത്താനാണെന്ന് മനസ്സിലാക്കാം, കാരണം അതിന് മുമ്പുണ്ട് അല്ലാത്ത അബുദ് ഷെയ്ത്താൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെ നിന്ന് പിഴപ്പിച്ചിരിക്കുന്നു ജിബില്ല സൃഷ്ടികളെ പിഴപ്പിച്ചിരിക്കുന്നു. ഹൽക്കൻ എന്നർത്ഥം. ജംഉ സൃഷ്ടികളെ, ജംഉ ജബീലിൻ്റെ ജമ്മാണത്. ഖദീമു പോലെ, ഖദീം
അപ്പം അങ്ങനെയല്ല വരിക, ജുബുല എന്നാണ് വരിക. ജുബുല എന്നാണ് ശരിക്കും. കദീം എന്ന രൂപത്തിൽ വരുമ്പോൾ ജബീലിൻ്റെ ജുബുല എന്നാണ് ഉണ്ടാവുക. അഫീ ഖിറാത്ത് മറ്റൊരു ഖിറാത്തിലുണ്ട് ബിളമ്മിൽ ബായി, ബായിനെ ലമ്മ ചെയ്തിട്ടുണ്ട്. അപ്പം ജിബുല എന്ന് വരും. പിന്നെ മാത്രമല്ല ജുബുല എന്നാണ് വരിക. അവിടെ ജീമിനും എന്താണ് കസറാണ്. നമ്മുടെ ഖിറാത്ത് വരുമ്പം ജീമിനും ബായിനും കസറാണ്. പിന്നെ ലാമ് മുഹഫത്തായിരിക്കില്ല, മുഷദത്തായിരിക്കും. അപ്പം നമ്മുടെ ജിബില്ലെന്നാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവിടെ 3-4 ഖിറാത്തുകളുണ്ട്. 3 ഖിറാത്തുകൾ എങ്ങാണ്ടുണ്ട്. ജിബില്ലൻ കസീറ എന്നാണ് നമ്മുടെ ഖിറാത്ത് വരുന്നത്. അപ്പോൾ ജിബില്ലൻ കസീറ, ഒരുപാട് സൃഷ്ടികളെ സത്യമായിട്ടും പിശാചി നിങ്ങളെന്ന് ഒരുപാട് സൃഷ്ടികളെ വഴിവേവിച്ചിട്ടുണ്ട്. അഫലം തക്കൂനു, നിങ്ങളായിരുന്നില്ലേ തഅക്കിലും ചിന്തിക്കുന്നവരായിരുന്നില്ല. അതാവത്തോ ഈ ശൈത്താൻ ശാസ്ത്രവും ശത്രുത വൈകുന്നേരം അവൻ്റെ പിഴപ്പിക്കൽ ഔ മാ ഹല്ലബിഹിം, അല്ലെങ്കിൽ മാ ഒന്നിനെ നിങ്ങൾ ചിന്തിച്ചില്ലേ, ഹല്ലബിഹിം അവരിൽ ഇറങ്ങിയ ഒന്ന് മിനൽ അദാബ്, ആ ഒന്നെന്തിനാൽ ശിക്ഷയാൽ. അപ്പോൾ തുഅ്മിനൂന, എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് അത് കാരണത്തായിട്ട് നിങ്ങൾ വിശ്വസിക്കുമല്ലോ. നിങ്ങൾ വിശ്വസിച്ചില്ലേ എന്ന്. ലഹും, അവരോട് പറയപ്പെടും ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ വെച്ച് ആദിഹി, ഇത് ജഹന്നമാണ്, അല്ലത്തി എങ്ങനെയുള്ള കുന്തും നിങ്ങളായിരുന്നു തുഅദൂന ബിഹാ, നിങ്ങൾ അതുകൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടവരാണ്. ആ ജഹന്നം ഇതാണ് എന്നാണ്. സ്ലൗവ, നിങ്ങൾ അതിലോട്ട് കയറിക്കോ. അല്യൗമ, ഇന്നേ ദിവസം, ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ സത്യത്തെ നിഷേധിച്ചിരുന്ന കാരണത്താൽ. അല്യൗമ, ഇന്നേ ദിവസം, നഖ്തിമു, നാം സീലി വെക്കും, അലാ അഫ്വാഹിം, അവരുടെ വായുകളുടെ മേൽ, അയിൽ കുഫാരി, കാഫിരീങ്ങളുടെ, ലിഖൗലിഹിം, അവരുടെ പറച്ചിൽ കാരണത്താൽ. അവരെന്താ പറയുന്നത്? വല്ലാഹി റബ്ബിന മാ കുന്നാ മുശ്രിക്കീൻ, വല്ലാഹി അള്ളാഹാണ് സത്യം, റബ്ബിന ഞങ്ങളുടെ റബ്ബാണ്, റബ്ബായ അള്ളാഹു ആണ് സത്യം, മാ കുന്നാ മുശ്രിക്കീൻ ഞങ്ങൾ പങ്കുവെച്ചിട്ടൊന്നും ഇല്ല, ഞങ്ങൾ മുശ്രിക്കീങ്ങളൊന്നും ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താവും? അള്ളാഹ് എന്ത് ചെയ്യും? അത് കാരണത്താൽ അവരുടെ വായകളും സീലി വെക്കുക. അവർ കളവ് ഇങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി അവരിങ്ങനെ കളവ് പറയുന്നല്ലോ അതൊക്കെ. വതുകല്ലിമന, എന്നിട്ട് നമ്മോട് സംസാരിക്കും, ഐതിഹ്യം, അവരുടെ കരങ്ങൾ, തശദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കും, ഗൈറുഹാ, കാലുകളല്ലാത്തതും ഒക്കെ എന്താവും? സാക്ഷ്യം വഹിക്കും. വിമാ കാനു യക്സിബൂൻ, അവർ ചെയ്തിരുന്ന എന്താണോ ആ ഒന്നുകൊണ്ട്. ഫകുല്ലു ഉളൂയിൻ, അപ്പോൾ എല്ലാ അവയവങ്ങളും യന്തിഖൂ, സംസാരിക്കും, ബിമാ ഒന്നുകൊണ്ട്, സ്വതറമിനു, ആ അവയവത്തിൽ നിന്ന് എന്ത് തിന്മയാണ് ഉണ്ടായത് അതെല്ലാം സംസാരിക്കും. വലൗ നശാഉ, നാമെങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലതമസ്ന, നാം മായിച്ചു കളഞ്ഞേനെ, അല അയിനും, അവരുടെ കണ്ണുകളുടെ മേൽ എന്ന് വെച്ചാൽ കണ്ണുകളുടെ മേലെ മായിക്കുക എന്ന് വെച്ചാൽ ലഅഉമൈനാഹും, അവരെ നാം അന്ധരാക്കിയനെ, തംസ മായിക്കലിനാൽ, ഫസ്തബിഖു, എന്നിട്ട് അവർ വേഗം പോകും. ഇബത്തദറു, അവരെന്താ വേഗത്തിലാകും, അസുറാത്ത്, അവരുടെ വഴി ഉണ്ടാവൂല, തരീഖ്, അവരുടെ വഴി, ദായിബീൻ, അവർ തന്നെ പോകുന്നവരായ നിലക്ക് വേഗത്തിലാകും. കാലത്ത് അവർ സാധാരണ അവരുടെ പതിവ് പോലെ സാധാരണ അവർ പോകുന്ന വഴിക്ക് അവർ വേഗത്തിൽ എന്താവും പോകാൻ നോക്കൂ. പക്ഷേ എന്നാന്ന് വെച്ചാൽ അപ്പം എങ്ങനെയാണ് യുബുസിർ അവർ കാണുക, ഹീനീദിൻ, ആ സമയം. കാരണം നമ്മൾ കണ്ണ് മൂടിയില്ലേ, കണ്ണിന് മായ്ച്ചളഞ്ഞില്ലേ. അതായത് എങ്ങനെയാ കാണുന്ന വെച്ചാൽ ലാ യുബുസിർ, അവർ കാണൂല എന്ന്. വലോനിഷാവു, നാമെങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മസഖനാം, അവരെ കോലം മറിച്ച് കളഞ്ഞതിനെ, കിറതൻ, കൊരങ്ങനായിട്ടും, നാസീറ, പന്നികളായിട്ടും, ഇജാറത്ത്, അല്ലെങ്കിൽ കല്ലുകളായിട്ടും, അല മക്കാനത്തി, അവരുടെ അതേ സ്ഥാനത്തിന്റെ മേലെ. ഓഫി ഖിറാത്ത്, മറ്റൊരു ഖിറാത്തിലാണ് മക്കാനാത്തിഹിം, ജമ്മു, മക്കാനത്തിന്റെ ജമ്മാണ്. ഏതർത്ഥത്തിലുള്ള മക്കാനത്ത്? യുമാന മക്കാന, സ്ഥലം എന്ന അർത്ഥത്തിലുള്ള മക്കാനത്ത് എന്ന പദത്തിന്റെ മക്കാനാത്തിഹിം, ആ ഒരു ഖിറാത്തുണ്ട്. നമ്മുടെ ഖിറാത്ത് മക്കാനത്തിഹിം. അതായത് ഫീ മനാസിലെയും, അവർ ആ ഇറങ്ങി നിൽക്കുന്ന എവിടെയാണോ അവിടെ വെച്ചിരുന്നോ അവരെ അള്ളാഹു ഒറ്റയടിക്ക് രൂപം മാറ്റി കളഞ്ഞേനെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. അപ്പം മസ്തത്താവ്, അപ്പം അവർക്ക് കഴിയായിരുന്നില്ല മുളിയൻ, കഴിഞ്ഞു കിടക്കലോ, വലായർജി, അവർ മടങ്ങുകയില്ലായിരുന്നു. അവർക്ക് മുളിയ് കഴിഞ്ഞടക്കാനും കഴിയില്ലായിരുന്നു, വലായർജി, അവർക്ക് മടങ്ങാനും കഴിയില്ലായിരുന്നു. ലം യുഖദ്ദിറു അലാ ദഹാബി വലാ മജി, ലം യഖ്ദിറു, അവർക്ക് കഴിവായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അലാ ദഹാബ്, പോകുന്നതിൻ്റെ മേലും, വല മജിയും, വരുന്നതിൻ്റെ മേലും ഒന്നും. അവൻ ആരെങ്കിലും നുഅമിറു, നാം അവനക്ക് ആയുസിനെ നീട്ടിക്കൊടുത്താൽ, ബി താലത്തി അജ്ലിഹി, അവൻ നിർണയിച്ചിട്ടുള്ള അവധിനെ നീട്ടൽ കൊണ്ട് അവൻ ആയുസിനെ വർദ്ധിപ്പിച്ചു കൊടുത്താൽ, നുനക്കിസു, നാം അവനെ തലകീഴാക്കിയനെ. ഫീ ഖിറാത്ത്, മറ്റൊരു ഖിറാത്തിലുണ്ട് ബി തഷ്ദീദ്, അല്ല നുൻകിസ്ഹു എന്നാണ്. മറ്റൊരു ഖിറാത്ത് ഇത് ഇങ്ങനെ രൂപത്തിൽ നുനക്കിസു എന്നുള്ളത് എന്താണ്? നുൻകിസ്ഹു എന്നുകൊണ്ട് തഷ്ദീദായിട്ട് നുനക്കിസു എന്നുണ്ട്. അത് മിന തൻകീസ് എന്നതിൽ നിന്നും വരുന്നതാണ്. തൻകീസ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ തലകീഴാക്കാന്ന്. അപ്പൊ തലകീഴാക്കിയെന്ന് വെച്ചാൽ ആഫിൽ ഹൽക്കി, സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ തലകീഴാക്കിയെന്ന് വെച്ചാൽ അതായത്
ഖൽഖഹു അവന്റെ സൃഷ്ടിപ്പിനെ തലയിലാക്കിയനെന്ന്. ഫയക്കൂനു ബഅദ ഖുവ്വതി, അപ്പം ഫയക്കൂനു അവനാകും ബഅദ ഖുവ്വതി അവന്റെ ആരോഗ്യത്തിന് ശേഷം, ശബാബി അവന്റെ യുവത്വത്തിന് ശേഷം, ലൈഫ ദുർബലനും ആകുമ്പോ, ഹരിമ എന്താണ് വാർദ്ധക്യം ബാധിച്ചവനോ. അതായത് ആർക്കേലും അല്ലാഹ് ആയുസ് വരെ ഒരു 19 വയസ്സ് വരെ നീട്ടി അവൻ യുവാവിനെ പോലെ ഉണ്ടാവുമോ? ഇല്ല. അവന്റെ യുവത്വത്തിന്റെ സ്ഥാനത്ത് വാർദ്ധക്യവും എന്താണ് നല്ല ചുറുകെറുക്കിന്റെ സ്ഥാനത്ത് നേരെയൊക്കെ വരുമെന്നാണ് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. നേരെ തലയിലാക്കുമെന്ന്. അഫലാ യഅഖിലൂന, അവർ ചിന്തിക്കുന്നില്ലേ, അന്നൽ ഖാദിർ അലാ ദാലിക, അതിന്റെ മേലെ കഴിവുള്ള ആള്, അൽ മഅലൂമി, ആ അറിയപ്പെട്ട കാര്യം ഉണ്ടല്ലോ, അതിന്റെ മേലെ കഴിവുള്ള ആള്, ഇന്ദഹും അവരുടെ അടുക്കൽ അറിയപ്പെട്ട ഒരു സംഗതി ഇല്ലേ, അതിന്റെ മേലെ കഴിവുള്ള ആൾ. അതായത് ഈ ആളുകൾ ഇങ്ങനെയൊക്കെ ആക്കാൻ കഴിവുള്ള ആളുകളാണ്. ഈ തുടക്കത്തിൽ അവരുടെ അടുക്കൽ അറിയപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, അവരുടെ അടുക്കൽ അറിയപ്പെട്ട ആ കാര്യത്തിന്റെ മേൽ കഴിവുണ്ടോന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ അവർ സൃഷ്ടിച്ചു എന്ന് അവർക്കറിയാം. അങ്ങനെയുള്ള അതിന്റെ മേലെ കഴിവുള്ള ആള് അല്ലേ, എന്തല്ലേ, ഖാദിർ എന്താണ് കഴിവുള്ളവനല്ലേ എന്ന് ചിന്തിക്കുന്നില്ലേ എന്ന്. ഒന്നുകൂടെ, അഫലാ യഅഖിലൂന, അവർ ചിന്തിക്കുന്നില്ലേ, അന്നൽ ഖാദിറ, നിശ്ചയം കഴിവുള്ള ആള്, അലാ ദാലികൽ മഅലൂമി ഇൻദഹും, അവരുടെ അടുക്കൽ അറിയപ്പെട്ട അക്കാര്യത്തിന് മേൽ, അതായത് ആദ്യമേ തുടക്കത്തിലെ സൃഷ്ടിക്കാൻ കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേന്ന് അവർ ചിന്തിക്കുന്നില്ലേ, ഖാദിർ കഴിവുള്ളവനാണെന്ന്, അലൽ ബാസി, പുനർജീവിതത്തിന് ഒന്നും കൂടെ ആയുസ് മടക്കി കൊടുക്കുക, ഒന്നും കൂടെ ജീവിതം നൽകാൻ കഴിവുള്ളവനല്ലേ എന്ന് അവർ ചിന്തിക്കുന്നില്ലേ. ഫയുമിനൂന, എന്നിട്ട് അവർ അതുകൊണ്ട് വിശ്വസിക്കുന്നില്ലേ. ഫി ഖിറാഅത്തിൻ, മറ്റൊരു ഖിറാഅത്തിലുണ്ട് ബിത്തായി, താവ് കൊണ്ട്. അപ്പോൾ നിങ്ങൾ എന്നർത്ഥം വരും. അസ്സലാമു അലൈക്കും. വമാ അല്ലംനാഹു, നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല. ഐ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പഠിപ്പിച്ചില്ല. അശ്ശീറ, കവിത പഠിപ്പിച്ചിട്ടില്ല. അത് റദ്ദുൻ, ഒരു മറുപടിയാണ് കൗലിഹിം, മുശ്രിക്കീങ്ങൾക്ക് പറച്ചിലുള്ള മറുപടിയാണ്. എന്താണ്? ഇന്നമാ അതാബിഹി, മുഹമ്മദ് കൊണ്ടുവന്ന് വന്നിട്ടല്ലോ, അത് മിനൽ ഖുർആനിനാൽ കൊണ്ടുവന്നത് ശരിക്കും ഷിഅറുൻ, അത് കവിതയാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർക്കുള്ള മറുപടിയാണത്. ഒമാ എംബഗി, അദ്ദേഹത്തിന് എംബഗിന്ന് ശേസലു, അത് പറ്റിയതല്ല, യോജിച്ചതല്ല, ലഹു അദ്ദേഹത്തിന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് അശ്ശിഅർ, കവിത യോജിച്ചതല്ല. ഇൻ ഹുവ, അതല്ല ലൈസല്ലദി അതാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്ന ഒന്ന് അല്ല, ഇല്ല ദിക്റുൻ, എന്ന് വെച്ചാൽ ഇലത്തുൻ, ഉപദേശമല്ലാതെ അല്ല, ഉപദേശം മാത്രമാണ്, ഖുർആനും മുബീൻ, വ്യക്തമാക്കുന്ന ഖുർആനും മാത്രമാണ്, മുദ്ഹിറൻ, വ്യക്തമാക്കുന്ന, ലിൽ അഹ്കാമി, ഹുക്കുമുകളെയും, വഗൈരി, അതല്ലാത്ത മറ്റു കാര്യങ്ങളെയൊക്കെ വ്യക്തമാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ലിയുൻദിറ, ബിൽ യാവ് കൊണ്ട് ഖിറാഅത്തുണ്ട്. അപ്പം അത് എന്ത് ചെയ്യാൻ വേണ്ടി? മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ഇവിടെ കഴിഞ്ഞ ആയത്തിൽ എന്താ പറഞ്ഞത്? ഇല്ല ദിക്റും വ ഖുർആനും മുബീൻ, വ്യക്തമാക്കുന്ന ഖുർആനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? ലിയുന്ദിറ, ആ ഖുർആൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. പിന്നെ വത്തായി, താവ് കൊണ്ടും ഖിറാഅത്തുണ്ട്. അപ്പോൾ ലിതുന്ദിറ, അങ്ങ് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, ബിഹി, ഏതുകൊണ്ട്? ആ ഖുർആനിനെയും കൊണ്ട്. മൻ കാന ഹയ്യ, മൻ ഒരുത്തിന്, കാന ഹയ്യ, അവൻ എന്താണ്? ജീവനുള്ളവനാണ്. അങ്ങനെയുള്ളവന് ജീവനുള്ളതെന്ന് വെച്ചാൽ യഅഖിലു, ചിന്തിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി? ചിന്തിക്കുന്ന. അപ്പം ഹയ്യ് എന്ന് പറഞ്ഞിട്ട് ആ ഹയ്യെന്നും പ്രത്യേകമായിട്ടുള്ള എന്താണ് ജീവനുള്ള എന്ന ഒരർത്ഥത്തെ മാത്രം എന്താണ് ഉദ്ദേശിച്ചിട്ട് പറയാണ്. അപ്പം യഅഖിലു മാ യുഖാതബു ബിഹി, യഅഖിലു മനസ്സിലാകുന്ന ആൾക്ക് താങ്കൾ അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. ഒരു കാര്യത്തെ മനസ്സിലാകുന്ന, യുഖാതബു ബിഹി, അതുകൊണ്ടാണ് അവനോട് അഭിസംബോധന ചെയ്യപ്പെടുന്നത്. വഹും, അതാരാണ്? അൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളാണല്ലോ, പറയുന്ന കാര്യം മനസ്സിലാകുന്ന ടീം. വയഹിഖൽ ഖൗല് സത്യമാകുവാൻ വേണ്ടിയാണ്, ബിൽ അദാബി, ശിക്ഷ കൊണ്ടുള്ള, അലൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ മേലുള്ള, വഹും, അവർ കൽ മയ്യിത്തി, മറ്റേ ജീവനുള്ളവരെ പോലെയാണ് മുഅ്മിനീങ്ങൾ. കാഫിരീങ്ങളോ അത് മയ്യിത്ത്, ശവങ്ങളെ പോലെയാണ്. ലാ യഅഖിലൂന, അവർ മനസ്സിലാക്കുകയില്ല, ഒന്നിനെ, യുഖാതബൂന ബിഹി, ആ ഒന്നിനെയും കൊണ്ടാണ് അവർ അഭിസംബോധന ചെയ്യപ്പെടുന്നത്, അതിനെ അവർ മനസ്സിലാക്കുന്നില്ല. അവലം യറൂ, അവർ കണ്ടില്ലേ, യഅലമു, അവർ മനസ്സിലാക്കിയില്ലേ. അപ്പം യറ അല്ലെ, അഫൽ ഖുലൂബാണ്, അവർ മനസ്സിലാക്കിയില്ലേ എന്ന്. അൽ ഇസ്തിഫാമോ, ഇവിടുത്തെ ഇസ്തിഫാം അലി തക്രീറിന് വേണ്ടിയുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്, മനസ്സിലാക്കിയില്ലേ, മനസ്സിലാക്കിയിട്ടുണ്ട്. വൽ വാവുൽ ലത്വി, ഇവിടുത്തെ വാവുണ്ടല്ലോ, അവലം എന്ന് പറഞ്ഞെടുത്ത അലം എന്നാണ്. ആ വാവ് എന്തിൻ്റെയാണ്? ആതിഫത്തായ വാവാണ്. അന്നാ ഖലഖനാ ലഹും, നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടില്ലേ എന്ന്. ഫി ജുംലത്തിൻ നാസി, ഈ ലഹു എന്ന് പറഞ്ഞാൽ
ജുംലത്തിൻ നാസിന്റെ വിഷയത്തിലാണ്. ജുംലത്തിൻ നാസ് അതായത് ജനങ്ങൾ ഒട്ടുക്കും എന്ന വിഷയത്തിലാണ്. ഇപ്പോൾ അവിടെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, കാഫിര്യങ്ങൾ മുഅ്മിനീങ്ങൾ. അപ്പോൾ കാഫിര്യങ്ങൾക്ക് എന്ന രൂപത്തിലല്ല ലഹും, മറിച്ച് എന്താണ് എല്ലാവർക്കും, സൃഷ്ടികൾ മൊത്തത്തിലും അവർക്കൊക്കെയും നാം സൃഷ്ടിച്ചില്ലേ. മിമ്മ ഒന്നിനാൽ, ഒന്നിൽ നിന്നും, ആ ഒന്ന് എന്തിനാൽ, അമിലത്ത് പണിയെടുത്തു, ഐദീന നമ്മളുടെ കരങ്ങൾ പണിയെടുത്തു. അള്ള പറയുകയാണ് നമ്മുടെ കരങ്ങൾ പണിയെടുത്തു എന്തെന്ന് വെച്ചാൽ അമ്മല്ലാഹു നാം അതിനെ, അല്ലെങ്കിൽ അമൽനാഹു അല്ലെ നാം അതിനെ പണിതു, ബിരാ ശരീക്ക് ഒരു പങ്കുകാരനെയും കൂടാതെ, വല മോയിൻ ഒരു സഹായം ഇല്ലാതെ നാം അതിനെ പണിതു. അങ്ങനെയുള്ള ഒന്നിനാൽ എന്തിനെയാണ് സൃഷ്ടിച്ചത്? ആ ഹലക്കന എന്നതിനെ മഫൂല, അൻആമ ആട് മാട് ഒട്ടകങ്ങളെ, ഹിയൽ ഇബിലു വൽ ബക്കറു വൽ ഗനമ് ഒട്ടകവും പശുവും ആടുമൊക്കെയാണത്. അപ്പം അതിനെയൊക്കെ നമ്മൾ എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയ? മിമ്മ അമലത്ത് ഐദീന, അതായത് നമ്മളാണ് അതിനൊക്കെ പണിയെടുത്ത് ഉണ്ടാക്കിയെന്ന്. നിങ്ങളാരും ഉണ്ടാക്കിയതാണോ? അല്ല. അപ്പം കൈകൾ എന്ന് പറഞ്ഞൊരു ആലങ്കാരിക പ്രയോഗമാണ്. എന്തായാലും നിങ്ങളാരും ചെയ്തതൊന്നല്ല, അതിനെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. അപ്പോൾ അതിന് ആർക്ക് വേണ്ടി? മനുഷ്യർക്കൊക്കെ വേണ്ടി നാം സൃഷ്ടിച്ചു. അതവർ കണ്ടില്ലേ? അവർ അതിനെ മനസ്സിലാക്കിയില്ലേ? ഫഹും അപ്പോൾ നാം അതിനുണ്ടാക്കിയപ്പോഴേക്കും അവർ, ഈ മനുഷ്യര്, ലഹ അവകളുടെ മാലിക്കൂൻ മാലിക്കീങ്ങളാണ്, അതായത് ഉടമസ്ഥരാണ്, ലാബിത്തൂൻ അതിനെ നിയന്ത്രിക്കുന്ന ഉടമസ്ഥന്മാരായി തീർന്നു അല്ലേ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെയൊക്കെ സൃഷ്ടിച്ചു, ഇതിൻ്റെയൊക്കെ താൽക്കാലികം ഭൂമിയിലുള്ള മാലിക്കീങ്ങളായി, ലാബിത്തീങ്ങളായി. നമ്മൾ പറയാം ഒരു അക്ഷരത്തിന് ഹർക്കത്ത് കൊടുക്കുമ്പോൾ അതിനെ ലബത്ത് ചെയ്യാന്ന് പറയും, ഫത്തഹ് കസർ ലമ്മക്ക, അതിനെ നിയന്ത്രിക്കലാണ് ഈ രൂപം മറ്റേ രൂപം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലാബിത്വം വെച്ചാൽ നിയന്ത്രിക്കുന്നത്. വദല്ലല്ലാഹ നാം അതിനെ കീഴ്പ്പെടുത്തി, നിസാരമാക്കി എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ നിന്നാണ് കീഴ്പ്പെടുത്തി എന്നർത്ഥം. സഹർനഹ ആ ആടുമാട് ഒട്ടകങ്ങളെ നാം കീഴ്പ്പെടുത്തി, ലഹും അവർക്ക് മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്തില്ലേ. ഫമിൻഹ അങ്ങനെ ആ ആടുമാട് ഒട്ടകങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലുള്ള ചിലതിലുണ്ട്, റക്കൂബുഹും അവരുടെ റക്കൂബുണ്ട്, അഥവാ മർക്കൂബുഹും അവർ വാഹനമാക്കപ്പെടുന്ന സാധനം, അവരുടെ വാഹനങ്ങൾ അക്കൂട്ടത്തിലുണ്ട്, ചിലതാണ്. അതായത് ആടിനെയും പശുവിനും എന്താക്കൂല? വാഹനാക്കൂല. ഒട്ടകത്തിന് എന്താക്കും? വാഹനാക്കും. ഇനി മിൻഹ അതിൽ നിന്നും യഅ്കുലൂന അവർ കഴിക്കുകയും ചെയ്യുന്നു, ആടിൽ നിന്നും മാടിൽ നിന്നും ഒട്ടകത്തിൽ നിന്നൊക്കെ അവർ കഴിക്കുന്നില്ലേ, മാംസം കിട്ടുന്നില്ലേ. വലഹും അവിടെ കൊണ്ട് ഫീഹ ആടുമാട് ഒട്ടകങ്ങളിൽ മനാഫിയു ഉപകാരങ്ങളുണ്ട്. ഇതുപോലെ അസ്വാഫിയ അതിൻ്റെ രോമം പോലെ, വാവുബാരി അതിൻ്റെ രോമമാണ്, വാശാരി അതിൻ്റെ രോമമാണ്. ഇതിങ്ങനെ ആവർത്തിച്ച് ചില സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട മുഫസിർ കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു മറ്റേ നെഹൽ സൂറത്തിൽ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഔബാരി എന്താണ് ഔസാഫിയാവ ഔബാരിഹവ അശാരി, അതേ ആ തർത്തീബ് കൊണ്ടുവന്നാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ തഫ്സീറിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഔബാർ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അത് ഒട്ടകത്തിൻ്റെ രോമാണ്. ഔസാഫ് അത് ചെമ്മരിയാടിൻ്റെതും ആടിൻ്റെയാണ്. പിന്നെ മറ്റേത് കോലാടിൻ്റെയാണ്. എന്ന് വെച്ചാൽ കോലാടിൻ്റെ രോമമാണ് എന്നാണ് അവിടെ മുഫസിർ കൊടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇവിടുത്തെ മുഫസിർ തന്നെ അവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടുത്തെ മുഫസിർ ആയിരിക്കുമല്ലോ അല്ലേ. ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട മഹല്ലി ഇമാമാണ്, മറ്റേത് സുയൂത്തി ഇമാമാണ്. പിന്നെ എന്തായാലും ഇങ്ങനെ പല അർത്ഥങ്ങളാണ് വരുന്നത്. മഷാരിബ് അപ്പം പല ഉപകാരങ്ങളുമുണ്ട് അവർക്ക് ഈ ആടുമാട് ഒട്ടകങ്ങളിൽ. പിന്നെ മഷാരിബു കുടികളുമുണ്ട്, മിൻ ലബനിഹ അതിൻ്റെ പാലിൽ നിന്നും. മഷറബ് മഷറബിൻ്റെ ജമാണ് ബിമാന ഷുറുബ്, ഷുറുബ് എന്നർത്ഥമുള്ള കുടി എന്നർത്ഥം വരും. മഷറബ് മീമിയായ മസ്തർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ജമാണ് മഷാരിബ്. അല്ലെങ്കിൽ മൗലി ആഹു, അല്ലെങ്കിൽ എന്ത് വെക്കണം? മഷാരിബ് എന്നുള്ളത് എന്താണ്? മൗലിയുഹു അതിൻ്റെ സ്ഥലമാണെന്ന് വെക്കണം. അഫലാ യഷ്കുറു അതൊക്കെ ഉണ്ടായിട്ടു അവർ നന്ദി ചെയ്യുന്നില്ലേ എന്ന്. അൽ മുൻഅമ അലൈഹിം ഈ അനുഗ്രഹം ആരുടെ മേലാണ് ചെയ്യപ്പെട്ട? അവർ നന്ദി ചെയ്യുന്നില്ല ബിഹ ഈ അനുഗ്രഹങ്ങൾക്ക്. ഫയുമിനൂൻ എന്നിട്ട് അവർ വിശ്വാസികളാവുന്നില്ലേ? അതായത് മാ ഫാലു ദാലിക ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നില്ല, ചെയ്തിട്ടില്ല, അവർ നന്ദിയുള്ളവരായിട്ടില്ല. വത്തഹദു അവർ സ്വീകരിച്ചു മിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതായി, റഹു അള്ളാഹുവിനല്ലാതെ ആലിഹത്തൻ എന്താണ് ആരാധ്യന്മാരെ അവർ സ്വീകരിച്ചു. അസ്നാമൻ യഅ്ബുദൂന അവരതിനെ ആരാധിക്കുന്നു. അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ അവർ സ്വീകരിച്ചു. ലഅല്ലഹും യുൻസറൂൻ അവർ സഹായിക്കപ്പെടാൻ വേണ്ടി. യുംനഊന മിൻ അദാബില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർ തടുക്കപ്പെടാൻ വേണ്ടി. ബിശഫാഅത്തി ആലിഹത്തിഹിം അവരുടെ ആരാധ്യന്മാരുടെ ശുപാർശ നിമിത്തം. ബിസാമിഹിം അവരുടെ ഈ ഒരു കണക്കൂട്ടലാണ്, അവരുടെ ഒരു സാമ് നിരർത്ഥകമായ വാദം മുഖേനയാണ് അവരെല്ലാം ഇത് പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഒന്നും ശരിയല്ല. ലാ യസ്തതിഊന അവർക്ക് കഴിയുകയില്ല, അവർക്കൊന്നും ചില ആലിഹത്തുഹും അവരുടെ ആരാധ്യന്മാർക്ക്, ആരാധിക്കുന്ന ഈ ആരാധ്യന്മാർക്ക് കഴിയുകയില്ല. അപ്പോൾ നുസിലു ഈ ലാ യസ്തതിഊന എന്ന് പറഞ്ഞില്ല, അപ്പോൾ ഈ ആലിഹത്ത് എന്ന് പറഞ്ഞുള്ള ഇതിനെ ഇറക്കപ്പെട്ടു.
ഈ ഇലാഹുമാരെ ഇറക്കപ്പെട്ട് മുനസ്സലത്തിൽ ഉഖലാ ബുദ്ധിയുള്ളതിൻ്റെ സ്ഥാനം. സാധാരണ ആലിഹത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ആ മുഅന്നസിൻ്റെ രൂപത്തിലാണ് അതിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെട്ട ഫീലുകളൊക്കെ കൊടുക്കൽ. അപ്പോൾ ലാ യസ്തതീഉന എന്ന് പറയാതെ ലാ തസ്തതീഉ എന്താണ്, ലാ തസ്തതീഉ എന്നാണ് സാധാരണ കൊടുക്കേണ്ടത്. അവിടെ ലാ യസ്തതീഉന ആക്കി എന്താണ്, ഈ ബുദ്ധിയില്ലാത്ത ആലിഹത്തിനെ പിടിച്ച് ബുദ്ധിയുള്ളതിൻ്റെ സ്ഥാനത്ത് ഇറക്കിയതാണ്. അതുകൊണ്ട് അങ്ങനെ എടുത്താൽ. അപ്പോൾ അവറ്റകൾക്ക് കഴിയുകയില്ല, നസ്രഹും അവരെ തടഞ്ഞ് സഹായിക്കാൻ കഴിയുകയില്ല എന്ന്. അതായത് ഇവരെ ആരാധിക്കുന്ന ഈ മുശ്രിക്കീങ്ങളെ തടഞ്ഞ് സഹായിക്കാൻ കഴിയുകയില്ല എന്ന്. ബഹും അവരെന്ന് വെച്ചാൽ ഈ ആലിഹത്തും ഈ മുശ്രിക്കീങ്ങളുടെ ഇലാഹുമാരുണ്ടല്ലോ, ആമിനൽ അസ്നാമി വിഗ്രഹങ്ങളുള്ള ഇലാഹുമാർ, അവർ ലഹും ഇവരെ ആരാധിക്കുന്ന ആളുകൾക്ക് ഉള്ള ജുന്തുൻ സൈന്യമാണ് എന്ന്. ബിസാമിഹിം അവരുടെ സാമു കൊണ്ട്, അവരുടെ ആ ഒരു നിരർത്ഥകമായ വാദം കൊണ്ട്. എന്താ അവരുടെ വാദം? നസ്രഹും ഇവർ സഹായിക്കും, മറ്റവരുടെ സഹായം നമുക്കുണ്ടാവും എന്ന് പറയുന്നില്ല. ഇവരുടെ ഇലാഹുമാര് ജുന്ദുല്ലഹും ഇവർക്കുള്ള സൈന്യമാണ്, മുഹളറൂൻ സൈന്യമാണ്, മുഹല്ലറൂൻ അവർ ഹാജരാക്കപ്പെട്ടവരുമാണ്, ഫിന്നാര് നരകത്തിൽ അവരുടെ രണ്ടു കൂട്ടനും നരകത്തിലുണ്ടാവുന്നു. ഫലാ യഹ്സുൻ അങ്ങയെ വിഷമിപ്പിക്കാതിരിക്കട്ടെ കൗലുഹും അവരുടെ പറച്ചിലില്ല, അങ്ങയോടുള്ള എന്താ പറച്ചിൽ, ലസ്ത മുർസല താങ്കൾ ദൂതനല്ലാന്ന്, നീ ദൂതനല്ലാന്ന് അവർ പറയുന്നു. പിന്നെ ഗൈറു താലിക അതല്ലാത്ത പലതും നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും താങ്കളെ വിഷമിപ്പിക്കാതിരിക്കട്ടെ. ഇന്ന നിശ്ചയം നമ്മളെ ന്യാലമോ നാം അറിയുന്നുണ്ട്, മായിസറൂന അവർ പരസ്യമാക്കുന്നതിനെയും അല്ല രഹസ്യമാക്കുന്നതിനെയും അമ്മായിനെ അവർ പരസ്യമാക്കുന്നതിനൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. മീൻ ദാലിക അതിനാലും വകൈരി അതല്ലാത്തതിനാലും ഒക്കെ. എന്നിട്ട് ഫനജാസിഹിം നാം അവർക്ക് പ്രതിഫലവും നൽകുക അലൈഹി അതിൻ്റെ മേൽ, അവർ പറയുന്നതിൻ്റെ പേര് നമ്മൾ പ്രതിഫലം നൽകും. അവലം യറൽ ഇൻസാന് മനുഷ്യൻ കണ്ടില്ലേ, മനുഷ്യൻ അറിഞ്ഞില്ലേ വഹുവൽ ആസിബിന് വാഇൽ എന്ന ആളാണ്, അയാളെ പറ്റി പറയുന്നത്. അവൻ മനസ്സിലാക്കിയില്ലേ അന്നാ ഖലഖനാഹു നാമാണ് അവനെ സൃഷ്ടിച്ചതെന്ന്, മിൻ നുത്ഫത്തിൻ ഒരു നുത്ഫയിൽ നിന്നും, ഒരു ബീജത്തുള്ളിയിൽ നിന്നും, മനിയൻ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും, ഏതുവരെ പടച്ചു ഇലാ അൻ സയ്യർനാഹു നാം അവനെ ആക്കി തീർക്കും വരെ, ഷദീദൻ കവിയൻ നല്ല ശക്തിയുള്ള ബലവാനായ ഒരുത്തനെ ആക്കി അവനെ ഈ എന്താണ് മനിയിൽ നിന്നും ഒരു കവിയും ഷദീദുമായ ഒരാളെ ആക്കി, അങ്ങനെയാണ് നാം അവനെ സൃഷ്ടിച്ചത് എന്നവൻ മനസ്സിലാക്കിയില്ലേ. അപ്പോഴേക്കും അവന് എന്താണ്, ഹസീമുൻ എന്ന് വെച്ചാൽ നല്ല താർക്കികനായി, ഷദീദുൽ ഹുസൂമത്തി തർക്കം ശക്തമായവനായില്ലേ, നമ്മളോടൊപ്പം അവൻ വന്ന് വലിയ തർക്കിക്കുകയാണ്, വീമ്പിളക്കാണ്. മുബീനുൻ വ്യക്തമാക്കുന്ന അല്ലെ, എന്തിനെ വ്യക്തമാക്കുന്ന, ബയ്യിനുഹാ ഹുസൂമത്തിനെ തർക്കത്തെ വ്യക്തമായ താർക്കികനായി തീർന്നു അവനിപ്പോ. ഏത് വിഷയത്തിൽ, ഫി നഫീൽ ബാസി പുനർജീവിതത്തെ നിഷേധിക്കുന്ന വിഷയത്തിൽ. ആസവിനുമായി അയാൾ ഒന്ന് പറഞ്ഞ് പുനർജീവിതം ഒന്നും ഇല്ലാന്ന് പറഞ്ഞ്. എന്നിട്ട് വളറബലന അവൻ നമ്മോട് എന്ത് ചെയ്തു, ഒരു അപൂർവമായ സംഗതിനെ കൊണ്ടുവന്നു. ലറബ മസലൻ എന്ന് വെച്ചാൽ അപൂർവമായ സംഗതിയാണ്. അതായത് ഉപമ എന്നൊക്കെ പറയും, നമ്മൾ ഉപമയായിട്ട് കൊണ്ടുവരുന്ന പൊതുവിൽ അപൂർവമായ സംഗതിയാണ് കൊണ്ടുവരിക, വിദൂരമായതിന്. എന്തായാലും വളറബലന എന്നിട്ട് അവൻ നമ്മളോട് വന്നിട്ട് വലിയ ഉഷാറാക്കിയിട്ട് ഒരു മസലൻ ഒരു ഉദാഹരണത്തെ ഉദാഹരിച്ചു. ഫീദാലിക്ക് ആ പുനർജീവിതം ഇല്ല അതിനെ നഫി ചെയ്യുന്ന വിഷയത്തിൽ. ഏതൊരു വനസി അവൻ മറക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൽക്ക അവൻ്റെ സൃഷ്ടിപ്പിനൊക്കെ അവൻ ആകെ പാടെ മറന്നു. എന്തിൽ നിന്നുള്ള സൃഷ്ടിപ്പിന്, മനിയിൽ നിന്നുള്ള. വഹുവ ഏതൊരു സ്ഥിതിയിൽ ഈ മനി തന്നെ അഖറബു മിസ്ലി അവനെ പോലുള്ളവൻ വളരെ വിദൂരമാണ് അല്ലെ, വളരെ വിദൂരമായ ഒരു മനിയിൽ നിന്നും വളരെ വിദൂരമായ രൂപത്തിൽ ഒരു മനുഷ്യനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയില്ലേ. അപ്പൊ അതെല്ലാം അവൻ മറന്നുപോയി. എന്നിട്ട് കാലവൻ പറഞ്ഞു, ആരാണ് യുഹീൽ ഇലാമ അസ്ഥിയെ ജീവിപ്പിക്കുക, വഹിയ അത് തന്നെ ആ അസ്ഥി തന്നെ എന്താ നിലക്ക്, റമീം നുരുമ്പിയതായ നിലക്ക് ആരാണ് ഈ അസ്ഥിയെ ജീവിപ്പിക്കുക എന്നവൻ ചോദിക്കുകയാണ്. അതായത് ബാലിയത്ത്, റമീം എന്ന് വെച്ചാൽ ബാലിയത്തായ നുരുമ്പിയ അസ്ഥി. വലം യഖുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല റമീമത്ത് എന്ന് പറയാതെ റമീം എന്നല്ല പറഞ്ഞത്, മുദക്കറാക്കാതെ മുഅന്നസാക്കാതെ ബിത്തായി ഓടുകൂടി മുഅന്നസാക്കാതെ മുദക്കറാക്കിക്കൊണ്ട് പറഞ്ഞു. എന്താണ് അങ്ങനെ? അത് ലിഅന്നഹു ഈ റമീം എന്ന ലഫ്ള് അത് ഇസ്മാണ്, ലാ സിഫത്ത് അല്ല, ലാ സിഫത്തല്ല. ഇസ്മു എന്ന് വെച്ചാൽ അതിൻ്റെ മേലെ ഇസ്മിയത്ത് എന്തായി ഗാലിബായി മികച്ചു. അപ്പോൾ അത് ഇസ്മിൻ്റെ കോലത്തിൽ ഉപയോഗിക്കണം. ഫൈൽ വസനിൽ വരുമ്പോൾ ഇസ്മു മികച്ച സംഗതിയാണെങ്കിൽ അതിൽ ഇസ്മിയത്ത് മികച്ചതാണെങ്കിൽ അതിന് കൂട്ടാനേ പാടില്ല. അതുകൊണ്ടാണ് റമീമത്ത് എന്ന് പറയാതെ റമീം എന്ന് തന്നെ പറഞ്ഞത്. റുവിയ നിവേദനം ചെയ്യപ്പെടുന്ന അന്നഹു അവൻ അഹദ ഈ ആസിബിന് വായിൽ എന്ന് പറഞ്ഞ ആൾ അഹദ എടുത്തു, അവൻ ഒരു അസ്ഥിയെ റമീമൻ നുരുമ്പി ഒരു അസ്ഥിയെ എടുത്തു. എന്നിട്ട് ഫഫത്തഹു അതിനെന്തായി ഇങ്ങനെ പൊടിച്ച് ഇതാക്കി. എന്നിട്ട് വക്കാലൻ നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അതറ
നീ മനസ്സിലാക്കുന്നുണ്ടോ? യുഹില്ലാഹു അള്ളാഹു ജീവിപ്പിക്കുന്ന ഹാദ ഇതിനെ ബാദമാ ബലിയ അത് നുരുമ്പിയതിന് ശേഷം ഒറമ്മ അത് വളരെ നുരുമ്പി ഒരേ അർത്ഥമാണ് ബലിയ റമ്മ നുരുമ്പിയതിന് ശേഷം അതിനെ അള്ള പുനരുജ്ജീവിപ്പിക്കും നീ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു നാം അതെ ഞാൻ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു. പിന്നെ വൈദുഖിലക്കൻ നാറ നിന്നെ അവൻ എന്ത് ചെയ്യുന്നു? വൈദുഖിലക്കൻ നാറ പിന്നെ നിന്നെ അവന് നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നും പറഞ്ഞു. അവൻ നിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ആരോട് പറഞ്ഞു? ഈ യാസീനും ആരോട്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബക്കുൽ നബിയെ അങ്ങ് പറയുക യുഹിഹ ആ ദ്രവിച്ച അസ്ഥിയെ ജീവിപ്പിക്കും. അല്ലത് യാതൊരുവൻ അൻഷാഹ ആ ദ്രവിച്ച അസ്ഥി ഉണ്ടല്ലോ അതിനെ ഉണ്ടാക്കിയവൻ അവലമറ ആദ്യവട്ടം തന്നെ വഹുവ ആദ്യവട്ടം അതിനുണ്ടാക്കിയവനുണ്ടല്ലോ ബിക്കുല്ലി ഖൽക്കിൻ എല്ലാ ഖൽക്കിനെ പറ്റിയും അഥവാ മഖ്ലൂക്കിൻ എല്ലാ സൃഷ്ടിക്കപ്പെട്ട സാധനത്തെ പറ്റിയും അലീമൻ അറിയുന്നവനാണ്. മുജ്മലൻ മൊത്തത്തിൽ മുഫസ്സലം വിശദീകരിക്കപ്പെട്ടു ഒക്കെ നിലക്ക് അറിയുന്നവനാണ്. കബില ഖൽക്കി അതിനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പും വബാദ ഖൽക്കി അതിനെ സൃഷ്ടിക്കുന്നതിന് ശേഷവും. അല്ലത് ഈ പിന്നെങ്ങനെയുള്ളവനാണ് അവൻ ജാലലക്കം നിങ്ങൾക്ക് അവൻ ആക്കി തന്നു ഫി ജുംലത്തിൻ നാസ് എന്നതിൻ്റെ കൂട്ടത്തിലാണ്. നിങ്ങൾക്കെന്ന് വെച്ചാൽ സത്യവിശ്വാസികൾ മാത്രം എല്ലാ ജനങ്ങൾക്കും ആക്കി തന്നു. പിന്നെ ഷജറിൽ അഖ്ലരി പച്ചമരത്തിൽ നിന്നും. ഏതാ പച്ചമരം? അഥവാ മറഹ് പിന്നെ ഇഫാർ മർഹ് പിന്നെ അഫാർ കേട്ടോ അഫാർ. അപ്പം മറഹും അഫാറും ഒക്കെ സംഗതി രണ്ട് മരക്കൊള്ളികളാണ്, മരക്കത്തിൻ്റെ കഷനാണ്. അത് ഉരച്ചിട്ട് തീ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതുപോലെ അല്ലെങ്കിൽ കുല്ലിച്ചെതിരെ എല്ലാ മരവും പോലെ ഇല്ലൽ ഇനാബ് പോലുള്ള മുന്തിരിവള്ളികളൊക്കെ പോലെയുള്ള ഒഴികെ. അപ്പം ഈ തീ ഉരച്ചുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിൽ നിന്ന് അള്ള നിങ്ങൾക്ക് ശരിപ്പെടുത്തി തന്നു. നാറ തീയിനെ ശരിപ്പെടുത്തി ഇതാപ്പേക്കും അന്തും നിങ്ങൾ മിനു അതിൽ നിന്നും തൂക്കിതുവനെ കത്തിക്കുന്നു. തക്കദഹൂന നിങ്ങളിങ്ങനെ ഉരസി തീ ഉണ്ടാക്കുന്നു. ഹാദ ഇത് ദാലിന് അറിയിക്കുന്നതാണ് അലൽ കുദ്റത്തി ശക്തിയുടെ മേലെ, അലൽ ബാസി പുനർജീവിതത്തിൻ്റെ മേലുള്ള അള്ളാഹുവിൻ്റെ ശക്തിയുടെ മേലെ അറിയിക്കുന്നതാണ്. ഫഇന്നഹു കാരണം അവൻ ജമഅ ഫീഹി അതിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ബൈനൽ മാഇ വൻ നാരി വൽ ഹശബി വെള്ളത്തിൻ്റെ ഇടയിലും തീയുടെ ഇടയിലും വിറകിൻ്റെ ഇടയിലും ഒക്കെ ഒരുമിച്ച് കൂട്ടി. കാരണം ഈ വിറക് അല്ലെ കൊള്ളിക്കഷണം തീ ഉണ്ടാക്കുന്ന കശബാണത്. അതിൽ വെള്ളം ഫഇന്നഹു അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജമഅ ഫീഹി അതിൽ ഒരുമിച്ച് കൂട്ടി ബൈനൽ മാഇ വൻ നാരി വൽ ഹശബി വെള്ളത്തിൻ്റെയും തീയുടെയും ഹശബിൻ്റെ ഇടയിൽ. അപ്പോൾ കത്തിക്കുമ്പോൾ അവിടെ തീ ഉണ്ടാകുന്നു. കൊള്ളിക്കഷണം ഓൾറെഡി ആയിട്ട് ഹശബുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പച്ച മരമായിരുന്നല്ലേ ശരിക്കും. അപ്പോൾ അതുണ്ട്. അപ്പോൾ മൂന്നിൻ്റെ കൂടെ ഒരുമിച്ച്. പക്ഷേ അപ്പോഴും ഫലൽ ആ വെള്ളം എന്താവുന്നില്ല യുത്ഫിയുന്നാറ തീയെ കെടുത്തുന്നില്ല. വലന്നാറു തീയോ തുഹരിക്കുല ഹശബ ഭക്ഷണത്തെ എന്താക്കുന്നില്ല കത്തിച്ച് കളയുന്നുമില്ല. ഉടനെ തന്നെ കത്തിക്കുന്നില്ല. നമുക്ക് തീ പിടിച്ചിട്ട് ബാക്കിയുള്ളവരുടെ തീ കൊടുക്കാനുള്ള രൂപത്തിൽ ആക്കി കളയുന്നുണ്ട്. അപ്പോൾ അവലൈസല്ലതി യാതൊരുവനല്ലേ ഖലഖ സമാവാതി വലർദ ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചവൻ മാഅളുമുഹിമ അവ രണ്ടിൻ്റെയും വലിപ്പത്തോടൊപ്പം അവ രണ്ടിനെയും സൃഷ്ടിച്ച ഒരുവനല്ലേ ബിഖാദിരിൻ കഴിവുള്ളവനല്ലേ അലാ യഖ്ലഖ മിസ്ലഹും അവനെ പോലുള്ള ആളുകളെ ഉണ്ടാക്കാൻ കഴിവുള്ളവനല്ലേ. അതിൽ അനാസി ഫിസ് ഈ ചെറിയ തരത്തിൽ തന്നെ മനുഷ്യരെയൊക്കെ ഉണ്ടാക്കിയില്ലേ. അപ്പം അതിനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ. ബല അതെ അതായത് ഹുവ ഖാദിർ കഴിവുള്ളവനാണ്. അല്ല ദാലിക അതിൻ്റെ മേൽ അജാബ നഫ്സു അള്ളാഹ് തന്നെ അള്ളാഹ് എന്ത് ചെയ്താണ് മറുപടി പറഞ്ഞാണ്. വഹുവൽ ഖല്ലാഖു അതാ പറഞ്ഞതാ അള്ളാഹുടെ മറുപടി തന്നെ. അള്ളാഹ് ചോദിച്ചു അള്ളാഹിൻ്റെ മറുപടി വഹുവൽ ഖല്ലാഖ് അവനാണ് നല്ലപോലെ സൃഷ്ടിക്കുന്നവൻ. അതിൽ കസീറുൽ ഖൽഖ് സൃഷ്ടിപ്പ് പെരുത്തവൻ അല്ലെ, ഒരുപാട് ഏറെ സൃഷ്ടിച്ചവൻ അവനാണ് അല്ലേ. എല്ലാ സൃഷ്ടിയുടെ സൃഷ്ടാവാനാണ്. അതുകൊണ്ടാണ് ഖല്ലാഖ് എന്ന് പറഞ്ഞത്. അൽ അലീമു ബിക്കുല്ലി ഷൈൻ എല്ലാത്തിനെ പറ്റി അറിയുന്നവനാണ് അവൻ. ഇന്നമാ അമ്രുഹു നിശ്ചയം അവൻ്റെ കാര്യം എന്നുള്ളത് ഷെയ്നു അള്ളാഹുവിൻ്റെ കാര്യം എന്താണ്? അത് ഇതാറാദ ഷെയ്ൻ അവൻ എന്തെങ്കിലും വിചാരിച്ചാൽ ഹലക ഷെയ്ൻ എന്തെങ്കിലും ഒന്നിനുണ്ടാക്കാൻ വിചാരിച്ചാൽ അയ്യക്കൂല അവൻ പറയൽ മാത്രമാണ്. ലഹു അതിനോട് കുൻ നീ ഉണ്ടാവുമെന്ന് പറയാം. അപ്പോഴേക്കും ഫയക്കൂൻ അതുണ്ടാവും. അതായത് ഫഹുയക്കൂൻ അപ്പോൾ അത് ഉണ്ടാവുന്നതാകും. ഈ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്തിനുണ്ട് നസ്ബ് ചെയ്തുകൊണ്ട് അയ്യക്കൂല എന്നുണ്ട്. അത്ഫൻ അല യക്കൂല മുമ്പുള്ള യക്കൂല ഇല്ലേ ഏത് അല്ല സോറി
ബിന്നസ്ബി നെസ്ബ് ഉണ്ടെന്ന് വെച്ചാൽ ഫയക്കൂന അതാ അയ്യക്കൂല എന്നതിന്മേൽ അത്ഫ് ചെയ്തിട്ട് അങ്ങനെയാവും ഫയക്കൂന. അങ്ങനെ നെസ്ബ് ചെയ്തിട്ടുണ്ട് ഖിറാഅത്ത്. നമ്മുടെ സാധാരണ ഫയക്കൂനു എന്ന് വരും, സാധാരണ രൂപത്തിൽ വരുമ്പോൾ. എന്തായാലും ഫസുബ്ഹാനല്ലദീ ഒരുവൻ പരിശുദ്ധനാണ്, ബിയദിഹി അവൻ്റെ കയ്യിലാണുള്ളത്, മലക്കൂത്ത് പരമാധികാരം. മലക്കൂത്ത് എന്ന് വെച്ചാൽ മുൽക്ക് അധികാരം, രാജാധികാരം. ജീതത്തിൽ വാവിനെയും തായിനെയും വർദ്ധിപ്പിക്കപ്പെട്ട മുബാലഗത്തി തീവ്രാർത്ഥത്തിനുണ്ട്. അപ്പം പരമാധികാരം എന്ന് കിട്ടും. അതിൽ കുതിരത്തി ശക്തി അവൻ്റെ കയ്യിലാണുള്ളത്, അങ്ങനെയുള്ളവനാണ് പരിശുദ്ധി. എന്തിനു മേലുള്ള ശക്തി? അലാ കുല്ലി ഷൈഇൻ എല്ലാത്തിൻ്റെ മേൽ. വൈലൈഹി തുർജഊൻ അവനിലേക്ക് മാത്രമാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. തുറദ്ദൂൻ നിങ്ങൾ മടക്കപ്പെടുന്നത് ഫിൽ ആഖിറതി ആഖിറത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.